സഖാക്കളെ, നമ്മുടെ വജ്ര ജൂബിലി പരിപാടികളുടെ സമാപന യോഗം ആരംഭിക്കുകയാണ്. നമ്മുടെ ഉദ്ഘാടകൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. മറ്റു വിശിഷ്ടാതിഥികളെല്ലാം ഉടൻ തന്നെ എത്തിച്ചേരും, അടുത്തെത്തിയിട്ടുണ്ട്. യോഗ നടപടികൾ ആരംഭിക്കുന്നതിൻ്റെ ഭാഗമായി ഈ യോഗത്തിൻ്റെ അധ്യക്ഷനായി യൂണിയൻ്റെ സംസ്ഥാന പ്രസിഡന്റ് സഖാവ് എൻ.ജ ശശിധരനെ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ വജ്ര ജൂബിലിയുടെ ഒരു വർഷത്തെ ആഘോഷ പരിപാടികളുടെ സമാപനമാണ് ഇന്ന് നടക്കുന്നത്. 2022 ഒക്ടോബർ 27 എറണാകുളത്ത് വെച്ച് നമ്മുടെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രിയാണ് ആഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിച്ചത്. ഒരു വർഷത്തെ വിവിധ പരിപാടികൾ ഏറ്റെടുത്ത് നടത്തിയതിന് ശേഷം സംഘടനയ്ക്ക് രൂപം കൊടുത്ത ഈ തൃശ്ശൂരിൻ്റെ മണ്ണിൽ ഇന്നേ ദിവസം തന്നെ അതിൻ്റെ സമാപനം കുറിക്കുകയാണ്. ഈ സമാപന ചടങ്ങിന് സ്വാഗതം പറയുന്നതിന് വേണ്ടി യൂണിയൻ്റെ ജനറൽ സെക്രട്ടറി സഖാവ് എം.എ. അജിത് കുമാറിനെ ക്ഷണിക്കുക. ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ യൂണിയൻ്റെ സംസ്ഥാന പ്രസിഡന്റ് സഖാവ് ശശിധരൻ, ഈ സമാപന യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാൻ എത്തിയിട്ടുള്ള പ്രൊഫസർ പ്രഭാത് പട്നായിക്, ഈ സദസ്സിലുള്ള സംഘടനയുടെ മുൻകാല നേതാക്കൾ, വർഗബഹുജന സംഘടനാ പ്രവർത്തകർ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, സഖാക്കളെ, നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ ഒക്ടോബർ മാസം 27 2022 ഒക്ടോബർ 27 പതാക ഉയർത്തിക്കൊണ്ട് സംസ്ഥാന കേന്ദ്രത്തിലും എല്ലാ ഏരിയ കേന്ദ്രങ്ങളിലും പതാക ഉയർത്തിക്കൊണ്ട് യൂണിയൻ്റെ വജ്ര ജൂബിലിയുടെ പ്രവർത്തനങ്ങൾക്ക് സമാരംഭം കുറിക്കുകയാണ് ഉണ്ടായത്. തുടർന്ന് ജനുവരി മാസത്തിൽ എറണാകുളത്ത് വെച്ച് വജ്ര ജൂബിലി പരിപാടികൾ ഏറ്റെടുക്കുന്നതിൻ്റെ ഭാഗമായി അതിൻ്റെ ഔപചാരികമായ പ്രഖ്യാപനവും ഉദ്ഘാടനവും ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പങ്കെടുത്തുകൊണ്ട് നടത്തി. കഴിഞ്ഞ ഒരു വർഷം 2022 ഒക്ടോബർ 27 മുതൽ കഴിഞ്ഞ ഒരു വർഷം നീണ്ട വജ്ര ജൂബിലിയുടെ ഭാഗമായി സംഘടന മുന്നോട്ട് വെച്ച പ്രവർത്തനങ്ങളാകെ പൂർത്തീകരിച്ചാണ് അതിൻ്റെ സമാപന യോഗം ഈ തൃശ്ശൂർ മണ്ണിൽ വെച്ച് ചേരുന്നത്. സഖാക്കൾക്കെല്ലാം അറിവുള്ളതുപോലെ 1962 തൃശ്ശൂർ CMS സ്കൂളിൽ വെച്ച് ചേർന്ന ഒക്ടോബർ 27, 28 തീയതികളിലായി ഇവിടെ ചേർന്ന സമ്മേളനത്തിലാണ് കേരള എൻ.ജ യൂണിയൻ രൂപീകരിക്കപ്പെടുന്നത്. അതിനു മുൻപും സിവിൽ സർവീസിലെ ജീവനക്കാരുടെ സംഘടന രൂപം കൊള്ളുകയും സമരപ്രവർത്തനങ്ങൾ നടക്കുകയും ഉണ്ടായി. ഇവിടെ 1920കളിൽ തന്നെ രാജ്യത്ത് സർക്കാർ ജീവനക്കാരുടെ സംഘടനകൾക്ക് രൂപം കൊണ്ടു. കേന്ദ്ര സർവീസിലും സംസ്ഥാന സർവീസുകളിലുമൊക്കെ അതിൻ്റെ ഭാഗമായി സംഘടനാ രൂപങ്ങൾ മുന്നോട്ട് വന്നു. കേരളത്തിൻ്റെ ഭാഗമായി അത് പരിശോധിച്ചാൽ മദിരാശി NGO അസോസിയേഷൻ ഇന്നത്തെ കേരളത്തിൻ്റെ മലബാർ പ്രദേശം ഉൾക്കൊള്ളുന്ന മദിരാശി സംസ്ഥാനത്തിൻ്റെ ഭാഗമാണെന്ന്. അതിൻ്റെ ഭാഗമായി മദിരാശി NGO അസോസിയേഷൻ എന്ന സംഘടനയാണ് കേരളത്തിലെ സർക്കാർ ജീവനക്കാരുടെ സംഘടനയുമായി ബന്ധപ്പെട്ട് പരിശോധിച്ചാൽ അതിൻ്റെ തുടക്കത്തിലുള്ള സംഘടന. അതിനുശേഷം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം രൂപം നേടുന്നതിന് മുന്നേ തന്നെ കേരളത്തിൽ മറ്റ് സംഘടനാ സംവിധാനങ്ങൾ വരികയുണ്ടായി.
നമുക്കറിയുന്നത് പോലെ തിരുവിതാംകൂറിൽ അതുപോലെ തന്നെ കൊച്ചിയിലും ആയി പ്രത്യേകം സംഘടനകൾ രൂപീകരിക്കപ്പെട്ടിരുന്നു. ഐക്യകേരളത്തിന് മുമ്പുള്ള സംഘടനകളും അതിൻ്റെ സമരപ്രവർത്തനങ്ങൾക്കുമെല്ലാം ഏറെ പരിമിതികളുണ്ടായിരുന്നു എന്നത് ചരിത്രപരമായ വസ്തുതയാണ്. ജീവനക്കാർക്ക് സംഘടിക്കാൻ, അവരുടെ അവകാശങ്ങൾ ചോദിച്ചു വാങ്ങാൻ, സമരപ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ കഴിയുമായിരുന്നില്ലാത്ത അതിതീഷ്ണമായ നടപടികളാണ് ഭരണവർഗത്തിൻ്റെ ഭാഗമായി ആ കാലങ്ങളിലാകെ സ്വീകരിച്ചത്. സംഘടന രൂപീകരിക്കുമ്പോൾ പോലും ആ സംഘടനയുടെ ഘടന എന്തായിരിക്കണം, ഇങ്ങനെ ആയിരിക്കണം, അത് വകുപ്പടിസ്ഥാനത്തിൽ, കാറ്റഗറി അടിസ്ഥാനത്തിലായിരിക്കണം. ഗസറ്റഡ് ഓഫീസർമാർ അവരുടെ പ്രത്യേകം സംഘടനകളെ സംബന്ധിച്ച് മുന്നോട്ട് വയ്ക്കുമ്പോൾ ഇന്നിന്ന തസ്തികയിൽ വകുപ്പധ്യക്ഷൻ പ്രസിഡൻ്റായിട്ടുള്ള സംഘടന, ഏറ്റവും താഴെത്തട്ടിൽ തഹസിൽദാർ നേതൃത്വം കൊടുക്കുന്ന സംഘടന, അങ്ങനെ വകുപ്പിലെ തസ്തികകളുടെ ശ്രേണി ശൃംഖലയ്ക്ക് അനുസരിച്ചുകൊണ്ട് സംഘടന ഉണ്ടാവണം. വ്യത്യസ്തമായ കാറ്റഗറികളിൽ പ്രവർത്തിച്ചിരുന്ന ജീവനക്കാർ കാറ്റഗറി അടിസ്ഥാനത്തിൽ, പ്രദേശാടിസ്ഥാനത്തിൽ, ഭാഷാ അടിസ്ഥാനത്തിലെല്ലാം സംഘടനകൾ ഛിന്ന ഭിന്നമായി അല്ലെങ്കിൽ ആ രൂപത്തിൽ സംഘടിപ്പിക്കപ്പെട്ടവയായിരുന്നു. ഐക്യകേരളത്തിന് മുമ്പും ജീവനക്കാരുടെ സമരങ്ങളും ആവശ്യങ്ങൾ ഉന്നയിക്കാനുമുള്ള സമരം 1947 മദിരാശി എൻ.ജ അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ നടത്തിയ പണിമുടക്കങ്ങളെല്ലാം സിവിൽ സർവീസിൻ്റെ ചരിത്രത്തിലെ അവിസ്മരണീയമായ പോരാട്ടങ്ങളുടെ ഭാഗം തന്നെയാണ്. അതിനുശേഷം നീണ്ട കാലത്തിന് ശേഷം 1987 ഐക്യകേരളത്തിന് ശേഷം കേരളത്തിലെ സംഘടനാ സംവിധാനത്തെ സംബന്ധിച്ച് വലിയ മാറ്റമുണ്ടാവുന്നത് ഐക്യകേരളം രൂപം കൊണ്ടതിന് ശേഷം അധികാരത്തിൽ വന്ന ഒന്നാം EMS ഗവൺമെൻറ്റിൻ്റെ തൊഴിൽ മേഖലയോടുള്ള സമീപനം, സിവിൽ സർവീസിനോടുള്ള സമീപനം എല്ലാമായിരുന്നു സംഘടനാ സംവിധാനങ്ങളുടെ ഘടനയിലും പ്രവർത്തന ശൈലിയിലും അതിൻ്റെ അംഗീകാരത്തിലുമൊക്കെ മാറ്റമുണ്ടാക്കുന്നതിനിടയായത്. പാലക്കാട് വെച്ച് ചേർന്ന ഉത്തര കേരള എൻ.ജി അസോസിയേഷൻ്റെ സമ്മേളനത്തിൽ കേരളത്തിൻ്റെ അന്നത്തെ മുഖ്യമന്ത്രി സഖാവ് EMS ചൂണ്ടിക്കാണിച്ചത് ഏറെ ശ്രദ്ധേയമായ ഒന്നാണ്. സർക്കാർ ജീവനക്കാർക്ക് ശമ്പളവും അലവൻസും അതിൻ്റെ വർധനവുമെല്ലാം പരമപ്രധാനമാണ് എന്ന് കാണുമ്പോൾ തന്നെ ആ ആനുകൂല്യങ്ങൾ ചോദിക്കാനുള്ള അവകാശം നേടുക എന്നതാണ് ജീവനക്കാരുടെ മുമ്പിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം എന്ന് പരാമർശിക്കപ്പെട്ടു. ആ വാക്കുകളിൽ നിന്ന് വ്യക്തമാവുന്നത് അത്തരത്തിൽ തങ്ങളുടെ തൊഴിൽ മേഖലയെ സംരക്ഷിക്കാൻ, ഈ തൊഴിൽ മേഖലയിൽ നിലനിൽക്കുന്ന ആനുകൂല്യങ്ങളും അവകാശങ്ങളുമൊക്കെ രൂപപ്പെടുത്തിയെടുക്കാൻ, സേവന വേതന വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട മെച്ചപ്പെടലിന് ആവശ്യമായ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കാൻ കഴിയുന്ന ഒരു അവകാശബോധത്തിലേക്ക് ജീവനക്കാരെത്തിയിരുന്നില്ല, സമരബോധത്തിലേക്ക് ജീവനക്കാരെത്തിയിരുന്നില്ല, അതിന് പര്യാപ്തമാവുന്ന സംഘടനാ സംവിധാനങ്ങൾ ഉയർന്നു വന്നിരുന്നില്ല എന്നതുകൂടി അതിൻ്റെ ഭാഗമായി ചേർത്ത് കാണേണ്ടതാണ്. തീർച്ചയായും ആ കാഴ്ചപ്പാട് സിവിൽ സർവീസിൽ പ്രദേശാടിസ്ഥാനത്തിൽ, ഭാഷാടിസ്ഥാനത്തിൽ, കാറ്റഗറി അടിസ്ഥാനത്തിലെല്ലാം പ്രവർത്തിച്ചിരുന്ന സംഘടനകളുടെ ഏകോപനത്തിലേക്കുള്ള, അതിന് ദിശാബോധം നൽകുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിലേക്ക് അന്നത്തെ സംഘടനാ നേതാക്കന്മാർ ഇടപെടുകയും അതിൻ്റെ ഭാഗമായ മുന്നോട്ട് പോക്ക് ഉണ്ടാവുകയും ചെയ്തു. തീർച്ചയായും ആ പ്രവർത്തനത്തിൻ്റെ ഭാഗമായാണ് സർവീസ് സംഘടന ഫെഡറേഷൻ്റെ രൂപീകരണം ഉണ്ടാവുന്നത്. 1962 അതിൻ്റെ തുടർച്ചയാണ്. ഫെഡറേഷനുകളുടെ ഭാഗമായി മാത്രം നിന്നാൽ മതിയാവില്ല, സംഘടനകൾ ഒരുമിച്ച് ഒറ്റ കൊടിക്കീഴിലേക്ക് മാറുന്ന ഒരു വളർച്ചയുണ്ടാവണം. അതിലൂടെ ശാശ്വതമായ പരിഹാരത്തിന് യഥാർത്ഥത്തിൽ തൊഴിലാളികളുടെ ഐക്യം, ജീവനക്കാരുടെ ഐക്യം വളർത്തിയെടുക്കാൻ കഴിയുന്ന രൂപത്തിലുള്ള സംഘടനാ സംവിധാനം ഉണ്ടാവണമെന്ന കാഴ്ചപ്പാടിൻ്റെ ഭാഗമായാണ് 1962 ഈ തൃശ്ശൂരിൽ CMS സ്കൂളിൽ വെച്ച് നടന്ന സമ്മേളനത്തിൽ കേരള എൻ.ജി യൂണിയൻ രൂപീകരിക്കപ്പെടുന്നത്. പിന്നീട് ഇങ്ങോട്ടുള്ള ചരിത്രത്തിൽ കേരള എൻ.ജി യൂണിയൻ സിവിൽ സർവീസിലെ ജീവനക്കാരുടെ അജയ്യ പ്രസ്ഥാനമാക്കുന്ന, ജീവനക്കാരെ അവകാശബോധമുള്ളവരാക്കുന്നതിൽ, ആ സംഘടിത ശേഷി അവരിൽ വളർത്തിയെടുക്കുന്നതിൽ, അവരെ സാമൂഹ്യ മാറ്റിയെടുക്കുന്നതിലുമൊക്കെ ദീർഘകാലമായി നടത്തിയിട്ടുള്ള സമരപ്രവർത്തനങ്ങളുടെ പാരമ്പര്യമുണ്ട്. ജീവനക്കാരുടെ ആനുകൂല്യങ്ങളും അവകാശങ്ങളും നിഷേധിച്ചുകൊണ്ടിരുന്ന, സംഘടനയ്ക്ക് തന്നെ അംഗീകാരം നൽകുന്നതിന് തടസ്സംവാദം ഉന്നയിച്ചിരുന്ന ഭരണവർഗത്തോട്, ഭരണാധികാരികളോട് ഏറ്റുമുട്ടുന്ന രൂപത്തിലുള്ള സംഘടനാ പ്രവർത്തനമാണ് ദീർഘകാലം അതിൻ്റെ ആരംഭഘട്ടത്തിൽ നാം നടത്തിയത്.
അതിൻ്റെ ഭാഗമായി നടത്തിയിട്ടുള്ള പോരാട്ടങ്ങളുടെ നീണ്ട കണക്കുകൾ നമ്മുടെ മുമ്പിലുണ്ട്. 67-ലെ സർക്കാർ ജീവനക്കാരുടെ ഐക്യകേരളത്തിന് ശേഷം ആദ്യം നടന്ന അനിശ്ചിതകാല പണിമുടക്കം, 67-ലെ 12 ദിവസം നീണ്ടുന്ന കേന്ദ്ര നിരക്കിലുള്ള ക്ഷാമബത്ത ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പണിമുടക്കങ്ങൾ, 73-ൽ വേതന പരിഷ്കരണം ആവശ്യപ്പെട്ട് നടന്ന 54 ദിവസത്തെ പണിമുടക്കങ്ങൾ, സമാനതകളില്ലാത്ത ഐതിഹാസികമായ ആ പണിമുടക്കം സിവിൽ സർവീസിനെ ഇന്ന് കാണുന്ന രൂപത്തിലേക്ക് മാറ്റിയെടുത്തത്. ഞാൻ സൂചിപ്പിച്ചത് 73-ലെ പണിമുടക്കം, 75-ൽ, 78-ൽ, 83-ൽ, 85-ൽ ഈ ഘട്ടങ്ങളിലെല്ലാം നീണ്ടുനിന്ന ഒട്ടേറെ പോരാട്ടങ്ങൾ ഈ കേരളത്തിൻ്റെ മണ്ണിൽ സിവിൽ സർവീസിലെ ജീവനക്കാർ കേരള എൻ.ജി.യുടെ നേതൃത്വത്തിൽ FSCTയുടെ ഭാഗമായി മുഴുവൻ ജീവനക്കാരെയും സംഘടിപ്പിച്ചുമൊക്കെ നടത്താൻ ഇടയാക്കി. ആ പ്രക്ഷോഭത്തിലൂടെ, പണിമുടക്കങ്ങളിലൂടെ ആർജിച്ചെടുത്ത നേട്ടമാണ് ഇന്ന് കാണുന്ന സിവിൽ സർവീസിൻ്റെ വളർച്ച. സിവിൽ സർവീസിൽ പണിയെടുക്കുന്ന ജീവനക്കാരുടെ ആനുകൂല്യങ്ങളും അവകാശങ്ങളും ഈ രൂപത്തിൽ മാറ്റിയെടുക്കുന്ന രൂപത്തിൽ വളർന്നു വന്നത് ഭേദപ്പെട്ട ഒരു തൊഴിൽ മേഖല, അംഗീകരിക്കപ്പെട്ട ഒരു തൊഴിൽ മേഖലയായി മാറിയത് ആ സമര പോരാട്ടങ്ങളുടെ ആകെ ബാക്കി പത്രമാണ്. ആ പോരാട്ടങ്ങളിലെല്ലാം ഈ സംഘടനയെ നയിച്ച നേതാക്കന്മാർ, ഒട്ടേറെ സഖാക്കൾ, പഴയകാല നേതാക്കന്മാർ ഇവിടെ ഒത്തുചേർന്നിട്ടുണ്ട്. അത്തരം പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്ത് ഈ സംഘടനയുടെ രൂപീകരണ ഘട്ടം മുതൽ അതിന് നേതൃത്വം കൊടുത്ത് അതിൻ്റെ ജനറൽ സെക്രട്ടറിയും പ്രസിഡൻറ്റും ഒക്കെയായി നേതൃത്വം കൊടുത്ത സഖാവ് ഇ പത്മനാഭൻ, തൃശ്ശൂർ തന്നെ സഖാവ് PR രാജൻ, സഖാവ് വിജയഗോവിന്ദൻ, ഒട്ടേറെ സഖാക്കൾ, സഖാവ് TK ബാലൻ, CH അശോകൻ തുടങ്ങി RRC തുടങ്ങി ഒട്ടേറെ നേതാക്കന്മാർ ഇതിനോടകം നമ്മെ വിട്ട് പിരിഞ്ഞിട്ടുണ്ട്. അത്തരത്തിൽ ചരിത്രത്തിൽ ഇടം പിടിക്കുന്ന പ്രക്ഷോഭ പ്രവർത്തനങ്ങളിലൂടെ സിവിൽ സർവീസിലെ ജീവനക്കാരെ ഒരു സാമൂഹ്യ ശക്തിയായി, സംഘടിത ശക്തിയായി വളർത്തിയെടുക്കുന്നതിൽ, തൊഴിലാളി വർഗ കാഴ്ചപ്പാടോടുകൂടി അവരെ മാറ്റിയെടുക്കുന്നതിൽ സമരപ്രവർത്തനങ്ങൾക്ക് വലിയ പങ്ക് വഹിക്കാൻ, അതിന് നേതൃത്വപരമായി ഇടപെടൽ നടത്തിയ ത്യാഗസമ്പന്നമായ സമരപ്രവർത്തനങ്ങൾക്ക് ഭാഗമായിട്ടുള്ള ഒട്ടേറെ സഖാക്കൾ നമ്മെ വിട്ടുപോയി കഴിഞ്ഞു. തീർച്ചയായും അവരെല്ലാം ഉയർത്തിപ്പിടിച്ച ആ പാരമ്പര്യം, ആ പ്രക്ഷോഭങ്ങളുടെ ഭാഗമായി ഉണ്ടാക്കിയിട്ടുള്ള നേട്ടം സിവിൽ സർവീസിൻ്റെ ആകെ പൈതൃകമാണ്, അതിൻ്റെ മൂലധനമാണ്. 1975-ൽ അടിയന്തരാവസ്ഥയുടെ ഭാഗമായി വലിയ കടന്നാക്രമണങ്ങൾക്ക് വിധേയമായതാണ് ഈ സംഘടന. ഈ സംഘടനയുടെ ജനറൽ സെക്രട്ടറിയും പ്രസിഡന്റും സഖാവ് PR രാജനും സഖാവ് ഇ പത്മനാഭനും അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ ജയിൽവാസത്തിലേക്ക് പോയി. ഒട്ടേറെ സഖാക്കൾ ജയിലിലടയ്ക്കപ്പെട്ടു. നമ്മുടെ മാസിക ഉൾപ്പെടെ അതിൻ്റെ പ്രവർത്തനങ്ങളെ തകർക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമങ്ങൾ ആ കാലഘട്ടത്തിൽ നടന്നു. ജീവനക്കാരുടെ എല്ലാവിധ അവകാശങ്ങളും നിഷേധിച്ച അടിയന്തരാവസ്ഥ കാലഘട്ടത്തിലാവട്ടെ, തങ്ങളുടെ തൊഴിൽ മേഖലയിലെ ആനുകൂല്യങ്ങളും അവകാശങ്ങളും നിഷേധിച്ചുകൊണ്ടിരുന്ന ഓരോ ഘട്ടത്തിലുമാവട്ടെ, വലിയ തോതിലുള്ള പ്രക്ഷോഭ പ്രവർത്തനങ്ങളിലൂടെ ഈ മേഖലയുടെ സംഘടിത ശക്തി ഒരു സാമൂഹ്യ ശക്തിയായി ജനങ്ങളുടെ ആകെ പിന്തുണ ആർജിച്ചുകൊണ്ടുള്ള പ്രക്ഷോഭമാണ് നമുക്ക് നടത്താൻ സാധിച്ചിട്ടുള്ളത്. ഞാൻ ഈ ചരിത്രം സൂചിപ്പിച്ചത് തീർച്ചയായും ഇന്നലകളിൽ നടത്തിയ പ്രക്ഷോഭം കേവലമായി ജീവനക്കാർ ഒറ്റയ്ക്കായിരുന്നില്ല. നമ്മൾ നടത്തിയ ഓരോ പ്രക്ഷോഭവും നമ്മുടെ സംസ്ഥാനത്തെ കൃഷിക്കാരുടെ, തൊഴിലാളികളുടെ, നാനാവിഭാഗം ജനങ്ങളുടെ ആകെ പിന്തുണയോടുകൂടിയായിരുന്നു. അവരാകെ നടത്തിയിട്ടുള്ള പിന്തുണയുടെയും സഹായത്തിൻ്റെയും ഭാഗമായാണ് 73-ലെയും 85-ലും നേരത്തെ പരാമർശിച്ച 2002-ലും 2013-ലുമൊക്കെ നടത്തിയിട്ടുള്ള എല്ലാ പണിമുടക്കങ്ങളും ആ ദിശയിൽ വിജയിപ്പിക്കാൻ, ആ പണിമുടക്കത്തിൻ്റെ ഭാഗമായി സിവിൽ സർവീസ് വിഭാഗത്തിൽ ഉയർത്തിയിട്ടുള്ള ആവശ്യങ്ങളെ പൊതുസമൂഹത്തിൻ്റെ പിന്തുണയോടുകൂടി ഭരണാധികാരികളുടെ മുന്നിൽ തീരുമാനമെടുപ്പിക്കുന്നതിൽ, അവർക്ക് അതിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയാത്ത രൂപത്തിലുള്ള സമ്മർദ്ദമാക്കി മാറ്റുന്നതിൽ ജനങ്ങളെയാകെ വിശ്വാസത്തിലെടുത്ത് അവരുടെയാകെ പിന്തുണയാർജിച്ച് നടത്തിയ പ്രക്ഷോഭങ്ങളുടെ നീണ്ട ചരിത്രം നമുക്ക് പറയാനുണ്ട്. ആ പ്രക്ഷോഭ പ്രവർത്തനങ്ങളിലാകെ നടത്തി ജീവനക്കാരുടെ ആനുകൂല്യങ്ങളും അവകാശങ്ങളും സംരക്ഷിക്കുക മാത്രമായിരുന്നില്ല ഈ കഴിഞ്ഞ 60 വർഷവും നമ്മുടെ സംഘടന ഏറ്റെടുത്തിട്ടുള്ളത്. ജീവനക്കാരെ തങ്ങളുടെ തൊഴിൽപരമായ കടമ നിർവഹിക്കുന്നതിന് എപ്രകാരം അവരെ അതിന് സാധ്യമാക്കാമെന്ന പരിശോധന ഈ സംഘടനയുടെ ബയലോയിൽ തന്നെ വ്യക്തമാക്കുകയും 1965-ലെ നയപ്രഖ്യാപനത്തിൻ്റെ ഭാഗമായി അത് കൂട്ടിച്ചേർക്കുകയും രജത ജൂബിലി സമ്മേളനത്തിലുമെല്ലാം വീണ്ടും പ്രത്യേക രേഖകൾ അവതരിപ്പിച്ചുകൊണ്ട് ജീവനക്കാരെ അഴിമതിരഹിതവും കാര്യക്ഷമവുമായ ഒരു സിവിൽ സർവീസ് കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ പങ്കാളികളാക്കുന്നതിന് വേണ്ടിയുള്ള വലിയ ഇടപെടലുകൾ നമുക്ക് നടത്താൻ സാധിച്ചിട്ടുണ്ട്. അത്തരത്തിൽ നടത്തുന്ന നിരവധിയായ പ്രക്ഷോഭ പ്രവർത്തനങ്ങൾ, പരിപാടികൾ ഈ കാലഘട്ടത്തിലാകെ നടത്തിയാണ് ജനപക്ഷ സിവിൽ സർവീസിന് വേണ്ടിയുള്ള ചുമതലകൾ നിർവഹിക്കാൻ നാം ക്യാമ്പയിൻ നടക്കുന്നത്. ഇപ്പോഴും അതിൻ്റെ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുമ്പോൾ നേരത്തെ സൂചിപ്പിച്ച പോലുള്ള
സാമൂഹ്യ പ്രതിബദ്ധത ഉയർത്തിപ്പിടിക്കുന്ന പ്രവർത്തനങ്ങൾ നടത്തുന്നതിലും രൂപീകരണ കാലഘട്ടം മുതൽ നമ്മുടെ സംഘടന പ്രതിജ്ഞാബദ്ധമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. അത് ഇന്ത്യ ചൈന യുദ്ധ കാലഘട്ടത്തിൽ യുദ്ധത്തിൻ്റെ ഭാഗമായ പ്രയാസങ്ങൾ നേരിടുമ്പോൾ രാജ്യം ഭരിക്കുന്ന ഗവൺമെൻറ് അതിൻ്റെ പ്രവർത്തനങ്ങൾക്കാവശ്യമായ സാമ്പത്തിക സമാഹരണത്തിൽ കേരളത്തിലെ സർക്കാർ ജീവനക്കാരെ പങ്കാളിയാക്കുന്നത് മുതൽ ഈ സംസ്ഥാനം നേരിടേണ്ടി വന്ന ഓരോ പ്രകൃതി ദുരന്തങ്ങളും വന്നപ്പോൾ വലിയ തോതിലുള്ള ഭക്ഷ്യക്ഷാമം, ബംഗാൾ ക്ഷാമം ഉൾപ്പെടെ ഉള്ളതിന് ശേഷമുണ്ടായിരുന്ന കാലഘട്ടത്തിൻ്റെ പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് നമ്മുടെ നാട്ടിൽ വന്ന വെള്ളപ്പൊക്കം ഉൾപ്പെടെ അതുപോലെയുള്ള പ്രകൃതി ദുരന്തങ്ങൾ വന്നപ്പോൾ, സുനാമി വന്നപ്പോൾ എല്ലാ ഘട്ടത്തിലും ഈ നാടിനെ താങ്ങി നിർത്താനുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായി ചുമതലകൾ ഏറ്റെടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഈ നാടിൻ്റെ മുന്നോട്ടുള്ള വികസന പ്രവർത്തനത്തിൻ്റെ ഭാഗമായി നമ്മുടെ സാക്ഷരതാ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചപ്പോൾ, അധികാര വികേന്ദ്രീകരണത്തിൻ്റെ ഭാഗമായ ജനകീയാസൂത്രണ പരിപാടി സംഘടിപ്പിക്കുമ്പോൾ അതിൻ്റെ എല്ലാം മാൻ പവറായി നിന്നുകൊണ്ട് ഇടപെടാൻ ദീർഘകാലം ശ്രമിക്കുകയാണ് നമ്മുടെ സംഘടന ചെയ്തിട്ടുള്ളത്. ആ നിലയിൽ സിവിൽ സർവീസിലെ ജീവനക്കാരുടെ തൊഴിൽപരമായ കടമ നിർവഹിക്കുമ്പോൾ സാമൂഹ്യ പ്രതിബദ്ധത ഉയർത്തിപ്പിടിക്കേണ്ട അവസരങ്ങളിലെല്ലാം ശരിയായി അതിനോടൊപ്പം ചേരാൻ അതത് കാലഘട്ടത്തിലെ രാഷ്ട്രീയ നിലപാട് നോക്കാതെ, ഗവൺമെൻറ് ഏത് എന്ന് നോക്കാതെ തന്നെ അത്തരത്തിൽ ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങൾക്ക് ജനങ്ങളോടൊപ്പം നിൽക്കാൻ സർക്കാരിന് അതിന് സഹായിക്കാൻ കഴിയുന്ന ഇടപെടലുകൾ, അതാണ് ഞാൻ സൂചിപ്പിച്ചത്. വെള്ളപ്പൊക്ക കാലഘട്ടത്തിൽ, സുനാമി കാലഘട്ടത്തിലുമൊക്കെ ഭരിക്കുന്ന സർക്കാർ ജീവനക്കാരുടെ വൈര്യനിര്യാതന ബുദ്ധിയോടുകൂടിയുള്ള നിലപാട് സ്വീകരിക്കുമ്പോഴും നാടിനോടുള്ള കടമയിൽ ഒരു അചഞ്ചലമായി നിന്നുകൊണ്ട് അതിൽ ഏതെങ്കിലും തരത്തിൽ തരിമ്പ് വിട്ടുവീഴ്ചയില്ലാതെ ജീവനക്കാരുടെ പക്ഷം ജനപക്ഷമാണ് എന്ന് സ്ഥാപിക്കാനുള്ള, അല്ലെങ്കിൽ ആ ചുമതല നിർവഹിക്കാനുള്ള ഉത്തരവാദിത്തം ഇന്നലകളിൽ നാം സ്വീകരിച്ചത് നമുക്ക് ഓർമ്മയുണ്ട്. അത് ഈ 2018 പ്രളയം വന്നപ്പോൾ സാലറി ചലഞ്ചിന്റെ ഭാഗമായും കോവിഡും നിപ്പയും ഓക്കിയും വന്നപ്പോൾ അതിൻ്റെ ഭാഗമായ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാവാനും ഒക്കെ ശ്രമിച്ചത് അതിൻ്റെ ഭാഗമായാണ്. ഈ നാടിൻ്റെ വികസന പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ലക്ഷം വീട് കോളനി പദ്ധതി തുടങ്ങിയപ്പോൾ, EMS ഭവന പദ്ധതി വന്നപ്പോൾ, ലൈഫ് മിഷൻ പദ്ധതി വന്നപ്പോഴുമെല്ലാം അതിൽ പങ്കാളികളാവാൻ നടത്തിയ ശ്രമവും ഈ ദിശയിലുള്ള ഇന്നലകളിൽ മുതൽ, ഈ സംഘടന രൂപീകരണ കാലഘട്ടം മുതൽ സാമൂഹ്യ പ്രതിബദ്ധത ഉയർത്തിപ്പിടിക്കുന്നതിൻ്റെ ഭാഗമായി നടത്തിയ പരിശ്രമത്തെ തുടർന്നാണ്. ഞാൻ ദീർഘിപ്പിക്കുകയില്ല. തീർച്ചയായും അത്തരത്തിലുള്ള ഒരു പൈതൃകത്തിന്റെ തുടർച്ചയാണ് ഇന്ന് 60 വർഷം പൂർത്തീകരിക്കുമ്പോൾ കേരള എൻ.ജി.നുള്ളത്. ആ പൈതൃകം, ആ പാരമ്പര്യം ഉയർത്തിപ്പിടിച്ചിട്ടുള്ള നിലപാടുകൾ കൂടുതൽ സൂക്ഷ്മതയോടുകൂടിയും കൂടുതൽ കരുത്തുറ്റതാക്കി മുന്നോട്ട് കൊണ്ടുപോകുക എന്ന കടമയാണ് ഈ കാലഘട്ടത്തിൽ നിർവഹിച്ചത്. സഖാക്കളെ, രാജ്യമാകെ സ്വീകരിക്കുന്ന നവലിബറൽ സാമ്പത്തിക നയങ്ങൾ എല്ലാ മേഖലയും തകർത്ത് തരിപ്പണമാക്കുമ്പോൾ, തൊഴിലിടങ്ങളാകെ തകർക്കപ്പെടുമ്പോൾ, എല്ലാ മേഖലകളിലും സമ്പൂർണ്ണ സ്വകാര്യവൽക്കരണത്തിലേക്ക് പോകുമ്പോൾ, സ്വതന്ത്ര ഭാരതം ഇന്നോളം കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ള പ്രതിസന്ധിയിലേക്ക്, ഏറ്റവും ഉയർന്ന തൊഴിലില്ലായ്മയിലേക്ക്, അസമത്വത്തിലേക്ക്, സ്ത്രീകൾക്കെതിരായ കടന്നാക്രമണങ്ങൾക്കെതിരേക്ക്, ലോകത്തെ ഏറ്റവും കൂടുതൽ പട്ടിണി രാജ്യങ്ങളുടെ പട്ടികയിൽ ഏറ്റവും താഴ്ന്ന നിലയിലേക്ക് അതപ്പതിച്ചു നിൽക്കുന്ന വർത്തമാനകാല സാമൂഹ്യ സാഹചര്യമാണ് ഇന്ത്യയാകെ നിലനിൽക്കുന്നത്. നവലിബറൽ സാമ്പത്തിക നയങ്ങളുടെ ഭാഗമായി രാജ്യത്തെ ആകെ കൊള്ളയടിക്കുന്ന, തൊഴിൽ മേഖലയെ ആകെ തകർക്കുന്ന, തൊഴിലാളികളുടെ അവകാശങ്ങൾ നിഷേധിക്കുന്ന ഒരു പൊതു സാഹചര്യം രാജ്യത്താകെ രൂപപ്പെടുമ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായി ജനപക്ഷ ബദലുകൾ ഉയർത്തിക്കൊണ്ട്, തൊഴിലുകൾ സംരക്ഷിച്ചുകൊണ്ട്, കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് എല്ലാ മേഖലകളും കരുത്തുറ്റതാക്കാൻ, ക്ഷേമപ്രവർത്തനങ്ങളും വികസന പ്രവർത്തനങ്ങളും നടപ്പാക്കാനും, ക്ഷേമ മേഖല ഉൾപ്പെടെയുള്ള എല്ലാ സർക്കാർ സേവനങ്ങളും ജനങ്ങളുടെ അവകാശമാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ആ അവകാശം ഉറപ്പാക്കുന്നതിന് വേണ്ടി സിവിൽ സർവീസിനെ കൂടുതൽ ശക്തിപ്പെടുത്തിക്കൊണ്ട് അതിനെ ശാക്തീകരിച്ചും വിപുലീകരിച്ചും ഈ സേവന മേഖലയുടെ ഗുണകരമായ ഇടപെടലുകൾ ഈ സമൂഹത്തിനാകെ രൂപപ്പെടുത്തണമെന്ന കാഴ്ചപ്പാടോടുകൂടിയുള്ള ഒരു ജനപക്ഷ ബദൽ നയം നമ്മുടെ സംസ്ഥാനത്ത് നടപ്പാക്കുകയാണ്. ഈ രണ്ട് സാഹചര്യങ്ങളും ശരിയായി വിശകലനം ചെയ്തുകൊണ്ട് മാത്രമേ ഒരു ട്രേഡ് യൂണിയൻ കാഴ്ചപ്പാടിൽ ഒരു സംഘടനയ്ക്ക് നിലപാടെടുത്ത് മുന്നോട്ട് പോകാൻ സാധിക്കൂ. തീർച്ചയായും ആ കാഴ്ചപ്പാട് രാജ്യത്തെ ആകെ തകർക്കുന്ന, എല്ലാ മേഖലയും പുറകോട്ടടിപ്പിക്കുന്ന, ജനജീവിതമാകെ പരിതാപകരമാക്കുന്ന നയങ്ങൾക്കെതിരായ പോരാട്ടം നടത്തുമ്പോൾ ആ പോരാട്ടത്തിന് ദിശാബോധം നൽകുന്നത്, ഊർജം പകരുന്നത്, ശരിയായ നിലയിൽ എങ്ങനെയാണ് ഒരു സംസ്ഥാനം പോകേണ്ടത്, ഒരു സമൂഹം പോകേണ്ടത്, ഗവൺമെന്റ് എങ്ങനെയാണ് ചിന്തിക്കേണ്ടത്, ജനങ്ങൾ എങ്ങനെയാണ് അതിന് പിന്നിൽ അണിനിരക്കേണ്ടത് എന്ന കാഴ്ചപ്പാട്, ദിശാബോധം നൽകുന്നതാണ് കേരളത്തിലെ ജനപക്ഷ ബദൽ നയങ്ങൾ. ഈ രണ്ട് സാഹചര്യങ്ങളെയും പരിശോധിച്ചുകൊണ്ടാണ് വജ്ര ജൂബിലി കാലഘട്ടത്തിൽ ഈ കേരളം ഒരു നവകേരളം സൃഷ്ടിക്കാനുള്ള ബൃഹത്തായ കർമ്മ പദ്ധതികൾ ഏറ്റെടുത്ത് മുന്നോട്ട് പോകുമ്പോൾ ഇന്നലകളിൽ നാം മുറുകെ പിടിച്ചിട്ടുള്ള മൂല്യവത്തായ എല്ലാ ആശയങ്ങളെയും സ്വാംശീകരിച്ചുകൊണ്ട് സിവിൽ സർവീസിലെ ജീവനക്കാരെ ആകെ
ജനപക്ഷത്ത് നിർത്തുന്നതിന് വേണ്ടി, നവലിബറൽ നയങ്ങൾക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൽ ശക്തമത്തായ ഇടപെടൽ നടത്തുന്നതിന് വേണ്ടി, നവകേരള സൃഷ്ടിക്ക് ജനപക്ഷ സിവിൽ സർവീസ് യാഥാർത്ഥ്യമാക്കുക എന്ന കൃത്യമായ കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിലാണ് നവകേരളം ജനപക്ഷ സിവിൽ സർവീസ് എന്ന മുദ്രാവാക്യം വെച്ചുകൊണ്ട് വജ്ര ജൂബിലി പരിപാടി നടത്താൻ നമ്മുടെ സംഘടന തീരുമാനിച്ചത്. അതിന്റെ പ്രഖ്യാപനമായിരുന്നു കഴിഞ്ഞ ജനുവരി മാസത്തിൽ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത ആ സമ്മേളനത്തിൽ വെച്ച് തീരുമാനിച്ചത്. അതിലൂടെ മുന്നോട്ട് വെച്ചത് ലക്ഷ്യങ്ങൾ സിവിൽ സർവീസിനെ കാര്യക്ഷമമാക്കുക, ആ കാര്യക്ഷമമാക്കുന്നതിന് വേണ്ടി സർവീസ് സെന്ററുകൾ ഉൾപ്പെടെ ഈ മേഖലയിൽ ജീവനക്കാരുടെ പരിശീലന പ്രവർത്തനങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിർവഹിക്കുന്നതിന് ഇടപെടുക എന്നതായിരുന്നു. സാമൂഹ്യ പ്രതിബദ്ധത ഉയർത്തിപ്പിടിക്കുന്നതിന് ജീവനക്കാരെ പ്രാപ്തമാക്കുക, മതനിരപേക്ഷ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതിന് വേണ്ടി, അതുപോലെ തന്നെ ശാസ്ത്രചിന്തയും യുക്തിചിന്തയും ഉയർത്തുന്നതിന് വേണ്ടിയുള്ള ഇടപെടലുകൾ സിവിൽ സർവീസിൽ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന് ഇടപെടുക എന്നത് മുന്നോട്ട് വെച്ച ആശയമായിരുന്നു. അതിന്റെ ഭാഗമായി സാംസ്കാരിക രംഗത്ത് കൂടുതൽ ഇടപെടണമെന്നും സംഘടന ആലോചിച്ചു. ജീവനക്കാരിലും സംഘടനാ പ്രവർത്തകരിലും ആകെ ചരിത്രബോധം സൃഷ്ടിക്കുന്നതിന് വേണ്ടി, ചരിത്രബോധത്തിന്റെ അടിസ്ഥാനത്തിൽ വർത്തമാനകാല സാഹചര്യങ്ങളെ ശരിയായി അഭിസംബോധന ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിയണമെങ്കിൽ ചരിത്രബോധം വളരെ വളരെ അനിവാര്യമാണ്. ആ അർത്ഥത്തിൽ കൂടുതൽ പഠന പ്രവർത്തനങ്ങൾ സംഘടനാ വിദ്യാഭ്യാസത്തിന്റെ ഭാഗമായി പൊതുസമൂഹത്തിനിടയിൽ തന്നെ വർത്തമാനകാല സാഹചര്യത്തിൽ ഉയർത്തുക എന്നതും ഇതിന്റെ ഭാഗമായി ലക്ഷ്യം വെച്ചതാണ്. സംഘടനയുടെ അംഗത്വം, അതിന്റെ മെമ്പർഷിപ്പ് കൂടുതൽ വിപുലീകരിക്കുക എന്ന കാഴ്ചപ്പാട്, സംഘടനാ ഓഫീസുകൾ കൂടുതൽ ശാക്തീകരിക്കുക എന്നതെല്ലാം ഈ വജ്ര ജൂബിലി കാലഘട്ടത്തിൽ മുന്നോട്ട് വെച്ച ലക്ഷ്യങ്ങളായിരുന്നു. ഏറെക്കുറെ ആ അർത്ഥത്തിൽ ഉള്ള പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ ഒരു വർഷവും നടപ്പാക്കാൻ സംഘടനയുടെ സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം സംഘടന സംസ്ഥാന കമ്മിറ്റി മുതൽ യൂണിറ്റ് കമ്മിറ്റി വരെയുള്ള സംഘടനാ സംവിധാനങ്ങളെ ആകെ ചലിപ്പിച്ചുകൊണ്ട് നടത്താൻ വെച്ച ശ്രമം. അതിന്റെ ഭാഗമായാണ് ഇവിടെ ഇന്ന് ചടങ്ങിൽ നടക്കുന്നത് പോലെ സംസ്ഥാനത്ത് അതിദാരിദ്ര്യ പട്ടികയിൽ ഉൾപ്പെട്ട 60 പേർക്ക് 60 വീടുകൾ നൽകുന്നതിന് വേണ്ടിയുള്ള തീരുമാനം. ആ തീരുമാനം യാഥാർത്ഥ്യമാക്കാൻ ഈ ഒരു വർഷത്തെ പ്രവർത്തനത്തിന്റെ ഭാഗമായി പൂർത്തീകരിക്കുകയാണ്. 15 ആംബുലൻസുകൾ നമ്മുടെ സംസ്ഥാനത്ത് തിരുവനന്തപുരത്തും അതുപോലെ തന്നെ തൃശ്ശൂരും മെഡിക്കൽ കോളേജിന്റെ ഭാഗമായ സംവിധാനത്താണ്. വയനാടും കാസർഗോഡും പാലക്കാടും ആരോഗ്യവകുപ്പിന്റെ ഭാഗമായി വിശേഷിച്ച് ട്രൈബൽ മേഖലയിലെ പോപ്പുലേഷന്റെ ഉള്ള ആശുപത്രികൾ കേന്ദ്രീകരിച്ചും, അതുപോലെ തന്നെ പാലിയേറ്റീവ് രംഗത്ത് മാതൃകാപരമായ പ്രവർത്തനം നടത്തുന്ന ചില സംഘടനകൾ, ട്രസ്റ്റുകളുണ്ട്. ഇങ്ങനെ വിവിധങ്ങളായി സംസ്ഥാനത്തെ 15 ജില്ലാ കമ്മിറ്റികളും ഓരോ ആംബുലൻസ് നൽകാനും ഈ പ്രവർത്തനത്തിന്റെ ഭാഗമായി പൂർത്തീകരിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. പാലിയേറ്റീവ് രംഗത്തെ സാമഗ്രികൾ 15 ജില്ലാ കമ്മിറ്റികളും ആ പ്രവർത്തനങ്ങൾക്ക്, സ്ഥാപനങ്ങൾക്ക് സാമഗ്രികൾ നൽകാൻ സന്നദ്ധമായി. പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾക്ക് 2000 വളണ്ടിയർമാരെ സജ്ജമാക്കുന്നതിന് സാധിച്ചു. ഏതാണ്ട് 2000-ലധികം അവയവദാനം ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങളിൽ ജീവനക്കാരെ പങ്കാളികളാക്കുക എന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ശാസ്ത്രാവബോധത്തിലെല്ലാം പ്രധാനപ്പെട്ട ഘടകം അതിന് പങ്കുണ്ട് എന്ന് കാണുന്നു. അവയവദാനത്തിന്റെയും ബ്ലഡ് ഡൊണേഷൻ ഫോറത്തിന്റെയും ഒക്കെ പ്രവർത്തനങ്ങൾ ഈ ഘട്ടത്തിൽ നടത്തി. സിവിൽ സർവീസിനെ കാര്യക്ഷമമാക്കുന്നതിന്റെ ഭാഗമായി 1000 ആഫീസുകൾ മാതൃകാപരമായി തെരഞ്ഞെടുത്ത് മുന്നോട്ട് പോകാൻ സർവീസ് സെന്ററുകൾ, ജില്ലാ അടിസ്ഥാനത്തിൽ സർവീസ് സെന്ററുകൾ പ്രവർത്തന സജ്ജമാക്കി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും ഈ ഘട്ടത്തിൽ പരിശ്രമിക്കുകയും മുന്നോട്ട് പോകാൻ സാധിക്കുകയും ചെയ്തു. പ്രധാനപ്പെട്ട വിഷയങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ജില്ലകളിലും ഏരിയകളിലുമായി വിവിധ ഘട്ടങ്ങളിൽ സെമിനാറുകൾ സംഘടിപ്പിക്കാൻ സാധിക്കുകയുണ്ടായി. ആ നിലയിൽ ഉള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുമ്പോൾ സംഘടനയുടെ മാസികയായ കേരള സർവീസിന്റെ നവീകരണവും ഈ കാലഘട്ടത്തിൽ നടത്താൻ പ്രത്യേക ശില്പശാലകളെല്ലാം നടത്തി അതിനെ കൂടുതൽ നവീകരിക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമം ഈ കാലഘട്ടത്തിൽ പൂർത്തിയാക്കാൻ സാധിച്ചു. സംഘടനയുടെ 8 ഏരിയ കമ്മിറ്റി ഓഫീസുകളുടെ നിർമ്മാണങ്ങൾ ചിലത് പൂർത്തിയായി, ചിലത് അതിന്റെ അവസാന ഘട്ടത്തിലാണ്. വജ്ര ജൂബിലി കാലഘട്ടത്തിൽ മുന്നോട്ട് വെച്ചതിന്റെ ഭാഗമായി അതിന്റെ ഒരു പൂർത്തീകരണ ഘട്ടത്തിലേക്ക് എത്താൻ സാധിച്ചു എന്നത് സൂചിപ്പിക്കുകയാണ്. സംഘടനയുടെ മെമ്പർഷിപ്പിന്റെ കാര്യത്തിലും വലിയ തോതിലുള്ള വർധനവ് ഈ കാലഘട്ടത്തിൽ രൂപപ്പെടുത്താൻ സാധിച്ചു. നഗരമേഖലയിലെ സംഘടന KMCSU കഴിഞ്ഞ സമ്മേളനത്തിന്റെ ഭാഗമായി എൻ.ജ യൂണിയനിൽ ലയിക്കുകയും ചെയ്തു. ഞാൻ ചുരുക്കുകയാണ്, ഈ നിലയിൽ ലക്ഷ്യം വെച്ച പ്രവർത്തനങ്ങളിൽ ഏറെക്കുറെ പൂർത്തീകരിച്ചുകൊണ്ട് തന്നെ അതിന്റെ എല്ലാ തരത്തിലുള്ള നടപടികളും പൂർത്തീകരിച്ചുകൊണ്ട് ആണ് വജ്ര ജൂബിലിയുടെ സമാപന പരിപാടി ഈ ഹാളിൽ രൂപം കൊണ്ട തൃശ്ശൂർ വെച്ച് തന്നെ അതിന്റെ സമാപന പരിപാടി നടത്താൻ സംഘടന സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചത്. ഏറെ ചാരിതാർത്ഥ്യത്തോടുകൂടി, ഏറെ അഭിമാനത്തോടുകൂടി തന്നെ മുന്നോട്ട് വെച്ച പ്രവർത്തനങ്ങൾ സിവിൽ സർവീസിലെ ജീവനക്കാരെ ആകെ ജനപക്ഷത്ത് നിർത്തുന്നതിന് വേണ്ടി, സിവിൽ സർവീസിനെ ആ മേഖല, തൊഴിൽ മേഖലയെ കൂടുതൽ ഗുണകരമായി മാറ്റി വളർത്തിയെടുക്കുന്നതിന് വേണ്ടിയുള്ള വലിയൊരു പരിശ്രമത്തിനാണ് ഈ വജ്ര ജൂബിലി കാലഘട്ടത്തിൽ കേരള എൻ.ജ യൂണിയൻ ശ്രമിച്ചിട്ടുള്ളത്. തീർച്ചയായും
സിവിൽ സർവീസിന്റെ കാര്യക്ഷമത ഉൾപ്പെടെയുള്ള ഓരോ ആശയങ്ങളിലും ഇനിയും ഏറെ മുന്നോട്ട് പോകാനുണ്ട്. അക്കാര്യത്തിൽ സ്വയം വിമർശനപരമായി ഞങ്ങൾ ഓരോരുത്തരും സംഘടനാ കമ്മിറ്റികളും വ്യക്തികളും പ്രവർത്തകരും ഒക്കെ ഏറ്റെടുക്കേണ്ട കാര്യങ്ങളുണ്ട്. പൊതുസമൂഹത്തിന്റെ പിന്തുണ ശ്രദ്ധയും ഒക്കെ അക്കാര്യത്തിൽ കൂടുതൽ വേണ്ടതുണ്ട് എന്നത് വിസ്മരിക്കുന്നില്ല. തീർച്ചയായും ആ പ്രവർത്തനങ്ങൾ ഇനിയും മുന്നോട്ട് കൊണ്ടുപോകാൻ ഇതുവരെ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഈ മേഖലയിലെ തൊഴിൽപരമായ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനുള്ള പോരാട്ടങ്ങളിൽ ഏർപ്പെടുന്നതിനും തങ്ങളുടെ പക്ഷപാതിത്വം ജനങ്ങളോടുള്ള നാടിനോടുള്ള തൊഴിലാളി വർഗത്തോടുള്ള നിലപാടുകൾ ശരിയായി പ്രകടിപ്പിക്കാൻ കഴിയുന്ന സാമൂഹ്യ പ്രതിബദ്ധത അചഞ്ചലമായി ഉയർത്തിപ്പിടിക്കാനുള്ള ശ്രമം നടത്തിയതുമെല്ലാം ഭാവി പ്രവർത്തനത്തിന് വേണ്ടി സിവിൽ സർവീസിന്റെ മുന്നോട്ട് പോക്കിന് എല്ലാ വിഭാഗം ജീവനക്കാരെയും സംഘടനകളെയും ഈ ആശയത്തിലേക്ക് കൊണ്ടുവരുന്നതിന് കൂടുതൽ ഊർജം പകരാൻ ഈ വജ്രജൂബിലിയുടെ പ്രവർത്തനങ്ങൾ പൊതുവെ ഞങ്ങൾക്ക് ഗുണകരമാവും എന്ന പ്രത്യാശയിലാണ് ഞങ്ങൾ ഈ പരിപാടികളാകെ സംഘടിപ്പിച്ച് പൂർത്തീകരിച്ച് അതിന്റെ സമാപന ഘട്ടങ്ങളിലേക്ക് കടന്നത്. ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഈ വജ്രജൂബിലിയുടെ സമാപന പരിപാടി ഇവിടെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നത് നമുക്കേവർക്കും പ്രിയങ്കരനായ ഇന്ത്യയിലെ തന്നെ ലോകത്തെ തന്നെ അറിയപ്പെടുന്ന സാമ്പത്തിക വിദഗ്ധൻ, അറിയപ്പെടുന്ന പ്രഭാഷകൻ, നമ്മുടെ സംസ്ഥാനത്തെ മുൻ പ്ലാനിംഗ് ബോർഡ് വൈസ് ചെയർമാനായി പ്രവർത്തിച്ച, സാമ്പത്തിക മേഖലയിൽ ആഗോളവൽക്കരണ നയങ്ങൾ ശക്തമായി ലോകത്താകെ ചർച്ച ചെയ്യപ്പെടുമ്പോൾ സാമ്രാജ്യത്വ ആഗോളവൽക്കരണ നയങ്ങൾക്കെതിരായി എന്താണ് ബദൽ സാമ്പത്തിക നയം എന്ന് ശരിയായി ഉയർത്തിപ്പിടിക്കുകയും ആ ബദൽ നയങ്ങൾ ഈ കേരളത്തിൽ ഉൾപ്പെടെ ഇന്ന് നടത്തി മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ബദലിന്റെ സാമ്പത്തിക ശാസ്ത്രത്തെ ഓരോ തൊഴിലാളി സഖാക്കളിലേക്കും എത്തിക്കാനും അതിന്റെ ഭാഗമായുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കാനും ഒക്കെ ഊർജം പകരുന്ന ഒരു പ്രക്ഷോഭകാരിയാണ്. ഒരു അക്കാഡമിഷ്യൻ എന്നതിനപ്പുറത്ത് ഒരു പ്രക്ഷോഭകാരി തന്നെയാണ് പ്രൊഫസർ പ്രഭാത് പട്നായിക്കാണ് ഈ സമ്മേളനം ഇവിടെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നത്. കേരള എൻ.ജ യൂണിയൻ സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി ഇവിടെ പങ്കെടുത്ത മുഴുവൻ സഖാക്കൾക്കും വേണ്ടി ഏറെ ആദരവോടുകൂടി നമ്മുടെ എവർക്കും പ്രിയങ്കരനായ പ്രൊഫസർ പ്രഭാത് പട്നായിക്കിനെ യൂണിയൻ സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ഈ ചടങ്ങിൽ ഞാൻ നേരത്തെ പരാമർശിച്ച നമ്മുടെ സംസ്ഥാനത്ത് വജ്രജൂബിലിയുടെ ഭാഗമായി പ്രവർത്തനം ഏറ്റെടുത്തതിൽ മുഖ്യ പ്രവർത്തനമായിരുന്നു 60 വീടുകളുടെ നിർമ്മാണം. ആ 60 വീടുകളുടെ നിർമ്മാണം പൂർത്തീകരിച്ച് അതിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം, അതിന്റെ താക്കോൽ ദാനം കൈമാറിക്കൊണ്ടുള്ള ചടങ്ങ് ഈ വേദിയിൽ നടക്കും. ആ താക്കോൽ കൈമാറ്റം നടത്തുന്നത് നമ്മുടെ ബഹുമാന്യനായ നിയമസഭാ സ്പീക്കർ ശ്രീ എൻ ഷംസീറാണ്. അദ്ദേഹത്തെ നിങ്ങൾക്ക് ഏവർക്കും വേണ്ടി യൂണിയൻ സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി ബഹുമാനപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. സംഘടനയുടെ ചരിത്ര പ്രദർശനത്തിന്റെ ഒരു ഡിജിറ്റൽ ഡോക്യുമെന്റേഷൻ സഖാക്കൾക്ക് എല്ലാം അറിയുന്നതാണ്. നമ്മുടെ സമ്മേളനത്തിന്റെ ഭാഗമായി സംഘടനയുടെ ചരിത്രം, 60 വർഷത്തെ ചരിത്രം, അതിന്റെ ഒരു ഡിജിറ്റൽ ഡോക്യുമെന്റ് 15 എപ്പിസോഡുകളായി തയ്യാറാക്കിയിരുന്നു. ആ 15 എപ്പിസോഡുകളെ കോർത്തിണക്കിക്കൊണ്ട് ഒരു 40 മിനിറ്റ് ദൈർഘ്യത്തിലുള്ള ചരിത്ര രേഖ തയ്യാറാക്കിയിട്ടുണ്ട്. വജ്രത്തിളക്കമാർന്ന 60 വർഷങ്ങൾ എന്ന പേരിലാണ് ആ രേഖ തയ്യാറാക്കിയിട്ടുള്ളത്. ആ ഡിജിറ്റൽ ഡോക്യുമെന്റേഷൻ പ്രകാശനം ചെയ്യുന്നത് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവാണ്. സഖാവ് നേരിട്ടെത്താനുള്ള ഒരു പ്രയാസം ഉണ്ട്, നേരിട്ടെത്താൻ കഴിയുന്നില്ല എന്ന് ചൂണ്ടിക്കാണിച്ചപ്പോഴും അത് ഓൺലൈനിൽ നമ്മളുമായി സംവദിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഡോക്ടർ ആർ ബിന്ദുവിനെ, കേരളത്തിന്റെ ബഹുമാന്യായ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയെ യൂണിയൻ സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി ഇവിടെ പങ്കെടുത്ത എല്ലാവർക്കും വേണ്ടി ബഹുമാനപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ ചടങ്ങിൽ നമ്മുടെ മാസികയുടെ, ഞാൻ നേരത്തെ പരാമർശിച്ചതുപോലെ, നമ്മുടെ മാസിക 1959 സർവീസ് സംഘടനാ ഫെഡറേഷന്റെ മാസികയായി രൂപം കൊണ്ടതാണ്. ആ മാസികയുടെ ഡിജിറ്റൽ പതിപ്പും അതിന്റെ പുതിയ സോഫ്റ്റ്വെയറിന്റെയും പ്രകാശനം നിർവഹിക്കുന്നത് നമ്മുടെ സാഹിത്യ അക്കാദമിയുടെ പ്രസിഡന്റും കേന്ദ്ര സംസ്ഥാന സാഹിത്യ അക്കാദമിയുടെ നിരവധി അവാർഡുകൾ നേടിയിട്ടുള്ള പുരോഗമന കലാസാഹിത്യ സംഘത്തിന്റെ പ്രവർത്തകൻ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന നമുക്ക് ഏവർക്കും സുപരിചിതനായ സാംസ്കാരിക നായകൻ ശ്രീ സച്ചിദാനന്ദ മാഷാണ്. സച്ചിദാനന്ദ മാഷ് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഏറെ ബഹുമാന പുരസ്സരം നമ്മുടെ കെ സച്ചിദാനന്ദനെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ഈ ചടങ്ങിൽ യൂണിയന്റെ സംസ്ഥാന മുൻകാല നേതാക്കന്മാർ, നിരവധി സഖാക്കൾ ഇവിടെ പങ്കെടുക്കുന്നുണ്ട്. എല്ലാവരെയും ബഹുമാനപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. വർഗഭോജന സംഘടനയുടെ നിരവധി പ്രവർത്തകർ എത്തിച്ചേർന്നിട്ടുണ്ട്. മുൻകാല നേതാക്കളെ പോലെ തന്നെ വർഗഭോജന സംഘടനയുടെയും മുൻകാല നേതാക്കൾ ഇവിടെ പങ്കെടുക്കുന്നുണ്ട്. എല്ലാ സഖാക്കളെയും സ്വാഗതം ചെയ്യുകയാണ്. യൂണിയന്റെ തൃശ്ശൂർ ജില്ലയിൽ നിന്നെത്തിയിട്ടുള്ള സംഘടനാ പ്രവർത്തകർ, സംഘടനയുടെ സംസ്ഥാന ഭാരവാഹികൾ ഉൾപ്പെടെയുള്ള തെരഞ്ഞെടുക്കപ്പെട്ട നേതാക്കന്മാർ, എല്ലാവരെയും ഒറ്റവാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ സ്വാഗത പ്രസംഗം ചുരുക്കുന്നു.
പ്രിയപ്പെട്ടവരെ, അധ്യക്ഷ പ്രസംഗം അവസാനത്തേക്ക് വെക്കുകയാണ്. ഐ cordially invite Comrade Professor Prabhat Patnaik to inaugurate the closing ceremony of Diamond Jubilee celebration of Kerala എൻ.ജ. Comrade Shashidharan, Comrade Ajit Kumar, Comrade Shamsher, Comrade Sachidanandan, Comrade Sija, comrades and friends. First, of course, I am very grateful that I have been invited to inaugurate this closing ceremony. It's a great honor, and I thank you for it. The NGO Union of Kerala is completing its Diamond Jubilee, 60 years. 60 years is a very long time for any organization to have remained in such good health for such a long time is a remarkable achievement. What is more, the Kerala NGO Union has not only been an organization fighting for the rights of its members, it has also been acutely conscious of its social duties and social responsibilities, which is manifest in the manner in which it is celebrating its Diamond Jubilee. Organizations like the Kerala NGO Union, such class and mass organizations, are absolutely essential in any democracy. As a matter of fact, they are responsible for making Kerala one of the most vibrant democratic states in the country. Democracy does not just mean individuals going once in 5 years to vote in elections. It means, above all, the intervention by the people in setting the agenda, in discussing the issues of the time, setting the agenda for social advancement, directly intervening in the development of the agenda for social development. Walter Bagehot, who was a 19th century English writer, defined democracy as the great discussion. Now, you cannot have democracy as the great discussion if it is only individuals who are out of touch with one another, who are isolated, who are therefore imbued with a sense of powerlessness. They cannot really discuss in any meaningful way. Discussion requires a degree of engagement and a degree of passion, which comes about only when people are members of organizations like the Kerala NGO Union. As a matter of fact, the ruling classes in every society, even when they accept a democratic constitution, are forever trying to ensure that you do not have such class and mass organizations. In a bourgeois society, they try to make sure that people remained individuals, they remain atomized, that they do not form associations, because if they remain atomized, then they remain powerless, incapable of intervention, incapable of critiquing what is going on in society or setting an alternative agenda for development of a modern society. This is why, in fact,
Karl Marx referred to the individuals in a capitalist society. The capitalist society tries to reduce individuals to the status of what he called monads, to the status of atoms. It is only when the atoms come together, it's only when there's a fusion that you can actually have the kind of capacity for intervention which is possible, which is essential for furthering democracy. In society like ours, where you do not have the full-fledged development of capitalism as yet, you actually have residues of the earlier mode of production. It is not that the absence of modern unions, the absence of modern associations does not mean people remain individuals, but they remain members of the earlier associations. They remained trapped in pre-capitalist loyalties, in pre-capitalist associations, organizations. Now these can bargain for improvement of their members. These can have relations between them, but on the other hand, they cannot really set the agenda for a modern society. They cannot set the agenda of how society should be changed. And therefore, they fall prey to the development of majoritarian forces, to the development of fascist forces, as we are seeing in our own country today. I believe, therefore, that the organization like the Kerala NGO Union play an extraordinarily important role in upholding democracy. And I hope they would continue to play this role, because democracy, not just in India, but all over the world, is now being very seriously threatened. There's a tremendous movement for the emergence of fascism. Already you find that in Italy, there's a fascist government. In Turkey, in India, in Brazil, there was one which has just been voted out, but it remains in the wings. In the United States, there was a fascist installed as president who has been ousted but continues to remain very powerful in the public opinions at this moment. In Germany, the second most important party, in Germany, the country of Hitler, the second most important party today is in fact a party which is nothing else but a fascist party. In France, you find that Marine Le Pen, who is a fascist leader, has a public opinion rating which is higher than that of the President Macron. So all these, and of course in the Scandinavian countries, the fascist government has just come up. In Poland, Hungary, everywhere, you have had fascist governments arising. Therefore, there is a tremendous upsurge of fascism all over the world. What is more, even where you have liberal governments, these liberal governments also join in with the fascists on a number of issues. I'll give you one example. At this moment, Israel, the Zionist government of Israel, is carrying out nothing less than a genocide against the Palestinians located in the Gaza Strip. Now, this is something which is inhuman. This is something against which all of humanity must stand united, must stand up. But not only is it the case that the Western powers are backing Israel, but both in France and in Germany, any demonstration in favor of the Palestinians has been banned. Now, these are countries that pride themselves as being part of a free world. But on the other hand, they cannot tolerate a demonstration in favor of the Palestinians. This has happened in Germany.
This had happened in France even earlier, except that in France, despite the government's ban, people marched in large numbers in defense of the Palestinian cause. All over the Western world, which, as I said, prides itself as a free world, no newspaper is really mentioning the word ceasefire. The fact that there is an absolute necessity for ceasefire at this moment in the Gaza Strip is something which is not mentioned by anybody. Therefore, even the liberal bourgeois governments, even the liberal establishments are falling prey to Zionism and the fascist activities of the Zionist government, and therefore they are really falling prey to fascism. Now, again, why is it that we suddenly have this emergence of fascism everywhere? In Ukraine, for instance, people who collaborated with the Nazis are now being admired and adulated as heroes. A man called Stepan Bandera, who actually had collaborated with the Nazis, is now being hailed as a hero. And the kind of atrocities which were committed, again with the connivance of the United States, a liberal democracy, the connivance of the United States against the people of the Donbass, the Russian-speaking regions of the Ukraine, is something which is reminiscent of the kind of fascism which is prevailing or coming up everywhere. The question is, why is fascism emerging now? In my view, the emergence of fascism has to do with the crisis of neoliberalism. Often you find that in political circles or even in liberal circles, people tend to discuss the rise of fascism entirely in terms of political issues, entirely in terms of, let us say, the demolition of Babri Masjid, what the BJP did, what it did not do, and so on and so forth. But on the other hand, there is a political economy basis for fascism. And that is something that we must never lose sight of. And that is something which is so visible. Fascism arises in a period of crisis of capitalism. As a matter of fact, fascist elements are always there in any modern capitalist society. You have fascist elements, but they are normally fringe elements. They are normally minor elements. They come center stage only when they get the support of monopoly capital. Monopoly capital supports them financially, and monopoly capital supports them by putting the media which it controls and owns at their disposal. And this is exactly what had happened in the 1930s, and this is what is happening now. The reason why monopoly capital does this is that if it's a period of crisis, then the hegemony of monopoly capital is under threat, because then there's a fear that the workers are going to rise, there's going to be a demand for abolishing capitalism, for getting away from capitalism, and so on. In order to prevent that, the effort is to change the discourse. The discourse is changed not to the material conditions of life, not to the fact of unemployment, not to the fact of distress of the working people, but it is changed to a vilification of the other, the Muslim. He is responsible for all our problems. The immigrants, they are responsible for all our problems. The blacks, they are responsible for all our problems. So the discourse is shifted in such a way that a hapless minority religious group or a hapless minority ethnic group is then blamed for, and hatred is aroused against it as the villain of the piece. And therefore the whole discourse changes. You don't find in our own country, for instance, leaders of the BJP talking about what's happening about unemployment. Just the other day, for instance, a report came out
called the World Hunger Index. That shows that out of 125 countries for which this index is compiled, who are the poorest, who are the hungriest in the world, India is 111th. Now, it's a shame. It's a disgrace. But on the other hand, not a word from our ruling BJP on that issue. They said, no, this report is useless. And they made even jokes about this report. They are always foregrounding hatred against the minority as the issue. And elections are coming, you'd find that this hatred against the minorities would be aroused to an even greater extent, because that is what they thrive on, and that is what monopoly capital wants. Because any discussion of an economic amelioration in people's conditions would require the kind of change in neoliberal capitalism which would upset the apple cart as far as monopoly capital is concerned. This relationship between fascism and monopoly capital is one which is clearly manifest in the fact that most of the fascism works to the advantage of the monopolists. And what is more, among the monopolists, there are particularly new elements which are the favorites of fascism. In Japan, there was the old zaibatsu, the old monopoly houses, and there was a new zaibatsu called the Shinko zaibatsu. They were the ones who supported the fascists wholeheartedly. The fascists also worked in a way that benefited the old zaibatsu as well. But on the other hand, their most ardent supporters are the new elements of monopoly capital. Likewise, if you look at Germany, you find that the real ardent supporters of monopoly capital were the new elements in monopoly capital, engaged in industries like armaments, engaged in producer goods and so on. As a matter of fact, a very well-known Italian film director, Visconti, made a film called The Damned, which actually was showing the close links between the fascist echelons, Nazi leaders, and the elements of monopoly capital. In fact, a gentleman, a very well-known anarcho-Marxist called Daniel Guérin, has written a book called Fascism and Big Business, in which he actually argues how fascism particularly thrives on the support of new elements of monopoly capital, though it works on behalf of the entire group of monopoly capitalists. And this is something which is visible in our own country. It is the new monopoly elements which stand firmly behind the current government, which is dominated by the fascist elements. But how did the crisis of neoliberalism arise? Why is it that we now are in this situation? Why is it that neoliberalism got into a crisis? Just a few days ago, a few years ago, people were talking about India celebrating 8% growth rate, India having grown in a way that it had never done in the past and so on. But then how come suddenly there is this talk about a crisis of neoliberalism? As a matter of fact, compared to the pre-neoliberal period, compared to the period before 1991, when neoliberal reforms were introduced firmly in India, compared to that period, according to official statistics, the GDP growth in the country has doubled. It was about 4% then. It has now gone up to 7-8%. It has slowed down recently, but on the whole, if you take on average, it has doubled. But at the same time, the rate of growth of employment, which was approximately 2% per annum in the preceding period, it has halved. It's about 1% per annum if you take the entire period from 1991 to, let's say, 2011, 2021. So you find that the growth rate has doubled, while at the same time, the employment growth rate has actually halved.
That basically implies acute hardship for the people. Why? Because neoliberalism essentially means that we have removal of restrictions on trade and financial flows across country borders. That basically means that the financial system of our country, the finances of our country get linked to globalized finance. They also start going out. Finance comes into our country, it can go out and so on. So you become a part of a process of globalization of finance, globalization of capital, but in particular, globalization of finance. Now, if you are part of a process of globalization of finance, but on the other hand, you are a nation state. There's an Indian state, there's a Pakistani state, there's a Bangladesh state, there's a Sri Lankan state. All these states are nation states. So the era of globalization is one when globalized capital, especially globalized finance, confronts nation states. When this happens, then the autonomy of the nation state gets eroded, because if the nation state does something that finance does not like, it goes away from that particular country. Therefore, a country can be exposed to a sudden financial crisis if it pursues any policy for the benefit of the workers, for the benefit of the peasants, because then financiers get scared. They think the leftists have taken over and they start taking their money out of the country. This is so visible. I'll give you an example. When South Africa got rid of the apartheid regime, because of the fear that Mandela is going to become president, that ANC is coming to power, daily there was huge amounts of funds flowing out of South Africa. To prevent that outflow, Mandela had to say that, look, we are not going to do any wholesale changes, and to retain the confidence of the financiers, he appointed as his finance minister the same man who had been the finance minister in the apartheid regime. So the point is that, any alternative agenda to neoliberalism, any alternative agenda for benefiting the workers, the peasants, the petty producers, the fishermen, the craftsmen, and so on, is one which frightens finance, which annoys finance, which irritates finance, and finance being globalized, it leaves the country. And therefore, governments tend to follow policies which entail the withdrawal of support from the petty producers, from the peasants, and so on. In India, this is evident. In Kerala, there's a crisis of rubber. Why? Earlier, you had a situation where the government provided support to prices during periods of world price crashes. There's a history to it. India's anti-colonial struggle really took off in a big way in the 1930s. It did so because the peasantry was hit hard by the Great Depression of the 1930s. Prices of peasants' produce had crashed, peasants were getting indebted, and therefore they were disgusted with the regime that had allowed this. They joined the anti-colonial struggle in large numbers, and one of the promises of the anti-colonial struggle was that when independence comes, you are not going to face this distress again ever. And in keeping with that promise, after independence, the government of India set up a whole mechanism for sustaining prices, both of cash crops and of food crops. Cash crop prices were sustained by various boards, tea board, coffee board, rubber board, coir board, and so on.
These boards had marketing functions where they intervened whenever prices of any crop that they were supposed to look after crashed. Then they would intervene and make sure that the farmers got a reasonable price. Likewise, in the case of food grains, or food crops, there was, of course, the Food Corporation of India. For 22 crops, it intervened on the basis of support and procurement prices announced by the government. To make these prices tick, to make it possible, there was tariff protection of agricultural goods. There was quantitative restrictions on trade in agricultural goods. So you cordon off our own agricultural sector and make sure that it is not subject to the world market price fluctuations, which are very, very sharp. Now, in the case of cash crops, all that has gone, which is why you have this large number of peasant suicides, because cash crop prices drop. To grow cash crop, you need some credit. This credit you get from the banking system. But on the other hand, if the prices drop, you can't pay back the loan. And in such a circumstance, people commit suicide. Even the credit now is no longer an institutional credit, because banks are no longer really giving much credit to peasant agriculture. But a lot of it is from private sources, private money lenders at exorbitant rates of interest. Because of this, in the case of food crops, the mechanism for support and procurement remains. The Modi government tried to withdraw that mechanism through the 3 infamous farm laws, but the year-long Kisan agitation is what prevented the Modi government from doing so. So it remains not because the government wants it to remain, but because the farmers have been adamant that they are not going to allow this to happen. Now, therefore, you have generally a crisis of peasant agriculture. The crisis arises because input prices rise, output prices collapse periodically to abnormally low levels, and of course, government research has ended. Now they are in direct relationship with agribusiness multinationals who are supposed to provide them with new practices, new seeds and so on. And therefore peasant agriculture in any case has stopped being profitable. When this happens, then a lot of peasants, many commit suicide. There have been at least 300,000 suicides over the last 30 years. But what is more, many migrate to cities in search of jobs. Between the 1991 and 2011 censuses, the number of what are categorized as cultivators has declined by 15 million. That means there are that many fewer cultivators. Some may have become laborers, but others obviously migrate to cities in search of jobs. But in the cities, as I was saying, employment growth has slowed down. Why has that happened? Because you have now competition, trade across country borders, that if you don't modernize, if you don't change the method of production, if you don't have new products, new kind of commodities, in that case, Chinese goods would come and outcompete you. In that case, you may find that other countries' goods may come and outcompete you. And therefore, there is a race to introduce technological change, to introduce structural change. Consider, for instance, this whole business of malls coming up. Now, 30 years ago, there were hardly any malls. But malls are coming up because that is what the middle class likes. And what is more, if you don't introduce malls, in that case, they are going to, if you don't introduce this, then the person who does introduce this is going to make a killing in terms of profits. And now even malls
are now less popular. People are directly placing orders with Amazon and so on. So that, technological come structural change is occurring at a very rapid rate, all of which is employment destroying. So you find that employment growth does not take place. The employment growth, I said, of 1% is even lower than the rate of population growth, because of which, let alone absorb the backlog of unemployment that exists in the country, you actually find that even the new entrants to the workforce from the agricultural sector are not absorbed. You find the natural rate of population growth is not absorbed, and therefore unemployment grows, or as Marx had said, the reserve army of labor increases in proportion to the active army of labor. When this happens, naturally, wages don't rise. Naturally, you find that per capita income of the working people declines, and therefore poverty increases. That is what you find in the hunger index. In fact, an estimate which discusses poverty shows that, the Indian Planning Commission had originally got a notion of poverty whereby anybody in rural India who does not have access to 2200 calories per person per day was considered poor. Anybody in urban India who did not have access to 2100 calories per person per day was considered poor. These were benchmarks. On the basis of these benchmarks, poverty lines were worked out, namely, what is the extent, what is the expenditure level at which people are accessing this much, and that was the poverty line. Anyone above that was considered non-poor, anyone below that was considered poor. If you simply, since then the Planning Commission has been doing all kinds of things in order to show that poverty is coming down. But if you simply take that original benchmark, 2200 calories per person per day in rural India, 2100 calories per person per day in urban India, and simply look at what is the proportion of rural population and urban population below these norms, you find that in 1993-94, mind you, these are 5-yearly surveys, very large statistical surveys, larger than anywhere else in the world, that used to be conducted 5-yearly. The first survey after neoliberalism became operative was in 1993-94. That showed that in rural India, you had 58% of the population below 2200 calories per person per day. That number in 2011 had increased to 68%. In 2017-18, which was the next survey year, the findings were so disastrous that the Modi government decided to suppress the data altogether. It did not release the data, and it has discontinued that survey. The world's largest sample survey, which had been worked out by none other than Professor P.C. Mahalanobis, the well-known statistician who founded the Indian Statistical Institute, and that is something which is now discontinued because that gave such amazing results that the Modi government found it very embarrassing. But before it was withdrawn, some of it leaked out. On the basis of that leak, if you make estimates of rural poverty in 2017-18, I told you it was 58-68, it had reached 78.5. Obviously, this is a definition of poverty according to calorie. The fact that India is one of the hungriest countries with growing hunger is something which is indubitable. That is what the World Hunger Index is showing, and that has occurred precisely in a period of growth. Therefore, the kind of emphasis on growth which
is being placed by the Modi government, which is being placed by the neoliberal capitalist circles, is something which really is no indicator of how people are. Even that growth has begun to slow down. Why has it slowed down? Because if wages don't rise, if working people's incomes don't rise, but labor productivity is rising, that basically means the share of economic surplus in total output rises. That means the share of the capitalists and their hangers-on, the capitalists, the landlords, and their hangers-on. This actually rises. By hangers-on, I mean lawyers, advertisement agencies, and so on and so forth. That means there is effectively a tremendous growth in income inequality. This is obvious. This now even leading capitalist circles are admitting. In Davos summit, they are worried about the growing income inequality. And one very simple index, a French gentleman called Piketty and a colleague of his who actually are doing income inequality studies all over the world. They use income tax data. Income tax data in India was introduced, income tax was introduced in India in 1922. If you take, and their latest year of study is 2013-14 and 14-15, 2 years. If you look at the proportion of total national income accruing to the top 1% of the population, which is the measure they take of inequality, this proportion, this percentage in 2013-14 and 14-15 was higher than it had ever been since 1922. Now, you know that 1922, there were Maharajas, there were all kinds of Thakurs and so on, landlords, high levels of income inequality. Even so, compared to that period, the levels of income inequality, according to these two French economists in India, in 2013-14 and 14-15, was higher. It was about 22%. And what is more, if you take 1982, the share of the top 1% had come down. By 1982, it had fallen as low as 6% of national income. Then it has started climbing in the neoliberal period. And of course, if the share of the top 1% climbed from 6% to 22%, you can imagine what an enormous increase in income inequality this entails. And this is happening not just in India, in every country of the world. This is a feature of neoliberal capitalism where the wages of the incomes of the working people do not rise, while labor productivity growth implies that the share of surplus rises. If that happens, it's a redistribution from wages to surplus. If there's a redistribution from wages to surplus, if you give a rupee to a wage earner, the wage earner would consume that entire rupee. But if you give a rupee to a surplus earner, let us say a person belonging to the elite in New Delhi, then that person may consume 50 paise out of it, keep the remaining in his pocket and say, I'm going to spend it later. This keeping in the pocket is called savings. So basically, the proportion of savings of the rich is greater as a part of income compared to of the poor. Therefore, every such redistribution implies that the demand for consumption becomes less. And therefore, the goods that are produced under capitalism cannot be sold. And if that happens, then investment also stops. If goods are not capable of being sold, then people stop investing. Therefore, you have a crisis of overproduction. This is what has been happening, particularly after the collapse of the housing bubble in the United States in 2008. After that, the world economy has sunk into a period of protracted crisis from which, within the parameters of neoliberalism, there is no obvious way of extricating it. And that is why
fascism is emerging everywhere. There is, however, a big difference between this fascism and the 1930s fascism. The 1930s fascism also came in a period of crisis, the Great Depression. The 1930s fascism actually engaged in enlarging what is called the fiscal deficit. The government borrowed money from the rich and spent it on military expenditures in order to prepare for the war, because of which unemployment got overcome, because of which the depression got overcome. Japan was the first country to overcome the Great Depression because of the emergence of military fascism in Japan. In Germany, this happened the moment Hitler came to power in 1933. Today's fascism is incapable, just as today's liberal capitalism is incapable of overcoming the overproduction crisis, because globalized finance capital does not want an increase in the fiscal deficit. Therefore, if the fiscal deficit can, you see, if the government taxes a worker 1 rupee and spends that 1 rupee, there's no increase in demand because the worker would have spent the 1 rupee anyway. So only the workers' demand goes down, government demand goes up. There is no net increase in demand. Net increase in demand can occur only when you spend without taxing anybody. That's called the fiscal deficit. Or only when you spend, but you tax only the surplus earners, who, as I mentioned a moment ago, save a large proportion, don't spend a large proportion of their income. But these are precisely the people, these are precisely the measures that finance does not like. Finance does not like an enlargement of the fiscal deficit, and finance does not like taxation of the rich, of the capitalists, and so on. Take a very simple example. Why is it that in our country there is a fiscal responsibility legislation? All over the world there is. Except America, there is a fiscal responsibility legislation. Fiscal deficit as a proportion of GDP cannot rise more than 3%. All over Europe, there is this rule. Here, 3% for center, 3% for the states. You don't have a law that says that education expenditure as a proportion of GDP must not fall below 6%, which is what the Kothari Commission has demanded. You don't have a law that says healthcare expenditure as a proportion of GDP must not fall below 3%. That is something which people like Amartya Sen have been demanding for a very long time. But you do have a law that actually says fiscal deficit cannot rise beyond a certain percentage. Why? Because that is what globalized finance wants. Therefore, contemporary fascism is one that really cannot resolve the crisis of the people, even in a fascist way. Unemployment, distress are going to continue. And if we want to overcome contemporary capitalism, then we have to overcome the conjuncture that produces contemporary capitalism. That is the conjuncture of crisis, which has now overtaken all countries of the world, including India. And this can be done. Therefore, I'm all for broad political unity among all democratic forces to defeat the fascists. But at the same time, we should be clear that defeating fascism in one particular election is not the same as a defeat of fascism. These fellows would remain and come back to power next time, as Trump is trying to do in the United States. Therefore, to defeat fascism decisively, you need to change the conjuncture. You need to get out of this neoliberal capitalism. That's going to be difficult, that's going to be painful, but it is essential. And I'll just end by saying that it is perfectly possible for us to get out of this conjuncture. I'll give you one calculation which I made. Suppose we introduce, many people are seeing the importance of getting out of this conjuncture when they talk about basic minimum income and so on. But this basic minimum income is a trivial amount. Instead of that, what I would recommend is the institution, as we have in the Constitution a set of fundamental political rights, a set of fundamental economic rights. Every Indian citizen, irrespective of community, caste, this, gender,
every Indian citizen should be entitled to a set of fundamental economic rights. The right to food, the right to employment, failing which, if the state cannot provide employment, then the person should be given a full wage rate, statutorily fixed. The right to free, quality, publicly funded education, the right to free, quality, publicly funded healthcare along the lines of the National Health Service, and the right to old age, non-contributory old age pension and disability benefits. These rights can be institutionalized. They should be universal and justiciable, that if my right is being violated, I can take the state to court. If we institute these 5 fundamental economic rights, then according to my calculations, it would require about 10% of the country's GDP, in addition to all that we are spending on these heads anyway. Now, to spend 10% of the country's GDP, you need to raise taxes only up to 7% of the country's GDP, because as you spend, some of it automatically comes back to you as taxes. So you need to raise extra taxes of 7% of GDP. These taxes can be raised by just 2 taxes imposed on the top 1% of India's population. One is a 2% wealth tax, and the other is an inheritance tax, namely that, that if there's a wealth tax, I'd like to divide up my wealth among my children. Therefore, there has to be a complementary inheritance tax. A 1/3 inheritance tax, which is, by the way, a very low ratio. Japan has a 40% inheritance tax. Even the US has very high rates of inheritance tax. Why? Because there is this view, even among the defenders of capitalism, that the capitalists earn an income because they have some special talent. All right, let us accept that argument. If they have the special talent and earn an income, their children must show a similar talent before they can earn similar income. So the idea of their passing on their wealth to children is against the philosophy of capitalism, which is why even advanced capitalist countries have high inheritance taxes. India has none. So it follows, therefore, that just these 2 taxes, a 2% wealth tax, which is much lower than what is proposed in the United States by presidential candidates like Bernie Sanders, Elizabeth Warren, and so on, and a 1/3 inheritance tax would be quite enough to convert India into a welfare state. Of course, it's not going to be easy. Any such transition would require withdrawal from the world of neoliberal financial flows. That would mean that there would be all kinds of opposition. The domestic opposition would be there. Additionally, the United States is going to impose sanctions. Fortunately, India is a country that can grow virtually all the products it needs. It is deficient in oil, but that we can always make good by having bilateral relations with Iran or with Russia. So India is capable of having a welfare state funded through these 2 very simple taxes, and India is large enough to have growth based on its home market. We don't have to remain tied to neoliberal capitalism, which in its heyday produced poverty and peasant suicides, which has now brought us to a situation where there's a real threat to democracy. Therefore, the alternative to fascism that we should be demanding, popularizing, spreading is the development of a welfare state. Thank you. താങ്ക് യു കോമ്രേഡ്. അടുത്തതായി നമ്മുടെ വജ്ര ജൂബിലി ആഘോഷത്തോട് അനുബന്ധിച്ച് സംസ്ഥാനത്തുടനീളം 60 അതിദരിദ്രരുടെ പട്ടികയിൽപ്പെട്ട 60 പേർക്ക് സ്നേഹ വീട് നിർമ്മിച്ചു കൊടുത്തതിൻ്റെ
സംസ്ഥാനതല ഉദ്ഘാടനമാണ് നടക്കാൻ പോകുന്നത്. ഉദ്ഘാടനം ചെയ്യുന്നത് ഇവിടെ തൃശ്ശൂരിൽ നിന്ന് തന്നെയുള്ള ഒരു വീട് ഗുണഭോക്താവായിട്ടുള്ള രജനി വി.കെ. എന്നവർക്ക് താക്കോൽ കൈമാറിക്കൊണ്ടാണ് സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കുന്നത്. ഉദ്ഘാടനം നിർവഹിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട സ്പീക്കർ ശ്രീ എൻ ഷംസീറിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ സംസ്ഥാനത്ത് നിരവധിയായ വികസന പ്രവർത്തനങ്ങളാണ് നടത്തിവരുന്നത്. ലൈഫ്, സാമൂഹ്യ സുരക്ഷാ പെൻഷൻ തുടങ്ങിയ വിവിധ പദ്ധതികളിലൂടെ സംസ്ഥാനത്തിന്റെ സാമൂഹിക പുരോഗതിക്ക് ഇടതുപക്ഷ സർക്കാർ അനിർവചനീയമായ സംഭാവനകൾ നൽകുന്നു. സർക്കാരിന്റെ ജനപക്ഷ നിലപാടുകളോടൊപ്പം ചേർന്ന് നിന്ന് എൻ.ജി.ഒ യൂണിയൻ സംഘടനയുടെ 60 വർഷം പൂർത്തീകരിച്ച നാളിൽ അതിദരിദ്രരായ 60 കുടുംബങ്ങൾക്ക് വീടൊരുക്കുന്നു. ഒരു നാടിന്റെ സാമൂഹിക പുരോഗതിക്ക് സമൂലം മാറ്റം വരുത്തിയ ഇടതുപക്ഷ സർക്കാരിന്റെ ബദൽ നയങ്ങൾക്കൊപ്പം സംഘടനയും 60 കുടുംബങ്ങളുടെ പ്രതീക്ഷകൾക്ക് തണലായി കെട്ടുറപ്പുള്ള 60 വീടുകൾ. ഇടതുപക്ഷ സർക്കാരിന്റെ ഹൃദയപക്ഷ നിലപാടുകൾ നാടിനെ വികസനത്തിന്റെ നെറുകയിലെത്തിക്കുമ്പോൾ അതിനോടൊപ്പം സഞ്ചരിച്ച് 60 വർഷത്തിന്റെ സമരചരിത്ര പാരമ്പര്യവുമായി സംഘടന ഏറ്റെടുത്ത സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടിയുള്ള ഭവന നിർമ്മാണത്തിന്റെ പരിസമാപ്തി. എല്ലാവരും ആഹ്ലാദിക്കുന്ന ഒരു ദിവസമായി മാറിയിട്ടുണ്ട്. ജീവനക്കാരിൽ നിന്നും സ്വരൂപിച്ച തുകയിൽ നിന്നും സാന്ത്വന പ്രവർത്തനങ്ങളുടെ ഭാഗമായി സർക്കാരിന്റെ അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയുമായി ഒത്തുചേർന്ന് സംഘടനാ പ്രവർത്തകരായ ജീവനക്കാരുടെ സന്നദ്ധ സേവനത്തോടെ നിർമ്മാണ പ്രവർത്തനം പൂർത്തീകരിച്ചിരിക്കുന്ന കെട്ടുറപ്പുള്ള 60 വീടുകളിൽ ഇനി മുതൽ 60 കുടുംബങ്ങൾ. വീട് നിർമ്മാണ പ്രവർത്തനങ്ങളിൽ സംഘടനാ പ്രവർത്തകരായ ജീവനക്കാരും ഒഴിവു സമയങ്ങളിൽ സജീവമായി പങ്കാളികളായി. 1957 EMS സർക്കാർ മുതൽ കേരളം ഭരിച്ചിരുന്ന ഇടതുപക്ഷ സർക്കാരുകൾ മുന്നോട്ട് വെച്ച ബദൽ നയങ്ങൾ കേരളത്തിലെ വികസന സൂചികയിൽ രാജ്യത്ത് ഒന്നാമത്. 57 കുടികിടപ്പവകാശ നിയമം, EMS ഭവന പദ്ധതി, ജനകീയ ആസൂത്രണം, ലൈഫ് തുടങ്ങിയ പദ്ധതികളിലൂടെ പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹത്തിലെ ദരിദ്ര രേഖയിൽപ്പെട്ട ജനവിഭാഗങ്ങൾക്ക് കാലാകാലങ്ങളിലുണ്ടായ ഇടതുപക്ഷ സർക്കാരുകൾ താങ്ങും തണലുമാവുകയായിരുന്നു. നവകേരള സൃഷ്ടിക്കായി വിവിധ പദ്ധതികളിലൂടെ നാടിനെ പിടിച്ചുയർത്തുന്ന ഇടതുപക്ഷ സർക്കാരിന്റെ ലൈഫ് പദ്ധതിയോടൊപ്പം ചേർന്നു നിന്ന് ജീവനക്കാർ ഒരുമയുടെയും മനുഷ്യാധ്വാനത്തിന്റെയും കർമ്മമണ്ഡലങ്ങളിലൂടെ ഒരുക്കി നൽകുന്ന 60 ഭവന സമുച്ചയങ്ങൾ നാടിന് സമർപ്പിക്കുന്നു. പ്രിയപ്പെട്ട അധ്യക്ഷൻ, എൻ.ജി യൂണിയന്റെ സംസ്ഥാന പ്രസിഡന്റ് എം.വി. ശശിധരൻ, ജൂബിലി പരിപാടികളുടെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത ബഹുമാന്യനായ പ്രൊഫസർ പ്രഭാത് പട്നായിക്, വേദിയിലിരിക്കുന്ന കേരള സാഹിത്യ അക്കാദമിയുടെ പ്രസിഡന്റ് കെ സച്ചിദാനന്ദൻ സാർ, എൻ.ജി യൂണിയന്റെ സംസ്ഥാന സെക്രട്ടറി എം.എ. അജിത് കുമാർ, വി.കെ. ഷീജ, മറ്റ് വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, കേരള എൻ.ജി യൂണിയന്റെ ഡയമണ്ട് ജൂബിലി സെലിബ്രേഷന്റെ ഭാഗമായാണ് സംസ്ഥാന സർക്കാരിനെ സഹായിക്കാൻ എന്ന പേരിൽ ലൈഫ് ഭവന പദ്ധതിയുമായി സഹകരിക്കാൻ എൻ.ജി യൂണിയൻ തീരുമാനിച്ചത്. എൻ.ജി യൂണിയൻ എന്ന സംഘടന കേരളത്തിലെമ്പാടും 60 വീടുകളുടെ നിർമ്മാണ പ്രവർത്തനം പൂർത്തിയാക്കി
പ്രതീകാത്മകമായി അതിൽ തൃശൂർ ജില്ലയിൽ ഒരാളുടെ വീടിന്റെ താക്കോൽദാന ചടങ്ങാണ് ഇവിടെ നിർവഹിച്ചിട്ടുള്ളത്. ഇത്തരം ഒരു പ്രവർത്തനം സംഘടിപ്പിക്കാൻ കേരളത്തിലെ സർവീസ് ജീവനക്കാർക്ക് സാധിക്കുമെങ്കിൽ അത് കേരള എൻ.ജി യൂണിയന് മാത്രമേ സാധിക്കൂ എന്നീ ഘട്ടത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. എൻ.ജി യൂണിയന്റെ ശക്തിയെക്കുറിച്ചൊന്നും സംശയമുള്ള ഒരാളല്ല ഞാൻ. എൻ.ജി യൂണിയന്റെ ശക്തി വളരെ നന്നായി തിരിച്ചറിഞ്ഞൊരു പൊതുപ്രവർത്തകനാണ് ഞാൻ. 2002 NGO അധ്യാപക സമരം, ആ NGO അധ്യാപക സമരം എൻ.ജി യൂണിയൻ എന്ന സംഘടനയ്ക്ക് എത്രമാത്രം കരുത്തുണ്ടെന്നും എക്സിക്യൂട്ടീവിനെ എത്രമാത്രം സ്തംഭിപ്പിക്കാൻ സാധിക്കുമെന്നും തിരിച്ചറിഞ്ഞത് പൊതുപ്രവർത്തകനാണ് ഞാൻ. വിദ്യാർത്ഥി സമരത്തിന്റെ ഭാഗമായി ജയിലിലായിരുന്നു. കേവലം ഒരു 5-10 ദിവസം കൊണ്ട് മാത്രം കിട്ടേണ്ട ബെയിൽ എൻ.ജി യൂണിയന്റെ സമരം തീരുന്നത് വരെ കിട്ടിയില്ല എന്ന് മാത്രമല്ല, എൻ.ജി യൂണിയൻ എന്ന സംഘടനയ്ക്ക് എത്രമാത്രം ശക്തിയുണ്ട് എന്ന് ജയിലും തിരിച്ചറിഞ്ഞവരെ ഞങ്ങൾ. കാരണം കോടതി പ്രവർത്തിക്കുന്നില്ല, സംവിധാനം പ്രവർത്തിക്കുന്നില്ല. കോടതി പ്രവർത്തിച്ചാൽ മാത്രമേ ഞങ്ങളുടെ ജാമ്യം കേൾക്കാൻ പറ്റൂ. കോടതി പ്രവർത്തിക്കുന്നില്ല. സർക്കാർ സംവിധാനങ്ങളെ പൂർണ്ണമായും സ്തംഭിപ്പിക്കാൻ എൻ.ജി യൂണിയന് കഴിഞ്ഞു. അന്ന് ഉയർത്തിയ ആവശ്യം ന്യായമായിരുന്നു. ഒടുവിൽ അന്നത്തെ സർക്കാരിന് നിങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കേണ്ടി വന്നു. അതിലൂടെയാണ് കേരളത്തിൽ എൻ.ജി യൂണിയൻ എന്ന സംഘടനയ്ക്ക് എത്രമാത്രം കരുത്തുണ്ടെന്ന് ഞാൻ തിരിച്ചറിയുന്നത്. ഇവിടെ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്താണ് 4 മിഷനുകൾ പ്രഖ്യാപിച്ചത്. ആ 4 മിഷനുകളും കേരളത്തിലെ ജനങ്ങൾ ഏറ്റെടുത്തതാണ്. ആ 4 മിഷനുകളും ജനങ്ങൾ ഏറ്റെടുത്തത് കൊണ്ടാണ് വൻ വിജയമായി മാറിയത്. അതിലൊന്ന് ലൈഫ്, വീടില്ലാത്തവർക്ക് വീട് വെച്ചു കൊടുക്കുന്ന പ്രവർത്തനം. കേരളത്തിലെമ്പാടും 3 ലക്ഷത്തിലേറെ പേർക്ക് വീട് വെച്ചു കൊടുക്കാൻ ഈ 7 വർഷത്തിനിടയിൽ സാധിച്ചു. ഞാനൊരു നിയമസഭാ സാമാജികൻ കൂടിയാണ്. എന്റെ മണ്ഡലത്തിലും ഇതുപോലെ ലൈഫ് ഭവന പദ്ധതിയിൽ വീട് വെച്ചു കൊടുക്കാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് സാധിച്ചു എന്നുള്ളതാണ്. ആ ലൈഫ് മിഷൻ കേരളത്തിലെ ജനങ്ങൾ ഏറ്റെടുത്തു. പാർട്ടിസിപ്പേറ്ററി ഗവർണൻസ് എന്നൊരു വാക്കുണ്ട്. ജനകീയ പങ്കാളിത്തത്തോടെ വികസനം നടത്തുക. അതിന്റെ തുടക്കം എന്റെ നാട്ടിൽ വെച്ചായിരുന്നു, തലശ്ശേരിയിൽ വെച്ചായിരുന്നു. ജനങ്ങളെ കൂടി വികസനത്തിന്റെ ഭാഗമാക്കി മാറ്റുക. എല്ലാം സർക്കാർ ചെയ്യും, എല്ലാം സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ്. അതിനപ്പുറത്ത് ചില കാര്യങ്ങളിൽ സർക്കാരിനെ കൂടി സഹായിക്കേണ്ട ഉത്തരവാദിത്തം ജനങ്ങൾക്കുണ്ട്. അതിന്റെ ഭാഗമാണ് ഈ പദ്ധതികളെല്ലാം വിജയിച്ചത്. ഇതിന്റെ തുടക്കം ഞങ്ങളുടെ നാട്ടിൽ നിന്നാണ് പറയാൻ കാരണം, 2011-16 കാലയളവിൽ തലശ്ശേരി MLA സഖാവ് കോടിയേരിയായിരുന്നു. തലശ്ശേരി അസംബ്ലി മണ്ഡലം ഡീലിമിറ്റ് ചെയ്തതിനു ശേഷം പുതിയ മണ്ഡലമായി മാറി. തലശ്ശേരി ബ്രണ്ണൻ കോളേജ് മുഖ്യമന്ത്രിയുടെ മണ്ഡലമായ ധർമ്മടത്തേക്ക് മാറി. തലശ്ശേരിയിൽ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇല്ലാത്ത സാഹചര്യം ഉണ്ടായി. അപ്പോഴാണ് അന്നത്തെ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി പറഞ്ഞത്, ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എയ്ഡഡ് സെക്ടറിനകത്തും ഗവൺമെന്റ് സെക്ടറിനകത്തും ഇല്ലാത്ത പ്രദേശങ്ങളിൽ സർക്കാർ കോളേജ് അനുവദിക്കും. പക്ഷേ ജനം നിങ്ങൾ ഭൂമി നൽകണം. തലശ്ശേരി അറിയുന്ന കുറച്ചെങ്കിലും ആളുകൾ ഇരിക്കുന്നത്, വളരെ ചെറിയ കോൺസ്റ്റിറ്റ്യുവൻസിയാ. ഞങ്ങളുടെ കൈവശം ഭൂമിയില്ല, സർക്കാർ ഭൂമിയില്ല, ഒന്നുമില്ല. അപ്പോഴാണ് സഖാവ് കോടിയേരി മുൻകൈ എടുത്തുകൊണ്ട് ജനകീയ പങ്കാളിത്തത്തോടെ എങ്ങനെ വികസനം നടപ്പിലാക്കാം, രാഷ്ട്രീയത്തിനപ്പുറത്ത് എല്ലാ ജനവിഭാഗത്തെയും വിളിച്ചു ചേർത്തു. ഒരു കോളേജ് തുടങ്ങണം. ജനങ്ങളിൽ നിന്ന് ഫണ്ട് സ്വരൂപിച്ച് പൊന്നും വിലക്ക് ഭൂമി വാങ്ങി സർക്കാർ കോളേജ് അനുവദിച്ചു. ഇന്ന് തീർത്തും യാദൃച്ഛികമായി ആ കോളേജ് സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ മെമ്മോറിയൽ കോളേജായി മാറി. അത് ജനകീയ പങ്കാളിത്തത്തോടെ എങ്ങനെ വികസനം നടപ്പിലാക്കാം എന്നതിന്റെ സൂചനയായിരുന്നു. 2016 പിണറായി സർക്കാർ വന്നപ്പം 1ാം ഘട്ടം ലൈഫ് പദ്ധതി പൂർണ്ണമായും സർക്കാർ മേഖലയിലായിരുന്നു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, സർക്കാരിന്റെ സഹായം, ലോക്കൽ അഡ്മിനിസ്ട്രേഷന്റെ സഹായം, ഇതിലൂടെ വീട് നിർമ്മിച്ചു കൊടുക്കുന്ന പ്രവർത്തനം ആരംഭിച്ചു. 2ാം ഘട്ട പദ്ധതിയിലാണ് വികസനത്തിൽ ജനങ്ങൾ കൂടി പങ്കെടുക്കണം. ജനങ്ങൾ കൂടി പങ്കെടുക്കണം എന്ന് പറയുമ്പം അതിൽ ആർക്കൊക്കെ പങ്കെടുക്കാം? വ്യക്തിക്ക് പങ്കെടുക്കാം, സംഘടനകൾക്ക് പങ്കെടുക്കാം, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് പങ്കെടുക്കാം, സർവീസ് സംഘടനകൾക്കും പങ്കെടുക്കാം. അതായിരിക്കും എൻ.ജി എന്ന സംഘടന മുഖ്യമന്ത്രിയുടെ അഭ്യർത്ഥന മാനിച്ച് 60 വീട് നിർമ്മിച്ചു കൊടുക്കാൻ മുന്നോട്ട് വന്നതും. അത്
വികസനത്തിൽ ജനങ്ങളെ കൂട്ടിയോജിപ്പിക്കുന്നതിന്റെ മാതൃകയാണ്. 60 വീട് വെച്ച് കൊടുക്കുന്നു. ഏതായാലും സ്പീക്കർ എന്ന നിലയിൽ നിങ്ങളുടെ പരിപാടിയിൽ പങ്കെടുക്കാൻ ഞാൻ വന്നുകൊണ്ട് ഒരു ശുപാർശ സെക്രട്ടറിയോടും പ്രസിഡന്റിനോടും ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഏതായാലും 60 ഉണ്ടായി കൊടുത്തു, 61 താങ്കളെന്ന്. എന്റെ മണ്ഡലത്തിൽ തെരഞ്ഞെടുത്തിരുന്നു ഒരു വീട് നിർമ്മിക്കാൻ. അപ്പൊ ഞാൻ പറഞ്ഞു, തലശ്ശേരിയിൽ ഇപ്പോ എൻ.ജി.യുടെ സഹായമൊന്നും ഇല്ലാതെ ഞങ്ങൾക്ക് നടത്താൻ പറ്റും. കണ്ണൂരിലെ മലയോര മേഖലയിൽ ഒരു പാവപ്പെട്ട കുട്ടിയുണ്ട്. സെക്രട്ടറി പ്രസിഡന്റിനോട് ഞാൻ അദ്ദേഹം ഞങ്ങളുടെ നാട്ടുകാരനായിട്ട് അദ്ദേഹത്തോട് സ്വകാര്യ സംഭാഷണത്തിന് സൂചിപ്പിച്ചു, ഒരു വീട് കൂടി വേണം. സ്പീക്കറുടെ റൂളിംഗ് സാധാരണ എല്ലാവരും പാലിക്കണം എന്നാണ്. അതുകൊണ്ട് എൻ.ജി. യൂണിയൻ ഈ റൂൾ പാലിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. വികസനത്തിൽ ജനങ്ങൾ പങ്കാളികളാവണം. ആർദ്രം മിഷൻ എങ്ങനെയാ വിജയിച്ചത്? ആർദ്രം മിഷൻ എന്ന സംവിധാനം വിജയിപ്പിക്കുന്നതിൽ നിങ്ങളും പങ്കുവഹിച്ചു. സർക്കാർ കൊടുത്ത ഫണ്ട് മാത്രമല്ല, ആശുപത്രികളുടെ അടിസ്ഥാന പശ്ചാത്തല വികസനത്തിൽ നല്ലതുപോലെ പങ്ക് നിങ്ങൾ വഹിച്ചു. ജനങ്ങളെ കണ്ടു, ജനങ്ങളെ സമീപിച്ചു, ഇത് ഫാമിലി ഹെൽത്ത് സെന്റർ ആക്കി മാറ്റണം. ആ പദ്ധതിയോട് ജനം സഹകരിച്ചു. അതാണ് കേരളത്തിലെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ കുടുംബാരോഗ്യ കേന്ദ്രമായി മാറിയതും റൗണ്ട് ദ ക്ലോക്ക് പ്രവർത്തിക്കുന്ന കേന്ദ്രങ്ങളാക്കി മാറ്റാൻ സാധിച്ചതിൽ സർക്കാർ ജീവനക്കാർക്കും പൊതുസമൂഹത്തിനും പങ്കുണ്ട്. ആർദ്രം മിഷൻ. 3 പൊതുവിദ്യാഭ്യാസ സംരക്ഷണം. പൊതുവിദ്യാഭ്യാസ സംരക്ഷണത്തിലും ജനങ്ങൾ പങ്കെടുത്തു. അലുമിനികൾ, പൂർവ്വ വിദ്യാർത്ഥി സംഘടനകൾ, ജനങ്ങൾ എല്ലാവരും സഹകരിച്ചു. സ്കൂളുകളുടെ അടിസ്ഥാന പശ്ചാത്തലം വികസിച്ചു. അടിസ്ഥാന പശ്ചാത്തല വികസനം സർക്കാർ പ്ലാൻ ഫണ്ട് കൊടുത്തു എന്ന് മാത്രമല്ല, ജനങ്ങൾ കൂടി സഹകരിച്ചു. അതിന്റെ ഭാഗമായി ഇന്നത്തെ കേരളത്തിലെ സ്കൂളുകൾ ഏതൊരു കോർപ്പറേറ്റ് സ്ഥാപനത്തോടും ഏതൊരു ഇന്റർനാഷണൽ സ്കൂളിനോടും കോമ്പീറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഇൻഫ്രാസ്ട്രക്ചറുള്ള സ്ഥാപനമായി മാറിയതും പാർട്ടിസിപ്പേറ്ററി ഗവർണൻസിന്റെ മറ്റൊരു ഉദാഹരണമാണ്. 4ാമത്തെ പദ്ധതിയാണ് ഹരിത കേരളം പദ്ധതി. ഹരിത കേരളം ഊന്നൽ കൊടുക്കുന്നത് കൃഷിക്കാണെങ്കിൽ, ഹരിത കേരളം ഊന്നൽ കൊടുക്കുന്നത് മാലിന്യ നിർമ്മാർജ്ജനത്തിനാണെങ്കിൽ, മാലിന്യ നിർമ്മാർജ്ജനത്തിനും നല്ലതുപോലെയുള്ള പങ്കാളിത്തം, പിന്തുണ ജനങ്ങളുടെ ഭാഗത്തുണ്ടാവുന്നുണ്ട്. നിയമസഭ ചർച്ച ചെയ്തപ്പം അധ്യക്ഷൻ ഞാനായിരുന്നു. തൃക്കാക്കരയിലെ പ്ലാന്റിൽ തീ പിടിച്ചപ്പോൾ ശ്വാസം മുട്ടെന്ന് പറഞ്ഞ് വൈരം കൊടുക്കുക. എവിടെ നിന്നുണ്ടാകുന്ന അപ്പോഴാണ് ഒരു ടെർമിനോളജി പഠിച്ചത്. മാലിന്യങ്ങളെ കുറിച്ചാ നിങ്ങൾ ആലോചിക്കണം. മാലിന്യം എങ്ങനെയാ കുന്നുകൂടുന്നത്? മാലിന്യം വന്ന് ഞാൻ ഇവിടെ വന്ന് വീണോളാമെന്ന് പറയുന്നല്ല, അതങ്ങ് വീഴുന്നത് അവിടെ ആള് കൊണ്ടുപോയി ഡിസ്പോസ് ചെയ്യുന്നതാ. ആ മാലിന്യ നിർമ്മാർജ്ജനത്തിന് ഊന്നൽ കൊടുക്കാൻ പൊതുസമൂഹത്തോടൊപ്പം സർക്കാരിനോടൊപ്പം പൊതുസമൂഹം കൂടി പങ്കാളികളാവണം. ഉത്ഭവ സ്ഥലത്ത് തന്നെ മാലിന്യം സംസ്കരിക്കണമെന്ന പൊതുബോധം പൊതുസമൂഹത്തിൽ വളർത്തണം. നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ട് വിട്ടാൽ, കേരളം വിട്ട് ഇന്ത്യ വിട്ടാൽ നമ്മളെല്ലാം മാലിന്യം പുറത്ത് തുപ്പൂല. എന്നാ നമ്മളോ ഇവിടുന്ന് തുപ്പല് പുറത്ത് മാത്ര. കുടിച്ച ഗ്ലാസ് ചാടാൻ ഡിസ്പോസൽ ബാസ്ക്കറ്റ് ഉണ്ടെങ്കിലും ഞങ്ങൾ അവിടെ ചാടില്ല, ഇവിടെ ചാടില്ല, നമുക്കൊരു സുഖം കിട്ടും. അത് നമ്മുടെ ശീല, മൈൻഡ് സെറ്റ് മാറണം. ഇനിയിപ്പോ നമ്മുടെ ജനറേഷന്റെ മൈൻഡ് സെറ്റ് എത്ര മാറുമെന്ന് എനിക്കറിയില്ല. എന്നാലും ഡെലിബറേറ്റ് ആയി ബോധപൂർവം മൈൻഡ് സെറ്റ് മാറ്റുന്ന പ്രവർത്തനങ്ങൾക്ക് എൻ.ജി.യും നേതൃത്വം കൊടുക്കണം. എപ്രകാരമാണോ ഇവിടെ നിങ്ങളുടെ സ്വാഗത പ്രസംഗത്തിൽ സ്വാഗത ഭാഷകൻ ജനറൽ സെക്രട്ടറി സൂചിപ്പിച്ചു, എപ്രകാരമാണോ സാക്ഷരതാ പ്രസ്ഥാനത്തിൽ നാം ഭാഗമാക്കായത്, അതുപോലെ മാലിന്യ നിർമ്മാർജ്ജന പാക്കേജിലും മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനത്തിലും പൊതുസമൂഹത്തെ ബോധവാന്മാരാക്കാൻ ഈ കേരളത്തിൽ എൻ.ജി.യു എന്ന സംഘടന പങ്കുവഹിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുക. അല്ലെങ്കിൽ കേരളം ഒരു ടെറൈൻ ഒറ്റ വരയാ, ആളുകൾ തിന്ന വലിച്ചു ചാടുക. അതിന്റെ ഭാഗമായി പരിസരം നമ്മളെല്ലാം നല്ല വൃത്തിയിലല്ലേ ഇപ്പൊ നടക്കുന്നത്. നിങ്ങൾ നോക്കി, ആരാ മോഷൻ ഡ്രസ്സിട്ട് ഇവിടെ രാവിലെ വന്നു, ഇപ്പോൾ 5 മണിയാകുമ്പോഴും നിങ്ങളെല്ലാം നല്ല കുട്ടപ്പന്മാരായിട്ടുണ്ട്, വെൽ ഡ്രസ്ഡ്. അത് മലയാളിയുടെ ഒരു സംസ്കാര. നല്ല വസ്ത്രം ധരിക്കുന്നവർ, നല്ല രീതിയിൽ മൊഞ്ചായി നടക്കുന്നവർ, പക്ഷേ മാലിന്യം പുറത്ത് വലിച്ചെറിയാൻ ഒരു മടിയില്ല. അതുകൊണ്ടാണ് ഹരിത കേരളം പദ്ധതിയിൽ സംസ്ഥാന സർക്കാർ പറഞ്ഞത്, കൃഷിക്ക് പ്രാമുഖ്യം കൊടുക്കുന്നത് പോലെ, ജലാശയങ്ങൾ സംരക്ഷിക്കുന്നത് പോലെ മാലിന്യമുക്ത കേരളമാക്കി കേരളത്തെ മാറ്റാൻ പൊതുസമൂഹം തയ്യാറെടുക്കുമ്പം പൊതുസമൂഹത്തെ പിന്തുണക്കാൻ, അവർക്ക് മാർഗനിർദ്ദേശം നൽകാൻ എൻ.ജി.യു എന്ന സംഘടന കൂടി മുന്നോട്ട് വരണമെന്ന് അഭ്യർത്ഥിക്കുക. ഇവിടെ ഏതായാലും മാതൃകാപരമാണ്. 7 to 8, 7 മുതൽ 8 ലക്ഷം വരെ ഒരു വീടിന് ചെലവാക്കി എന്ന് പറയുന്നത്. അപ്പൊ ഏതാണ്ട് മോശമില്ലാത്ത പൈസ ചെലവാക്കി. കണക്കിൽ അത്ര പ്രാവീണ്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ മൊത്തം കൂട്ടുന്നില്ല. ഏതായാലും തെറ്റില്ലാത്ത രീതിയിൽ നിങ്ങൾ നല്ല പോലെ പൈസ ചെലവാക്കിയിട്ടുണ്ട്. ഇനിയും കേരളത്തിന്റെ പൊതുവികസനത്തിന്റെ കൂടെ
കേരളത്തിന്റെ പൊതുപുരോഹിതിയുടെ ഭാഗമായി നിൽക്കാൻ എപ്രകാരമാണോ എൻ.ജി എന്ന സംഘടന തയ്യാറായിട്ടുള്ളത്, ഇനിയും തയ്യാറാകും എന്ന ശുഭാപ്തി വിശ്വാസം എനിക്കുണ്ട്. അതിൽ നിങ്ങൾ ഭാഗമാക്കാകുമെന്ന് വിശ്വാസം എനിക്കുണ്ട്. ഇപ്പൊ സ്പീക്കർ ആയതുകൊണ്ട് രാഷ്ട്രീയ പ്രസംഗം കുറച്ച് കുറവാ. ഇപ്പൊ അത്യാവശ്യം നിങ്ങളെല്ലാം വിളിച്ച ഇങ്ങനെ വന്ന് പ്രസംഗിച്ചു പോവാന്നല്ലാണ്ട് വേറെ പ്രസംഗമൊന്നുമില്ല. എന്നാലും രാഷ്ട്രീയം പറയാണ്ടിരിക്കാൻ പറ്റൂലല്ലോ. എന്താ ഇപ്പൊ നടക്കുന്നത്? ലോകത്തെമ്പാടും നടക്കുന്ന സംഭവങ്ങളെ കുറിച്ചാണ് ബഹുമാനായ പ്രഭാത് പട്നായിക് ഇവിടെ വിശദീകരിച്ചത്. ലോകം ഒരു യുദ്ധത്തിന്റെ മുഖത്താ. യുദ്ധത്തിന്റെ മുഖത്ത് കുഞ്ഞുങ്ങൾ മരിച്ചു വീഴുമ്പോ സ്പീക്കർ എന്ന വ്യക്തിക്ക് രാഷ്ട്രീയം പറയാൻ പാടില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കാൻ സാധിക്കില്ല. സ്പീക്കർ രാഷ്ട്രീയം പറയും. പിഞ്ചു കുഞ്ഞുങ്ങളെ കൊല്ലുന്നത് തടയും എന്ന് പറയുന്ന രാഷ്ട്രീയമാണെങ്കിൽ ആ രാഷ്ട്രീയം ഞാൻ പറയും. ഒക്ടോബർ മാസം 7-ാം തീയതി ഹമാസ് ഹാസ് ബ്രീച്ച്ഡ് ഇന്റർനാഷണൽ ലോ, അതാ പറയുന്നത്. അന്താരാഷ്ട്ര നിയമം ഹമാസ് ലംഘിച്ചു ഒക്ടോബർ 7 എന്ന് പറയുന്നവർ 7 പതിറ്റാണ്ടായി ഇസ്രായേൽ എന്ന രാഷ്ട്രം എന്ത് അന്താരാഷ്ട്ര നിയമം ലംഘിക്കുന്നത് എന്ന് പറയാത്തത്? ഇസ്രായേൽ ചെറുത്തുനിൽപ്പ് നടത്തുന്നു എന്ന് പറയുന്നു. എന്ത് ഹമാസ് നടത്തുന്നു? ലോകത്തെ പലസ്തീനികൾ നടത്തുന്ന ചെറുത്തുനിൽപ്പിനെ നിങ്ങൾ അപലപിക്കാത്തത്? 200 പേരെ ബന്ദിയാക്കിയത് തെറ്റ്, തർക്കമൊന്നുമില്ല. 200 പേരെ ബന്ദിയാക്കിയത് ഹോസ്റ്റേജ് തെറ്റാ. 7 പതിറ്റാണ്ടായി 23 പേരെ ബന്ദിയാക്കിയത് അതിനേക്കാൾ വലിയ തെറ്റാണ്. എന്തേ അത് പറയാത്തത്? അയ്യോ 200 പേരെ ബന്ദിയാക്കിയിരിക്കുന്നു. 200 പേരെ ബന്ദിയാക്കിയ തെറ്റാണെങ്കിൽ 7 പതിറ്റാണ്ടായി 23 ലക്ഷം പേരെ ഗാസ മുനമ്പിൽ പലസ്തീനിൽ ബന്ദിയാക്കിയത് അതിനേക്കാൾ വലിയ തെറ്റാണെന്ന് പറയാൻ ഒരു മടിയും എനിക്കില്ല. പിന്നെയോ, പിന്നെ നടക്കുന്ന കാര്യങ്ങൾ എന്താ? പലസ്തീനിയൻ കവി മുഹമ്മദ് ദർവിഷിന്റെ വരികളുണ്ട്. The war will end. The leaders will shake hands. The old women will wait for her martyred son. The girl will wait for her beloved husband. Those children will wait for their heroic fathers. I don't know who sold out my homeland, but I saw who paid the price. യുദ്ധം അവസാനിക്കും. നേതാക്കൾ ഹസ്തദാനം ചെയ്യും. പ്രായം ചെന്ന സ്ത്രീ രക്തസാക്ഷിയായ മകനെ കാത്തു നിൽക്കും. പെൺകുട്ടി തന്റെ ഭർത്താവിനെ കാത്തു നിൽക്കും. കുഞ്ഞുങ്ങൾ തന്റെ ധീരനായ പിതാവിനെ കാത്തു നിൽക്കും. ആരാണ് എന്റെ രാഷ്ട്രത്തെ വിറ്റതെന്ന് എനിക്കറിയില്ല, പക്ഷേ ആരാണ് വില കൊടുക്കേണ്ടി വരുന്നത് എന്ന് എനിക്കറിയാം. അതാണ് പലസ്തീനിയൻ കവി മഹമ്മൂദ് ദർവിഷ് പാടിയതെങ്കിൽ ഇന്നത് ശരിയല്ലേ? ആരാണ് യുദ്ധം കൊണ്ട് വിനാശം നേരിടുന്നത്? സ്ത്രീകളല്ലേ, കുഞ്ഞുങ്ങളല്ലേ, അമ്മമാരും സഹോദരിമാരുമല്ലേ. ബർട്ടൺ റസൽ സൂചിപ്പിച്ചിട്ടുണ്ട്, the war does not determine who is right, only who is left. ഒരിക്കലും ഒരു യുദ്ധവും ആരാണ് ശരിയെന്ന് പറയുന്നില്ല. തീരുമാനിക്കുന്നത് ആരാണ് അവശേഷിക്കുന്നത്. 7 പതിറ്റാണ്ടായി ഒരു പലസ്തീൻ എന്ന രാഷ്ട്രത്തെ കഴുത്ത് ഞെരിച്ചു കൊല്ലുമ്പോ ഇപ്പൊ അവശേഷിക്കുന്നത് 22% ലാൻഡാ. അപ്പൊ നിങ്ങൾ ചോദിക്കും, എന്തേ നിങ്ങൾ പലസ്തീനെ മാത്രം സപ്പോർട്ട് ചെയ്യുന്നത്? ഹൊളോകാസ്റ്റിന്റെ ഘട്ടത്തിലാണ് ഞാൻ ജയിച്ചതെങ്കിൽ ഞാൻ ഇസ്രായേലിന്റെ പക്ഷത്തായിരിക്കും. ഈ കൂടിയിരിക്കുന്ന നിങ്ങളും ഇസ്രായേൽ പക്ഷത്തായിരിക്കും. 2ാം ലോകമഹായുദ്ധത്തിന്റെ ഘട്ടത്തിലാണെങ്കിൽ. ഇപ്പോ ഞങ്ങൾ ജനിച്ചത് ഈ ഘട്ടത്തിലാ. ഞങ്ങൾ കാണുന്ന ക്രൂരത ഈ രാജ്യത്തോട് നടത്തി, ലോകത്തോട് നടത്തി ഇസ്രായേലാണ്. അതാണ് ഞങ്ങൾ ഇസ്രായേലിന്റെ പക്ഷത്ത് നിൽക്കാത്തത്. ഒരിക്കലും ഹമാസ് നടത്തിയത് ഭീകര പ്രവർത്തനം ഞങ്ങൾ കാണില്ല. ചെറുത്തുനിൽപ്പാണ്. റെസിസ്റ്റൻസും ടെററിസവും 2ആണ്. 7 പതിറ്റാണ്ട് ഒരു രാജ്യത്തെ ജനങ്ങളെ അടിച്ചമർത്തിയാൽ ഒരുപക്ഷെ സ്വാഭാവികമായ ബേസ്റ്റ് ഔട്ട് പൊട്ടിത്തെറി ഉണ്ടാകാം. അതിനെ നമുക്ക് കുറ്റപ്പെടുത്താൻ സാധിക്കില്ല. ഇപ്പൊ എന്താ വിഷയം? ഇപ്പൊ നടക്കുന്ന സംഭവങ്ങൾ എന്താ? ആശുപത്രിക്ക് ബോംബിടുന്നു. 5 നേരം മുസ്ലിങ്ങൾ നിസ്കരിക്കുക, പക്ഷെ ഇപ്പൊ 6 നേരം. 5 നേരത്തെ പ്രയർ 6 നേരം ആയതെന്താ? ഫ്യൂണറൽ പ്രയർ, ജനാസ നമസ്കാരം അതുകൂടി നടത്തുക. പിഞ്ചു കുഞ്ഞുങ്ങളെ മാറോടക്കി പിടിച്ചു പോകുന്ന ആ ദൃശ്യം മനസാക്ഷിയുള്ളവരെ മരവിപ്പിക്കും. ഹമാസ് നടത്തിയ തെറ്റ് തന്നെ ആരും ന്യായീകരിക്കുന്നില്ല. പക്ഷേ 7 പതിറ്റാണ്ടായി പിറന്ന മണ്ണിൽ നിന്നും അഭയാർത്ഥികളെ പോലെ ആട്ടിയോടിക്കാൻ വേണ്ടി ശബ്ദിക്കാൻ എന്തേ ആരുമില്ലാത്തത്? എന്തായിരുന്നു ഇന്ത്യയുടെ നയം? 938 നവംബർ മാസം 26-ാം തീയതി ഹരിജനിൽ ഗാന്ധി എഴുതി, അറബികൾക്ക് എപ്രകാരമാണോ പാലസ്തീൻ, ഇംഗ്ലീഷുകാർക്ക് എപ്രകാരമാണോ ഇംഗ്ലണ്ട്, ഫ്രഞ്ചുകാർക്ക് എപ്രകാരമാണോ ഫ്രാൻസ്, അതുപോലെ അറബികൾക്ക് അവകാശപ്പെട്ടതിന് പലസ്തീൻ. എന്തേ അതാരും പറയാത്തത്? ഇക്കാലം അത്രയും നാം ഉയർത്തിപ്പിടിച്ച നയത്തിൽ നിന്നും എന്തേ പിറകോട്ട് പോകുന്നത്? ബെഞ്ചമിൻ നെതന്യാഹുവിനും നരേന്ദ്രമോദിക്കും എന്തേ ഒരു മുഖം വരുന്നത്? ബെഞ്ചമിൻ നെതന്യാഹു ചെയ്ത തെറ്റാണെന്ന് പറയാൻ എന്താ ഈ രാജ്യം മടിച്ചു നിൽക്കുന്നത്? എന്തേ ട്വിറ്ററുകളിലൂടെ, ഇൻസ്റ്റഗ്രാമിലൂടെ,
ഇസ്രായേലിന്റെ ആക്രമണത്തെ മാത്രം, ഹമാസിന്റെ ആക്രമണത്തെ മാത്രം അപലപിക്കാൻ ശ്രമിക്കുന്നവർ എന്ത് ഇസ്രായേലിന്റെ ആക്രമണത്തെ അപലപിക്കാത്തത്? ഈ രാജ്യം ഇക്കാലം അത്രയും ഉയർത്തിപ്പിടിച്ച ഒരു നയമുണ്ട്. ആ നയത്തിൽ നിന്ന് വ്യതിചലനത്തെ കുറിച്ചാണ് ബഹുമാനനായ പ്രഭാത് പട്നായിക് പരാമർശിച്ചത്. ഒരു വ്യതിചലനമാണ്. നാം പുറകോട്ടേക്ക് പോകുന്നു. നാം ഉയർത്തിപ്പിടിച്ച നയത്തിൽ നാം പുറകോട്ടേക്ക് പോകുന്നത് നിരാശജനകമാണ്. യുദ്ധം അവസാനിക്കണം, സമാധാനം സ്ഥാപിക്കണം. ആ പക്ഷത്താണ് ഞങ്ങൾ. ഞങ്ങൾക്ക് രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയം സമാധാനത്തിന് വേണ്ടി ആര് നിലകൊള്ളുന്നുവോ അവരുടെ കൂടെ ഞങ്ങൾ ചേരും. ആര് കുഞ്ഞുങ്ങളെ കൊന്നാലും ആര് സ്ത്രീകളെ കൊന്നാലും ഞങ്ങൾ ന്യായീകരിക്കുന്നില്ല. അത് അപകടകരമാണ്. നിർഭാഗ്യവശാൽ ഇന്ത്യ എന്ന ടോളറൻസ് എന്ന വാക്ക് ലോകത്തെ പരിചയപ്പെടുത്തിയത് മഹാത്മാഗാന്ധിയായിരുന്നു. ടോളറൻസ്, സഹിഷ്ണുത. ആ സഹിഷ്ണുത എന്ന വാക്ക് ലോകത്തെ പഠിപ്പിച്ച മഹാത്മാഗാന്ധിയുടെ നാട്ടിൽ നിന്നും കേൾക്കുന്ന വാർത്തകൾ എന്താ? ഇൻടോളറൻസ്, അസഹിഷ്ണുതയില്ലേ നാം കേട്ടുകൊണ്ടിരിക്കുന്നത്? അതാണ് അദ്ദേഹം പറഞ്ഞത് ഹേറ്റ്രഡ്. ഇവിടെ ഇപ്പൊ നടക്കുന്ന എന്താ? ലിഞ്ചിങ് എന്ന വാക്ക് നമുക്ക് പരിചിതമായിരുന്നില്ല. ആ വാക്ക് ഇന്ത്യക്ക് പരിചിതമായില്ലേ? ലിഞ്ചിങ് നമുക്ക് പരിചിതമല്ല. ആൾക്കൂട്ട കൊല ഇന്ത്യയിൽ വരുന്നു. 2014 ശേഷം നീണ്ട 9 വർഷക്കാലം രാജ്യത്തുണ്ടാകുന്ന മാറ്റങ്ങളെ നാം സൂക്ഷ്മമായി നിരീക്ഷിക്കണ്ടേ? അവിടെയും പക്ഷമില്ല എന്ന് പറഞ്ഞു നിൽക്കേണ്ട ഘട്ടമാണ്. പക്ഷമുണ്ട്, കൃത്യമായ പക്ഷമുണ്ട്. ഇപ്പൊ എന്താ പുതിയ വിവാദം? ഇന്ത്യയല്ല, ഭാരത പോലും. 2014 ഒരു പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ വന്നു. മഹാരാഷ്ട്രക്കാരൻ ആ പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ സുപ്രീം കോടതിയിൽ പോയി. പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ സുപ്രീം കോടതിയിൽ പോയപ്പോൾ സുപ്രീം കോടതിയിൽ അഡ്വക്കേറ്റ് പറഞ്ഞത്, നിങ്ങൾ കൺസേൺഡ് അതോറിറ്റിയെ പോയി സമീപിക്കുക. ആരായാലും ഇന്ത്യ ഭരിക്കുന്നത്? മോഡി. ആരാ കൺസേൺഡ് അതോറിറ്റി? വെങ്കയ്യ നായിഡു. ആരാ കൺസേൺഡ് അതോറിറ്റി? സദാനന്ദ ഗൗഡ. ആരാ കൺസേൺഡ് അതോറിറ്റി? കൺസേൺഡ് അതോറിറ്റി സ്മൃതി ഇറാനി. ഇവർ കേട്ടു, ഇന്ത്യയുടെ പേര് ഇന്ത്യ എന്ന മതി. 2014 പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷന് 2016 തീർപ്പ് കൽപ്പിക്കുന്നു, ഇന്ത്യ, അത് മാത്രം മതി. എന്താ പെട്ടെന്ന് ഇന്ത്യയുടെ പേര് ഭാരതാക്കാൻ കാരണം? കോൺസ്റ്റിറ്റ്യൂഷൻ ആർട്ടിക്കിൾ 1+1 വളരെ ക്ലിയർ ആയി പറയുന്നു, ഇന്ത്യ, ദാറ്റ് ഈസ് ഭാരത്, യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്ന കാര്യ ആർട്ടിക്കിൾ 1+1, ഇന്ത്യ, ദാറ്റ് ഈസ് ഭാരത്, യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ്. സംസ്ഥാനങ്ങളുടെ ഏകീകരിച്ച രൂപ. എന്താ പെട്ടെന്ന് ഭാരത് എന്ന് മാറ്റാൻ കാരണം? ഇന്ത്യ എന്ന് പറഞ്ഞൊരു സംവിധാനം വന്നു. അപ്പൊ ഇന്ത്യ വേണ്ട, ഭാരതാക്കണം. 2022 പെട്ടെന്നൊരു സാധനം ഭാരത്, അതാണല്ലോ G20 മീറ്റിംഗ് വന്നപ്പോ പ്രസിഡന്റ് ഓഫ് ഭാരത് എന്ന് വന്നത്. ഇന്ത്യ എന്ന പകരം ഇന്ത്യ എന്നൊരു സംവിധാനം വന്നപ്പോ എങ്കിൽ ഇന്ത്യയുടെ പേര് ഞങ്ങൾ ഭാരതാക്കുന്നു. കോൺസ്റ്റിറ്റ്യൂഷൻ എങ്ങനെ ഉണ്ടായത്? കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു ഫൈൻ മോർണിംഗിൽ ഉണ്ടായതല്ല. 299 പേർ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ, 2 വർഷം 11 മാസം 7 ദിവസം ചർച്ച. ഹീറ്റഡ് ഡിബേറ്റ്. ഇന്നത്തെ പോലത്തെ അല്ല കേട്ടോ. ഇന്ന് പാർലമെന്റിൽ ഒന്നുമില്ല, ചർച്ചയിലൊന്നും. ചർച്ചയാറ്റം എണീച്ചെന്ന് അപ്പടി ഇരിക്കണം പറയും. അങ്ങനെയല്ല. കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിലെ വാദപ്രതിവാദങ്ങൾക്കൊടുവിൽ കമലാപതി ത്രിപാഠി പറഞ്ഞു, ഭാരത് എന്നാക്കണം. ഭാരത് എന്ന് കേൾക്കുമ്പോൾ എനിക്കൊരു പരിഭാവനത്വം തോന്നുന്നു. HV കമ്മത്ത് പറഞ്ഞു, അതിന്റെ ആവശ്യമൊന്നുമില്ല. ഭാരത് എന്നത് ഇന്ത്യ എന്ന് ഇംഗ്ലീഷിൽ വായിക്കാം. കോൺസ്റ്റിറ്റ്യൂഷന്റെ ഒറിജിനൽ കോപ്പിക്കകത്തെല്ലാം ഇന്ത്യ, എല്ലായിടത്തും ഇന്ത്യ. ഭാരത് എന്നുള്ളത് 1+1 മാത്ര. അങ്ങനെ ഉണ്ടായ ഇന്ത്യൻ ഭരണഘടന. ആ ഭരണഘടനക്കകത്ത് ഒരു സുപ്രഭാതത്തിൽ പറയുന്നു, ഭരണഘടനക്കകത്ത് ഭാരത്. നിങ്ങൾ ആലോചിച്ച് നോക്കിയ, റിപ്പബ്ലിക് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ് ശീലിച്ച് നമുക്ക് ഇനി റിപ്പബ്ലിക് ഓഫ് ഭാരത് എന്നങ്ങോട്ട് വഴങ്ങൂ? എന്ത് ഇന്ത്യയുടെ പ്രത്യേകത? 22 ഭാഷകൾ. 22 ഭാഷകൾ എന്ന് പറഞ്ഞാൽ അൽഫബറ്റ്സ് ഉള്ള ഭാഷകൾ, അക്ഷരങ്ങളുള്ള. അതിന്റെ അപ്പുറത്ത് ഞങ്ങളുടെയൊക്കെ നാട്ടിൽ കുറെ നാട്ടുഭാഷ നിങ്ങൾക്ക് തിരിയൂല. വേഗം കിഞ്ഞു വാഞ്ഞോ, തൃശ്ശൂർക്കാർക്ക് തിരിയൂല, വേഗം കിഞ്ഞു പോയിക്കോന്നാ. അത് കൊളോക്ക് ഡയലക്ട്സാ, നാട്ടുഭാഷയാ. നിങ്ങളുടെയൊക്കെ നാട്ടിലുള്ള നാട്ടുഭാഷകൾ ആയിരക്കണക്കില്ല, 10,000 നാട്ടുഭാഷകൾ, 22 ഭാഷകൾ, 7 മതങ്ങൾ, 2500 ജാതികൾ, 25,000 ഉപജാതികൾ. ഇവിടെ എല്ലാം യോജിപ്പിച്ചു നിർത്തുന്നത് ഇന്ത്യ എന്ന വിശാല കാഴ്ചപ്പാടാ. അവിടെയാണ് ഇന്ത്യയെ മാറ്റാൻ ശ്രമിക്കുന്നത്. പ്രതിഷേധത്തിന് ഡിസന്റ് ഈസ് ദ എസൻസ് ഓഫ് ഡെമോക്രസി എന്ന വിയോജിക്കുക എന്നുള്ളതാണ് ജനാധിപത്യത്തിന്റെ അന്തസത്ത. നിർഭാഗ്യവശാൽ വിയോജിക്കുന്നവർ ജയിലിൽ, മാധ്യമ പ്രവർത്തകന്മാർ വേട്ടയാടപ്പെടുന്നു. ജനാധിപത്യത്തിന് വേണ്ടി ശബ്ദിക്കുന്നവരെല്ലാം തുറങ്കിലടച്ച് മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നു. ഇത്തരം ഒരു ഘട്ടത്തിൽ രാഷ്ട്രീയം നാം പറയണം. രാഷ്ട്രത്തെ അപകടത്തിലേക്ക് കൊണ്ടുപോകുമ്പം ഈ രാഷ്ട്രത്തെ ശരിയായ ദിശയിലേക്ക് നയിക്കുന്ന ഉത്തരവാദിത്വം നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്.
ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ, കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ നിരാശജനകമാണ്. പക്ഷെ അപ്പോഴും ശുഭാപ്തി വിശ്വാസമുള്ള ഞാൻ. ഇങ്ങനൊരു ഭാഗത്തുണ്ടെങ്കിലും ഇതിനെയെല്ലാം ഇന്ത്യ അതിജീവിക്കും. എമർജൻസി ഓർമ്മയില്ലേ? അതാണല്ലോ സ്വാഗത പ്രസംഗത്തിൽ സ്വാഗത ഭാഷകൻ അജിത് സൂചിപ്പിച്ചത്. അടിയന്തരാവസ്ഥ ഘട്ടത്തിൽ രാജേട്ടൻ ജയിലിലായിരുന്നു, പത്മനാഭൻ ജയിലിലായിരുന്നു, എൻ.ജ നേതാക്കൾ ജയിലിലായിരുന്നു, വിയോജിക്കുന്നവർ തുറങ്കടക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ആത്യന്തികമായി ജനാധിപത്യം വിജയിക്കും. ഒരുപക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടെ ഭൂരിപക്ഷം കൊണ്ട് ട്വിറ്ററിന്റെ ചിഹ്നെന്താ? നീലക്കിളിയ. നിങ്ങൾ ഈ രാജ്യത്തിന്റെ ചിഹ്നമാക്കി മാറ്റാൻ ശ്രമിക്കുന്നത് ബുൾഡോസറാ. ബുൾഡോസ് ചെയ്യാൻ ശ്രമിക്കുന്നു ജനാധിപത്യത്തെ ബുൾഡോസ് ചെയ്യാൻ ശ്രമിച്ചാൽ, ജനങ്ങൾ രണ്ടും കൽപ്പിച്ച് മുന്നിൽ നിന്നാൽ ഒരു ഭരണാധികാരിക്കും ഏറെ കാലം മുന്നോട്ട് പോകാൻ സാധിക്കില്ല. ജനങ്ങളുടെ മുന്നിൽ ജനങ്ങളുടെ കരുത്ത്. പീപ്പിൾ ആർ ദ മാസ്റ്റേഴ്സ്. ജനങ്ങളുടെ യജമാനന്മാർ ജനാധിപത്യത്തിൽ. അതുകൊണ്ട് ജനാധിപത്യം അതിജീവിക്കും, ഒരു സംശയം നിങ്ങൾക്ക് വേണ്ട. ഇവിടെ സുദീർഘമായി സംസാരിക്കുന്നില്ല, കാരണം സ്പീക്കർ അധികം സംസാരിക്കില്ല. അതുകൊണ്ട് സ്പീക്കറെ വിളിക്കുന്നത് നിങ്ങളുടെ ഉള്ളിലെ കാഴ്ചപ്പാട് മാറ്റേണ്ട എന്നുള്ളത് ഇവിടെ അവസാനിപ്പിക്കാം. അതുകൊണ്ട് അത്യന്തം സങ്കീർണമായ ഒരു രാഷ്ട്രീയ പശ്ചാത്തലം സർവ്വദേശീയ തലത്തിലും ദേശീയ തലത്തിലും നിലനിൽക്കുമ്പം രാഷ്ട്രീയമില്ല എന്ന് പറഞ്ഞ് നമുക്ക് മാറി നിൽക്കാൻ സാധിക്കില്ല. നമുക്ക് രാഷ്ട്രീയമുണ്ട്, വ്യക്തമായ രാഷ്ട്രീയമുണ്ട്. രാജ്യത്തെ ലോകത്തെയും അടിച്ചമർത്തപ്പെടുന്നവന്റെ പക്ഷത്താണ് നമ്മൾ. രാജ്യത്തെവിടെ ജനം പീഡനം അനുഭവിക്കുന്നു അവന് വേണ്ടി ഞങ്ങൾ ശബ്ദിക്കും. രാജ്യത്തെവിടെ മനുഷ്യൻ വേട്ടയാടപ്പെടുന്നുവോ അവന്റെ പക്ഷത്ത് ഞങ്ങൾ ചേരും. രാജ്യത്തെവിടെ ജനങ്ങൾ ജയിലിലടക്കപ്പെടുന്നുവോ അവനെ തുറങ്കിൽ നിന്ന് തുറന്നുവിടാൻ ഞങ്ങൾ മുദ്രാവാക്യം പിടിക്കും. അവന്റെ പക്ഷത്താണ് നമ്മൾ. അതുകൊണ്ട് വളരെ കൃത്യമായ രാഷ്ട്രീയം പറഞ്ഞ് മുന്നോട്ട് പോകാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം എന്നാണ് ഈ ഘട്ടത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത്. എൻ.ജി.യുടെ ഈ മാതൃകാ പ്രവർത്തനത്തെ ഇനിയും ഇതുപോലെ നിരവധി സൽപ്രവർത്തനങ്ങൾ നടത്താൻ എൻ.ജി.യുടെ കരുത്തുണ്ടാവണം. സർവീസ് സംഘടന എന്ന നിലയിൽ മറ്റ് രാഷ്ട്രീയമൊന്നും ഞാൻ പറയുന്നില്ല. അതുകൊണ്ട് സംസ്ഥാന സർക്കാരിന്റെ ഈ പ്രവർത്തനത്തോട് സഹകരിക്കാൻ നിങ്ങൾ കാണിച്ച മഹാമനസ്സിന് ഏതൊരു മനുഷ്യന്റെയും സ്വപ്നമാണ് സ്വന്തമായൊരു വീട്, സ്വന്തമായൊരു കിടപ്പാടം, സ്വന്തമായൊരു വീട്. ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ പ്രവർത്തിച്ച എൻ.ജി.യുടെ കേരളത്തിലെമ്പാടുമുള്ള പ്രവർത്തകരെ കേരള ലെജിസ്ലേറ്റീവ് അസംബ്ലിക്ക് വേണ്ടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എന്റെ അഭിവാദ്യങ്ങൾ. അടുത്തതായി ഇവിടെ നമ്മുടെ സംഘടനാ ചരിത്രത്തിൻ്റെ ഡിജിറ്റൽ ഡോക്യുമെന്റേഷൻ വജ്രത്തിളക്കമാർന്ന 60 വർഷങ്ങൾ അതിൻ്റെ പ്രകാശന കർമ്മമാണ്. പ്രകാശനം നടത്തുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവാണ്. നേരത്തെ സ്വാഗതം പറയുമ്പോൾ തന്നെ ഇവിടെ സൂചിപ്പിച്ചു, ഡോക്ടർ ആർ ബിന്ദു ഓൺലൈനിലാണ് ഈ പ്രകാശന കർമ്മം നിർവഹിക്കുന്നത്. അതിന് വേണ്ടി ഡോക്ടർ ആർ ബിന്ദുവെ ആദരപൂർവം ക്ഷണിക്കുകയാണ്. പ്രിയമുള്ള സഖാക്കളെ, 6 പതിറ്റാണ്ടുകൾ നീളുന്ന സമര സംഘടനാ പ്രവർത്തനങ്ങളുടെ ധന്യമായ ചരിത്രവുമായി എൻ.ജി.ഒ യൂണിയന്റെ വജ്ര ജൂബിലി ആഘോഷങ്ങൾ സമാപിക്കുകയാണ്. ഈ അവസരത്തിൽ 60 വർഷക്കാലത്തിനിടയ്ക്ക് സർക്കാർ ജീവനക്കാരുടെ അവകാശ പോരാട്ടങ്ങളുമായി ബന്ധപ്പെട്ട് സംഘടന നടത്തിയ ത്യാഗോജ്വലമായ പ്രക്ഷോഭങ്ങളുടെയും മറ്റ് പ്രാസ്ഥാനിക പ്രവർത്തനങ്ങളുടെയും ഡോക്യുമെന്റേഷൻ നല്ല രീതിയിൽ നടത്തുവാനും അത് ജനങ്ങളുടെ മുൻപാകെ അവതരിപ്പിക്കാനും സംഘടനയ്ക്ക് കഴിഞ്ഞത് അത്യന്തം അഭിനന്ദനീയമായ കാര്യമാണ്. ജീവനക്കാരുടെ അവകാശ സംരക്ഷണത്തിനു വേണ്ടിയുള്ള ത്യാഗോജ്വലമായ സമരങ്ങളോടൊപ്പം തന്നെ സമൂഹത്തിൻ്റെ പുനർനിർമ്മാണത്തിന് ശ്ലാഘനീയമായ സംഭാവനകൾ നൽകാനും എൻ.ജി.ഒ യൂണിയൻ പരിശ്രമിക്കുന്നു എന്നുള്ളത് വളരെ എടുത്തു പറയേണ്ട കാര്യമായി ഞാൻ കരുതുകയാണ്. ഉദാഹരണത്തിന്, മാലിന്യ പ്രശ്നം കേരളീയ സമൂഹം വലിയ രീതിയിൽ അഭിമുഖീകരിക്കുന്ന ഈ കാലത്ത് സർക്കാർ ഓഫീസുകളുടെ കോമ്പൗണ്ടുകളിൽ കെട്ടിക്കിടക്കുന്ന മാലിന്യങ്ങൾ നീക്കം ചെയ്ത് മനോഹരമായ ഉദ്യാനങ്ങളാക്കി മാറ്റുന്ന പ്രവൃത്തി ഈ അടുത്ത കാലത്ത് എൻ.ജി.ഒ യൂണിയൻ ഏറ്റെടുക്കുകയുണ്ടായി. തീർച്ചയായും അത്തരം പ്രവർത്തനങ്ങൾ ഭാവിയിൽ സംഘടനയുടെ മുഖച്ഛായ തന്നെ മാറ്റുന്ന രീതിയിൽ
സമൂഹത്തിൽ പ്രതിഫലിക്കട്ടെ എന്ന് ആശംസകൾ അർപ്പിക്കുന്നു. അതുപോലെ 60 വീടുകളുടെ നിർമ്മാണം പൂർത്തീകരിച്ച് കൈമാറ്റം ചെയ്യുകയാണ്. ഭൂരഹിതരും ഭവനരഹിതരുമില്ലാത്ത കേരളം എന്ന നമ്മുടെ ആ ഒരു സങ്കല്പം സാക്ഷാത്കരിക്കുന്നതിന് സർക്കാരിനോടൊപ്പം നിൽക്കാൻ എൻ.ജി.ഒ യൂണിയൻ കാണിച്ച പ്രതിബദ്ധത തീർച്ചയായും അഭിനന്ദനീയമായ കാര്യമാണ്. ഈ തൃശൂർ ജില്ലയിൽ വച്ച് വജ്ര ജൂബിലി പരിപാടികളുടെ സമാപനം കുറിക്കുമ്പോൾ ഈ പ്രസ്ഥാനം കെട്ടിപ്പടുക്കുന്നതിന് വലിയ രീതിയിൽ കഠിന പരിശ്രമം നടത്തിയ സഖാവ് ഇ പത്മനാഭനെയും സഖാവ് PR രാജേട്ടനെയും സ്നേഹാദരപൂർവം അനുസ്മരിക്കേണ്ടതുണ്ട് എന്ന് ഞാൻ കരുതുന്നു. അടിയന്തരാവസ്ഥയുടെ കാലത്തും മറ്റും വലിയ രീതിയിലുള്ള പീഡനങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് മർദ്ദകമായിട്ടുള്ള ശക്തികൾക്കെതിരെ ചെറുത്തുനിൽപ്പിന്റെ അജയ്യമായിട്ടുള്ള നിമിഷങ്ങൾ സമ്മാനിച്ച എൻ.ജി.ഒ യൂണിയന്റെ സമര പോരാളികളായിട്ടുള്ള നേതാക്കൾക്കും പ്രവർത്തകർക്കും ഈ സന്ദർഭത്തിൽ നിറഞ്ഞ ഹൃദയത്തോടെ അഭിവാദ്യങ്ങൾ അർപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ വന്നു ചേർന്നിട്ടുള്ള സംഘടനയുടെ ഭാരവാഹികളും പ്രവർത്തകരുമായ സഖാക്കൾക്ക് ഊഷ്മളമായ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് 60 വർഷക്കാലത്തെ സംഘടനാ ചരിത്രവുമായി ബന്ധപ്പെട്ട് നിർമ്മിച്ചിട്ടുള്ള ഡോക്യുമെന്ററിയുടെ പ്രകാശനം നിങ്ങളെ ഏവരെയും സാക്ഷി നിർത്തി നിർവഹിച്ചതായിട്ട് സസ്നേഹം അറിയിക്കുന്നു. അഭിവാദ്യങ്ങൾ. സർക്കാർ ജീവനക്കാരെ നട്ടെല്ല് നിവർത്തി നിൽക്കാൻ പ്രാപ്തരാക്കുകയും അവകാശബോധവും കർത്തവ്യബോധവുമുള്ളവരാക്കി വളർത്തിയെടുക്കുകയും ചെയ്ത കേരള എൻ.ജി.ഒ യൂണിയൻ പിറവിയെടുത്തിട്ട് 60 വർഷം പിന്നിട്ടിരിക്കുകയാണ്. ത്യാഗോജ്വലമായ പോരാട്ടങ്ങളുടെ അഗ്നിവഴികളിലൂടെ പൊരുതി മുന്നേറിയ 60 വർഷങ്ങൾ ആധുനിക കേരള നിർമ്മിതിയുടെ അഭിമാനകരമായ വളർച്ചയുടെ ചരിത്രം കൂടിയാണ്. 6 പതിറ്റാണ്ട് നീണ്ടു നിൽക്കുന്ന എൻ.ജി.ഒ യൂണിയൻ സംഘടനാ ചരിത്രത്തിന്റെ ഡിജിറ്റൽ ഡോക്യുമെന്റേഷൻ വജ്രതിളക്കമാർന്ന 60 വർഷങ്ങൾ അഭിമാനപൂർവം സമർപ്പിക്കുന്നു. ഭരണയന്ത്രത്തിന്റെ ഭാഗം മാത്രമായി ഒരു കാലത്ത് സമൂഹത്തിൽ നിന്നും ജീവനക്കാർ അകന്നു നിന്നു. അവർ അടിമസമാനമായ ജീവിതം നയിച്ചു. തെയ്യവും തോറ്റവും കെട്ടി തങ്ങളുടെ ആവലാതികൾ ഓഫീസർമാർക്ക് മുന്നിൽ അവതരിപ്പിച്ചിരുന്നു. ഈ ജീവനക്കാരെ സംഘടിപ്പിച്ച് അവകാശബോധമുള്ളവരും സാമൂഹ്യ പ്രതിബദ്ധതയുള്ളവരുമാക്കിയ പ്രസ്ഥാനം കേരള എൻ.ജി.ഒ യൂണിയൻ. ഒക്ടോബർ 27-28 തീയതികളിൽ എൻ.ജി.ഒ യൂണിയൻ രൂപീകരണം. കേരള എൻ.ജി.ഒ യൂണിയൻ 60 വർഷം പിന്നിടുന്നു. സമരോത്സുകമായ 60 വർഷം. ജീവനക്കാരുടെ അവകാശ സമരങ്ങളിൽ യൂണിയൻ എന്നും ഒരുപടി മുന്നിൽ. സിവിൽ സർവീസിലെ സംഘടിത ശക്തി കേരള എൻ.ജി.ഒ യൂണിയൻ. പിന്നിട്ട പടവുകൾ സമരതീഷ്ണങ്ങളാണ്. ചെറുതും വലുതുമായ അവകാശ സമരങ്ങളുടെ പരമ്പരകൾ. വേതന വർധനവിനു വേണ്ടിയുള്ള പ്രക്ഷോഭങ്ങളും സമരങ്ങളും ജീവനക്കാരുടെ ജീവിതത്തെ പ്രകാശമാനമാക്കി. അവരുടെ സാമൂഹ്യ പദവി ഉയർത്തി. ജീവനക്കാരെ ആർക്കും അവഗണിക്കാൻ കഴിയാത്ത സാമൂഹ്യ ശക്തിയാക്കി മാറ്റി. സ്വന്തം അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള സമരങ്ങൾ വിജയിപ്പിക്കുന്നതിനൊപ്പം സിവിൽ സർവീസിന്റെ കാര്യക്ഷമത ഉറപ്പുവരുത്താനും അഴിമതിരഹിതമാക്കാനും ജനോപകാരപ്രദമാക്കാനും ജീവനക്കാർക്ക് ബാധ്യത ഉണ്ടെന്ന് 1988 രജത ജൂബിലി സമ്മേളനം പ്രഖ്യാപിച്ചു. ഇതിനുവേണ്ടിയുള്ള ഇടപെടലുകൾ ഇന്നും നാം ഏറ്റെടുക്കുന്നു. ശരിയായ തൊഴിലാളി വർഗ വീക്ഷണത്തോടെ സാമൂഹ്യ സാഹചര്യങ്ങളിൽ ഇടപെടാൻ കഴിയുന്ന കരുത്തുറ്റ സംഘടിത ശക്തിയായി യൂണിയൻ വളർന്നു. 5 പതിറ്റാണ്ട് കാലത്തെ സമരസാക്ഷ്യങ്ങൾ, എണ്ണമറ്റ അനുഭവങ്ങൾ. 2012 എൻ.ജി.ഒ യൂണിയൻ സുവർണ ജൂബിലി വർഷത്തിലേക്ക് കടന്നു. മാതൃകാപരമായ തൊഴിൽ സംസ്കാരം വളർത്തിയെടുത്തുകൊണ്ട് മാത്രമേ സിവിൽ സർവീസിനെ തകർക്കാൻ ശ്രമിക്കുന്ന നവലിബറൽ നയങ്ങളെ പ്രതിരോധിക്കാൻ കഴിയൂ. ഇതിന് ജനങ്ങളുമായി ക്രിയാത്മക ബന്ധം ഊട്ടിയുറപ്പിക്കണം. ദുരിതമനുഭവിക്കുന്ന ജനങ്ങളോടൊപ്പം ചേർന്ന് അവരെ സഹായിക്കുക എന്നത് യൂണിയന്റെ പ്രഖ്യാപിത നയമാണ്. നാം ഇത് വജ്ര ജൂബിലി വർഷത്തിലും തുടരുന്നു. അറുപത് വർഷം പിന്നിടുന്ന ഈ കാലഘട്ടത്തിൽ ഒരു ട്രേഡ് യൂണിയന്റേതായ സവിശേഷതകൾ സ്വായത്തമാക്കാൻ എൻ.ജി.ഒ യൂണിയന് കഴിഞ്ഞിട്ടുണ്ട്. വജ്ര ജൂബിലി വർഷം ഇത് വ്യക്തമാക്കുന്നു.
1957 മുതൽ കേരളത്തെ പുരോഗതിയിലേക്ക് നയിച്ച കമ്മ്യൂണിസ്റ്റ് ഇടതുപക്ഷ സർക്കാരുകളുടെ മാതൃകാപരമായ ഇടപെടലുകളിലൂടെ ജീവനക്കാർക്ക് ഒട്ടേറെ നേട്ടങ്ങൾ കൈവരിക്കുവാൻ കഴിഞ്ഞു. നാം ഇത് വിസ്മരിക്കരുത്. ഇന്നത്തെ കാലഘട്ടം അങ്ങേയറ്റം സങ്കീർണമാണ്. രാജ്യത്തിന്റെ ഐക്യം ശിഥിലമാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ വ്യാപകമാണ്. മതത്തെയും മതവിശ്വാസത്തെയും ഇതിനുവേണ്ടി ഉപയോഗപ്പെടുത്തുന്നു. ഇതിനെതിരെ നാം ജാഗ്രത പുലർത്തണം. മൂന്ന് പതിറ്റാണ്ടിലേറെ കാലമായി തുടർന്നു വരുന്ന നവലിബറൽ പരിഷ്കാരങ്ങൾ രാജ്യത്ത് ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം സൃഷ്ടിച്ചിരിക്കുന്നു. നവലിബറൽ നയങ്ങൾക്കെതിരെ രാജ്യത്ത് ഉയർന്നു വരുന്നത് വലിയ ജനകീയ സമരങ്ങളാണ്. ഇവയിൽ നാം സജീവ പങ്കാളിത്തം വഹിക്കുകയാണ്. കേരളം ആഗോളവൽക്കരണ നയങ്ങൾക്ക് ബദലാണ് ഉയർത്തുന്നത്. ജനങ്ങളുടെയും ജീവനക്കാരുടെയും തൊഴിലാളികളുടെയും താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിനുള്ള ബദൽ രാഷ്ട്രീയവും നയങ്ങളും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ മുന്നോട്ട് വെക്കുന്നു. സ്വന്തം വീട്, നല്ല അടച്ചുറപ്പുള്ള വീട്. ജനപക്ഷ നയങ്ങളെ സംരക്ഷിക്കുക എന്നത് അതിപ്രധാനമാണ്. നവലിബറൽ ചൂഷണത്തിനെതിരെ, വർഗീയതയ്ക്കെതിരെ അതിവിപുലമായ ജനകീയ പോരാട്ടങ്ങളിൽ നാം പങ്കാളികളാകേണ്ടി വരും. ഇന്ത്യയെ ഇതിലൂടെ മാത്രമേ പുതുക്കി പണിയുവാൻ കഴിയുകയുള്ളൂ. കേരള ബദലാണ് ഇന്ത്യക്ക് മാതൃക. ഇത് സംരക്ഷിക്കപ്പെടണം. ഭാവി ജീവിതത്തിനും സിവിൽ സർവീസിനും ഇത് അനിവാര്യമാണ്. നാം കേരള ബദലിനൊപ്പം, ജനങ്ങളോടൊപ്പം, ജനപക്ഷ സിവിൽ സർവീസിനൊപ്പം. ഇവിടെ അടുത്തതായി കേരള സർവീസ് മാസികയുടെ ഡിജിറ്റൽ പതിപ്പിൻ്റെയും സോഫ്റ്റ്വെയറിൻ്റെയും പ്രകാശനമാണ്. പ്രകാശനം നടത്തുന്നതിന് വേണ്ടി കേരള സാഹിത്യ അക്കാദമിയുടെ പ്രസിഡന്റ്, പ്രമുഖ സാഹിത്യകാരനുമായ ശ്രീ കെ സച്ചിദാനന്ദനോട് ആദരപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. ഇന്ത്യയിൽ കോളനി ഭരണത്തിന് പ്ലാസി യുദ്ധം അടിത്തറയിട്ടു. കോളനി ഭരണത്തിന്റെ ഉപകരണമായ സിവിൽ സർവീസിന്റെ ആരംഭം. ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടിയവർ സിവിൽ സർവീസിലേക്ക്. ബ്രിട്ടീഷ് മഹാറാണിക്ക് തൃപ്തിയുള്ള കാലത്തോളം അവർ സർവീസിൽ തുടർന്നു. പരസ്പരം പോരടിച്ചും കലഹിച്ചും കാറ്റഗറി അടിസ്ഥാനത്തിൽ ഭിന്നിച്ചും ജീവനക്കാർ കാലം തികച്ചു. പദവി തിരിച്ചും കാറ്റഗറി തിരിച്ചും ഒട്ടേറെ സംഘടനകൾ. ഒന്നിച്ചു നിൽക്കാനാവാതെ അവർ പരസ്പരം തലതല്ലി കീറി, ചേരിതിരിഞ്ഞ് പോരടിച്ചു. ജീവിതം അടിമ സമാനം. ജീവനക്കാർ ഇരുകാലിമാടുകൾ.
തോറ്റവും തെയ്യവും കെട്ടി അവർ പരാതിക്ക് പരിഹാരം തേടാൻ ശ്രമിച്ചു. സിവിൽ സർവീസ് ചൂഷണത്തിന്റെയും അധികാരത്തിന്റെയും ആൾരൂപം. ജനസേവനം എന്ന ലക്ഷ്യം മറന്നു. ചീർത്തു വരുന്ന ഫയലുകൾ ഇടഞ്ഞു നീങ്ങി. മുറുകി വരുന്ന ചുവപ്പ് നാടയുടെ നൂലാമാലകളിൽ സാധാരണ മനുഷ്യർ കുരുങ്ങി. ഉപജാപങ്ങളിലും കിടമത്സരങ്ങളിലും ഉൾപോരുകളിലും പെട്ട് ഭരണയന്ത്രം ജീർണിച്ചു. ലോകമഹായുദ്ധത്തിന് ശേഷം പിരിച്ചുവിടപ്പെട്ട പട്ടാളക്കാരിൽ ചിലർ തിരുവിതാംകൂർ സിവിൽ സർവീസിൽ. നാടുണരുന്നത് കണ്ടും കേട്ടുമറിഞ്ഞവർ സംഘടന രൂപീകരിച്ച് ഒരുമിച്ചൊരു സ്വപ്നമാകാൻ മുന്നോട്ടേക്ക് കുതിക്കുന്നു. 1947 സെപ്റ്റംബർ 10 അഖില കേരള തിരുവിതാംകൂർ NGO അസോസിയേഷൻ രൂപീകരണം. 1958 ഒക്ടോബർ 12 കേരള വ്യാപകമായി ആദ്യ സംഘടന കേരള സർവീസ് സംഘടനാ ഫെഡറേഷൻ രൂപീകരണം. കമ്മ്യൂണിസ്റ്റ് ആഭിമുഖ്യത്തിൽ സർവീസ് ഫെഡറേഷൻ എന്ന മനോരമ. കേരള സർവീസ് സംഘടനാ ഫെഡറേഷന്റെ മുഖപത്രമായി കേരള സർവീസ് പ്രസിദ്ധീകരണം ആരംഭിക്കുന്നു. ആദ്യ ലക്കം 1959 സെപ്റ്റംബറിൽ. പ്രാദേശിക അടിസ്ഥാനത്തിലും വകുപ്പ് കാറ്റഗറി അടിസ്ഥാനത്തിലും രൂപം കൊണ്ട സംഘടനകൾ ഒന്നിച്ച് 1962 കേരള NGO യൂണിയൻ രൂപീകരിച്ചപ്പോൾ കേരള സർവീസ് കേരള NGO യൂണിയന്റെ മുഖപത്രമായി മാറി. ഭൂഗോളത്തിന്റെ ഭൂമി മലയാളത്തിന്റെ നേർക്കുപിടിച്ച കണ്ണാടിയാണ് കേരള സർവീസ്. സബ്മിറ്റ് ചെയ്യലും കൊറിയെഴുതലും മാത്രമല്ല ജീവനക്കാരന്റെ പണിയെന്നും അതിനുമപ്പുറം വിശാലമായ ഒരു ലോകമുണ്ടെന്നും അതിനെ കൂടി ഹൃദയത്തിൽ സൂക്ഷിക്കേണ്ടവനാണ് സർക്കാർ ജീവനക്കാരനെന്നും കേരള സർവീസ് ജീവനക്കാരെ പഠിപ്പിച്ചു. കേരള സർവീസിന്റെ താളുകളിൽ ലോകത്തിന്റെ, ഇന്ത്യയുടെ, കേരളത്തിന്റെ സാമൂഹ്യ, സാമ്പത്തിക, സാംസ്കാരിക, രാഷ്ട്രീയ ചലനങ്ങളുടെ ഹൃദയരേഖകൾ തുടിച്ചു നിന്നു. ജീവനക്കാരുടെ അവകാശ സമരങ്ങളുടെ പ്രചാരകനും സംഘാടകനും പ്രക്ഷോഭകനുമായി കേരള സർവീസ് വളർന്നു. എണ്ണപ്പെട്ട എഴുത്തുകാരുടെ ലേഖനങ്ങളും ജീവിതഗന്ധിയായ കവിതകളും കഥകളും കേരള സർവീസിന്റെ താളുകളിൽ ഇടം പിടിച്ചു. കേരള സർവീസിൽ എഴുതിയവരിൽ പലരും അതിപ്രശസ്തരായി വളർന്നു. ജ്ഞാനപീഠം വരെ മലയാളത്തിന്റെ കൈകളിൽ. ചിരിയും ചിന്തയും സമന്വയിപ്പിച്ച ശക്തമായ കാർട്ടൂണുകൾ സർവീസ് താളുകളിൽ. സർവീസ് ലോകത്തിന് അകവും പുറവും കാർട്ടൂണുകൾക്ക് വിഷയമായി. കളിക്കളത്തിന്റെ ആരവവും ഉത്സാഹവും കേരള സർവീസിൽ മുഴങ്ങി നിന്നു. ഓരോ ലക്കത്തിലെയും എഡിറ്റോറിയൽ സമകാലിക വിഷയങ്ങളിൽ പ്രവർത്തകർക്ക് വഴികാട്ടിയാണ്. യൂണിയന്റെ വർഗപരമായ വീക്ഷണം എഡിറ്റോറിയലുകളെ സമ്പന്നമാക്കി. ജീവനക്കാരുടെ ജീവിതത്തെ ഹരിതാപമാക്കിയ, അവരുടെ ജീവിതത്തെ പ്രകാശമാനമാക്കിയ അജയ്യമായ ഒരു സംഘടിത പ്രസ്ഥാനത്തിന്റെ, NGO പ്രസ്ഥാനത്തിന്റെ മുഖപത്രമായ കേരള സർവീസ്. സർവീസ് പ്രശ്നങ്ങൾക്ക് അനന്തേട്ടം നൽകുന്ന ആധികാരികമായ മറുപടികൾ സങ്കീർണമായ സർവീസ് റൂളുകളുടെ മർമ്മം തൊട്ടറിയാൻ ജീവനക്കാരെ പ്രാപ്തമാക്കി. അടിയന്തരാവസ്ഥയുടെ സെൻസർഷിപ്പുകളെ അതിജീവിച്ച് കേരള സർവീസ് മുന്നേറിയ ചരിത്രം ആരെയും ത്രസിപ്പിക്കുന്നതാണ്. 30 വർഷവും 50 വർഷവും 60 വർഷവും പിന്നിട്ട കാലത്തിന്റെ നേർക്ക് പിടിച്ച കണ്ണാടി. ഭരണകൂടത്തിന്റെ അടിച്ചമർത്തലുകളെ നേരിട്ട് 1960കളിലെ അവഗണനയ്ക്കെതിരെ പൊരുതി 70കളിലെ ആക്രമണങ്ങളെയും മർദ്ദനങ്ങളെയും ചെറുത്തു തോൽപ്പിച്ച് തൊഴിലെടുക്കുന്നവരുടെ ബന്ധുവായും ജീവനക്കാരുടെ രക്ഷാകവചമായും വളർന്നു മുന്നേറിയ NGO യൂണിയന്റെ മുഖപത്രം കേരള സർവീസ്. മറ്റൊരു പ്രസിദ്ധീകരണത്തിനും അവകാശപ്പെടാൻ കഴിയാത്ത സമര പൈതൃകം നെഞ്ചേറ്റിയ മുഖമാസിക. ഇത് ലോകത്തിന്റെയും ഇന്ത്യയുടെയും കേരളത്തിന്റെയും നേർക്ക് പിടിച്ച കണ്ണാടി. ദി മിറർ. ചോര തുടിക്കും ചെറുകൈയുകളെ പേറുക വന്നീ പന്തങ്ങൾ, ഏറിയ തലമുറയേന്തിയ പാരിൻ വാരൊളി മംഗള കന്ദങ്ങൾ. സംസാരിക്കുന്നതിനു വേണ്ടി ശ്രീ കെ സച്ചിദാനന്ദനെ ആദരപൂർവ്വം ക്ഷണിക്കും.
യോഗാധ്യക്ഷനായ പ്രിയപ്പെട്ട എം.വി. ശശിധരൻ, യോഗത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ച പ്രിയ സുഹൃത്ത് സഖാവ് പ്രൊഫസർ പ്രഭാത് പട്നായിക്, വീടുകളുടെ കൈമാറ്റം നിർവഹിച്ച് വളരെ പ്രചോദനകരവുമായൊരു പ്രഭാഷണം നിർവഹിച്ച ബഹുമാനപ്പെട്ട നിയമസഭാ സ്പീക്കർ ശ്രീ എൻ. ഷംസീർ, ഇവിടെ നേരിട്ട് സന്നിഹിതയായില്ലെങ്കിലും വെർച്വൽ സാന്നിധ്യം കൊണ്ട് ഈ യോഗത്തെ അനുഗ്രഹിച്ച ഡോക്ടർ ആർ. ബിന്ദു, സ്വാഗതമോദിയ എം. അജിത് കുമാർ, നന്ദി പറയുന്ന വി.കെ. ഷീജ, സമരോത്സുകവും സേവന സമ്പന്നവുമായ ഒരു മഹാപാരമ്പര്യത്തിന് അവകാശികളായ പ്രിയപ്പെട്ട എൻ.ജി.ഒ യൂണിയൻ അംഗങ്ങളെ, ഭാരവാഹികളെ, വലിയ ആഹ്ലാദത്തോടു കൂടിയാണ് വളരെ വൈകിയ വേളയിലാണെങ്കിലും നിങ്ങളെ അഭിമുഖീകരിക്കാനുള്ള ഈ സന്ദർഭം ഞാൻ കാണുന്നത്. ആദ്യമേ തന്നെ യോഗത്തിന് അല്പം വൈകി എത്തിയതിന് ഞാൻ ക്ഷമ ചോദിച്ചു കൊള്ളട്ടെ. കൊടുങ്ങല്ലൂരിൽ നടക്കുന്ന പുരോഗമന കലാസാഹിത്യ സംഘത്തിൻ്റെ തൃശ്ശൂർ ജില്ലാ സമ്മേളനത്തിൻ്റെ ഉദ്ഘാടനം എനിക്ക് നിർവഹിക്കേണ്ടിയിരുന്നതുകൊണ്ട് അവിടെ നിന്ന് അല്പം വൈകിയാണ് ഞാൻ തൃശ്ശൂരിൽ തിരിച്ചെത്തിയത് എന്നതുകൊണ്ടാണ് ഇവിടെയും അല്പം വൈകിയത്. ഇവിടെ ശ്രീ ഷംസീറിൻ്റെ പ്രഭാഷണം ശ്രവിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ വന്ന ആദ്യത്തെ കാര്യങ്ങളിൽ ഒന്ന്, ഇന്ന് ലോകത്തെമ്പാടും അന്ധകാരം പരത്തുന്ന ഗാസയിലെ ഒരു തരത്തിലുള്ള ന്യായീകരണവും ഇല്ലാത്ത കൊലപാതകങ്ങളും മനുഷ്യത്വവിരുദ്ധമായ അന്യായങ്ങളും ആണ്. ഗാസയിലെ ബോംബിടലിൽ 6 ദിവസം മുമ്പ് അനേകം ആളുകൾ കൊല്ലപ്പെട്ട കൂട്ടത്തിൽ ഒരു കവിയും ഉണ്ടായിരുന്നു. ഒരു സ്ത്രീ, ഒരു കവയിത്രി, ഹിബ കമാൽ അബു നഡ എന്നാണ് അവരുടെ പേര്. അവരുടെ അവസാനത്തെ കവിത ഗാസയെക്കുറിച്ച് തന്നെയുള്ള ഒരു ചതുഷ്പതിയാണ്. 4 വരികളുള്ള ഒരു ചെറിയ കവിതയാണ്. അതിൻ്റെ മലയാളം ഏകദേശം ഇങ്ങനെയാണ്: നഗരത്തിലെ രാത്രി ഇരുണ്ടത്, മിസൈലുകളുടെ തിളക്കം ഒഴിച്ചാൽ, നിശബ്ദം, ബോംബുകൾ പെയ്യുന്നതിൻ്റെ ശബ്ദമൊഴിച്ചാൽ, ഭീകരം, പ്രാർത്ഥനകളുടെ വിശ്വാസം പകരുന്ന വാഗ്ദാനങ്ങൾ ഒഴിച്ചാൽ, കറുത്തത്, രക്തസാക്ഷികളുടെ പ്രകാശം ഒഴിച്ചാൽ. അതിൻ്റെ ആംഗല രൂപം ഇങ്ങനെയാണ്: The night in the city is dark except for the glare of the missiles, silent except for the sound of bombing, terrifying except for the reassuring promise of prayer, black except for the light of the martyrs. കവികൾ, എഴുത്തുകാർ, കലാകാരർ എല്ലാ കാലവും ഹിംസയുടെ എല്ലാ രൂപങ്ങൾക്കും എതിരെ തങ്ങളുടെ മാധ്യമങ്ങൾ നിരന്തരമായി നിർഭയമായി ഉപയോഗിച്ചു പോന്നിട്ടുള്ള ആളുകളാണ്. അഥവാ അത്തരം ആളുകൾ മാത്രമേ എഴുത്തുകാരെന്നോ കലാകാരനെന്നോ ഉള്ള പേരിന് അർഹത ഉള്ളവരായി ഉള്ളൂ എന്നും പറയാവുന്നതാണ്. ഇന്ന് ഗാസയിൽ നടക്കുന്ന സംഭവം ഒരു പ്രദേശത്ത് മാത്രം നടക്കുന്ന ഹിംസയുടെ ഒരു ആവിഷ്കാരമായല്ല ഞാൻ കാണുന്നത്. മറിച്ച് പ്രഭാത് സൂചിപ്പിച്ചതുപോലെ ലോകമെമ്പാടും പടരുന്ന ഭീകരമായ കൂരിരുളിൻ്റെ, ഭീഷണമായ ഹിംസയുടെ
ഒരു രൂപകം എന്ന നിലയിലാണ് ഒരുപക്ഷെ ഗാസയെ നാം കാണേണ്ടത്. ശരിയാണ്, നമ്മുടെ ശിരസ്സുകൾക്ക് മുകളിൽ ബോംബുകൾ വർഷിക്കപ്പെടുന്നില്ല, നമ്മുടെ ആകാശത്തിൽ യുദ്ധവിമാനങ്ങൾ പറക്കുന്നില്ല. പക്ഷെ നമ്മുടെ ജീവിതം നാം അറിഞ്ഞോ അറിയാതെയോ ദിനം തോറും ഭീഷണമാകുന്നു, അർത്ഥശൂന്യമാകുന്നു. ജനാധിപത്യ വിരുദ്ധമായ ഒരു ഭരണകൂടത്തിന്റെ നിരന്തരമായ ഭീഷണിയുടെ നിഴലിൽ സ്വതന്ത്രരായ മനുഷ്യർക്ക്, ചോദ്യം ചോദിക്കുന്ന മനുഷ്യർക്ക് ജീവിക്കേണ്ടി വരുന്നു, അഥവാ മരിക്കേണ്ടി വരുന്നു. കാരണം ഈ ഭരണകൂടം അതിൻ്റെ സമുദ്ഘാടനം തന്നെ നിർവഹിച്ചത് ചില എഴുത്തുകാരെയും ബുദ്ധിജീവികളെയും പത്രപ്രവർത്തകരെയും കൊന്നുകൊണ്ടായിരുന്നു എന്ന് നിങ്ങൾക്കറിയാം. നിങ്ങൾ ഇപ്പോഴും ഓർക്കുന്നു ഗോവിന്ദ് പൻസാരയെ, അല്ലെങ്കിൽ ഡാബോൽക്കറെ, അല്ലെങ്കിൽ എം കാൽബുർഗിയെ, അല്ലെങ്കിൽ ഗൗരി ലങ്കേഷിനെ. ഇതുപോലെ ചോദ്യം ചോദിക്കുന്ന മനുഷ്യരെ, വ്യത്യസ്തമായി ചിന്തിക്കുന്ന മനുഷ്യരെ, ജനാധിപത്യത്തിൽ യഥാർത്ഥമായ വിശ്വാസം പുലർത്തുന്ന മനുഷ്യരെ നിരന്തരമായി വേട്ടയാടുകയും അവരുടെ ജീവിതങ്ങൾ മുഴുവൻ തന്നെ തടവറയിൽ കഴിയും വിധമുള്ള കപടമായ കേസുകളിൽ അവരെ കുടുക്കുകയും ചെയ്യുന്ന ഒരു ഭരണകൂടം നിലനിൽക്കുന്ന ഇന്ത്യയിൽ ഇരുന്നു കൊണ്ടാണ് നാം സമരത്തെക്കുറിച്ച് സംസാരിക്കുകയും സാമൂഹ്യ സംക്രമണത്തെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾ കാണുകയും എല്ലാം ചെയ്യുന്നത്. ഈ ഇരുട്ട് സ്വാഭാവികമായും എന്താണ് ജനാധിപത്യം, എന്താണ് ഇന്ത്യയുടെ യഥാർത്ഥ സ്വഭാവം, എന്തുതരം ഭീഷണിയെയാണ് നാം നേരിടുന്നത് എന്നീ ചോദ്യങ്ങൾ ചോദിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്നു. അതിന്റെ വിശദമായ വിശകലനത്തിലേക്ക് ഈ വൈകിയ സമയത്ത് ഞാൻ കടക്കുന്നില്ല. എങ്കിലും ഈ ചോദ്യങ്ങൾ എനിക്ക് തോന്നുന്നു ഇന്ന് നിങ്ങളുടേതുപോലുള്ള സംഘടനകൾ നിരന്തരമായ പ്രക്ഷോഭങ്ങളിലൂടെ വളർന്നു വന്ന, ജനാധിപത്യപരമായ രീതിയിൽ വികസിച്ചു വന്ന സംഘടനകൾ ചോദിക്കേണ്ടതുണ്ടെന്നും ഈ കാലത്ത് തികച്ചും ഉണർന്ന് ജനാധിപത്യത്തിന്റെ സംരക്ഷണത്തിനു വേണ്ടി ബഹുസ്വരമായ ഇന്ത്യ എന്ന രാഷ്ട്രത്തിന്റെയും ആ ഇന്ത്യയെക്കുറിച്ചുള്ള ആശയത്തിന്റെയും സംരക്ഷണത്തിനു വേണ്ടി പൊരുതേണ്ടതുണ്ടെന്നും കരുതുന്ന അനേകം ആളുകളിൽ ഒരാൾ ആണ് ഞാനും. ജനാധിപത്യം എന്ത് എന്ന ചോദ്യത്തിന് അനേകം ഉത്തരങ്ങൾ ചരിത്രത്തിലുടനീളം നൽകപ്പെട്ടിട്ടുണ്ട്. അതിന് വളരെ പഴയ ഉത്തരങ്ങളുണ്ട്, പുതിയ ഉത്തരങ്ങളുമുണ്ട്. ഏറ്റവും പുതിയ ഉത്തരങ്ങൾ നമ്മോട് പറയുന്ന ഏറ്റവും പ്രധാനമായ കാര്യങ്ങളിൽ ഒന്ന്, ജനാധിപത്യം എന്നത് പൂർണ്ണമായ നിർവചിക്കപ്പെട്ട, നമുക്ക് നേരത്തെ കൂട്ടി തന്നെ നൽകപ്പെട്ട ഒരു വ്യവസ്ഥയല്ല, മറിച്ച് നാം ഓരോ നിമിഷവും ജാഗ്രതയോടെ നിർമ്മിച്ചെടുക്കേണ്ട സമത്വപൂർണമായ ഒരു മനുഷ്യ വ്യവസ്ഥിതിയിലേക്ക് നമ്മെ മുഴുവൻ നീക്കുന്നതിനുള്ള കർമ്മ പദ്ധതികൾ നാം സ്വരൂപിക്കേണ്ട ഒരു വ്യവസ്ഥിതിയാണ് എന്നാണ്. ലളിതമായി പറഞ്ഞാൽ ജനാധിപത്യം എന്നത് ഒരു അപൂർണ സങ്കല്പമാണ്. ആ സങ്കല്പത്തെ പൂർണ്ണമാക്കുക എന്ന കർത്തവ്യമാണ് ജനാധിപത്യത്തെ സ്നേഹിക്കുന്നവർ, സമത്വപൂർണമായ ഒരു സമൂഹത്തെ സ്വപ്നം കാണുന്നവർ, മതേതരമായ ഒരു സമുദായത്തെ സ്വപ്നം കാണുന്നവർ ചെയ്യേണ്ടത്. കാരണം ജനാധിപത്യം വാസ്തവത്തിൽ ചെയ്യുന്നത് അദൃശ്യരായിരുന്ന മനുഷ്യരെ ദൃശ്യരാക്കുകയും നാം ഇതുവരെ കേൾക്കാതിരുന്ന ശബ്ദങ്ങൾ നമ്മെ കേൾപ്പിക്കുകയുമാണ്. ഇത് എൻ്റെ നിർവചനമല്ല, ബ്ലാക്ക് റാൻസിയെ എന്ന വളരെ പ്രശസ്തനായ സമകാലീന ഇടതുപക്ഷ ചിന്തകൻ നൽകുന്ന ഒരു വളരെ പ്രധാനമാണെന്ന് എനിക്ക് തോന്നുന്ന ഒരു നിർവചനമാണ്. കാരണം നാടുവാഴ്ത്തത്തിൽ അല്ലെങ്കിൽ മുതലാളിത്തത്തിൽ നാം കാണാതിരുന്ന അനേകം മനുഷ്യരുണ്ട്. കർഷകർ, തൊഴിലാളികൾ, പല രീതികളിലുള്ള ജോലി ചെയ്യുന്നവർ, അധകൃതരായി കരുതപ്പെടുന്ന ആളുകൾ, അയിത്തം കൊണ്ട് മാറ്റി നിർത്തപ്പെടുന്നവർ, വനങ്ങളിലേക്ക് തള്ളി നീക്കപ്പെടുന്ന ആ വനങ്ങൾ പോലും ഇപ്പോൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആദിവാസികൾ, പലപ്പോഴും പുരുഷാധിപത്യത്തിന് വിധേയരായി കുടുംബത്തിനകത്തും പുറത്തും കഴിയേണ്ടി വരുന്ന സ്ത്രീകൾ, ഭിന്ന ലൈംഗികതയുള്ള മനുഷ്യർ,
ഇങ്ങനെ അനേകം ആളുകളെ അദൃശ്യരാക്കുന്ന ഒരു സംവിധാനമാണ് നാടുവാഴിത്തവും അതേപോലെ തന്നെ മുതലാളിത്തവും എന്ന് പറയാം. ഈ നാടുവാഴിത്തത്തിന്റെയും മുതലാളിത്തത്തിന്റെയും അദൃശ്യതയിൽ നിന്ന് ഇതുവരെ നാം കാണാതിരുന്ന മനുഷ്യരെ കാണിച്ചു തരുന്ന, അവരെ ചൂണ്ടിക്കാണിച്ച് ഇതാ ഈ മനുഷ്യരും ഈ രാജ്യത്തുണ്ട് എന്ന് പറയുന്ന, ഈ മനുഷ്യരും ജനാധിപത്യത്തിന് അർഹതയുള്ളവരാണ് എന്ന് പറയുന്ന ഈ മനുഷ്യരുടെ ശബ്ദം പാർലമെന്റിലോ പഞ്ചായത്ത് മുതൽ ലോകസഭയും രാജ്യസഭയും വരെ മുഴങ്ങുന്ന ഒരു കാലത്ത് മാത്രമാണ് ജനാധിപത്യം ശരിയായ ജനാധിപത്യം എന്ന് കാണിച്ചു തരുന്ന ഒരു സങ്കല്പമാണ് റാൻസിയെ ആ പ്രസ്താവത്തിലൂടെ മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പോൾ നാം കേൾക്കാതിരുന്ന, നാം ഒരുപക്ഷെ മനുഷ്യഭാഷണമായി പോലും കരുതാതിരുന്ന, മൃഗശബ്ദങ്ങൾ എന്ന രീതിയിൽ നാം അവഗണിച്ചിരുന്ന ശബ്ദങ്ങൾ, അടിച്ചമർത്തപ്പെട്ടവരുടെ, പലതരത്തിൽ അടിച്ചമർത്തപ്പെട്ടവരുടെ ശബ്ദങ്ങൾ എന്ന് നാം നമ്മുടെ പ്രതിനിധി സഭകളിൽ നിന്ന് കേൾക്കാൻ ആരംഭിക്കുന്നുവോ, കേൾക്കാൻ മാത്രമല്ല എന്ന് ആ ശബ്ദങ്ങൾ ജനാധിപത്യത്തെ സംബന്ധിച്ചിടത്തോളം നിർണായകമാകുന്നുവോ എന്ന് അവരുടെ സാന്നിധ്യം നമ്മുടെ ജനാധിപത്യത്തിന്റെ ചൈതന്യത്തെ വർദ്ധിക്കുകയും ജനാധിപത്യത്തെ അർത്ഥവത്തായ ഒരു വ്യവസ്ഥിതിയായി മാറ്റുകയും ചെയ്യുന്നുവോ ആ നിമിഷത്തിൽ മാത്രമാണ് ഒരുപക്ഷെ ജനാധിപത്യം എന്ന സംജ്ഞ പൂർണ്ണമായ അർത്ഥത്തിൽ ഒരു രാജ്യത്ത് നടപ്പാകുന്നത്. അതുകൊണ്ട് ജനാധിപത്യ വിരുദ്ധമായ ഏത് പ്രവർത്തനവും അദൃശ്യരായ ആളുകളെ കൂടുതൽ അദൃശ്യരാക്കുകയും ഇതുവരെ നാം കേൾക്കാത്ത ശബ്ദങ്ങളെ ഒരിക്കലും കേൾക്കാതിരിക്കുന്ന വിധം അടിച്ചമർത്തുകയും ചെയ്യുന്ന ഒന്നാണ്. ആ വ്യവസ്ഥിതിക്കെതിരായ ഒരു ദീർഘമായ സമരത്തിലൂടെയാണ് ഇന്ത്യ കടന്നുപോയതും ഇപ്പോൾ ഒരുപക്ഷെ മുമ്പ് എന്നത്തെക്കാളുമേറെ ഇന്ത്യ കടന്നു പോകുന്നതും. ഷംസീർ രാഷ്ട്രീയത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ ഓർക്കുകയായിരുന്നു ലൂയി അരഗങ് എന്ന പ്രശസ്തനായ ഫ്രഞ്ച് ചിന്തകന്റെ, എഴുത്തുകാരന്റെ ഒരു കഥയല്ല, ഒരു കഥാസന്ദർഭം എന്ന് പറയാം. രാഷ്ട്രീയത്തെ വെറുത്തിരുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു. അയാൾക്ക് രാഷ്ട്രീയം എന്ന പദത്തോട് തന്നെ അവജ്ഞയായിരുന്നു. രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്ന ആളുകളെ അയാൾ കാണാൻ പോലും ആഗ്രഹിച്ചിരുന്നില്ല. അങ്ങനെ ഒരാൾക്ക് ഒരു ദിവസം പെട്ടെന്ന് സവിശേഷമായ രീതിയിലുള്ള ഒരു പക്ഷവാതം പിടിപെട്ടു. അദ്ദേഹത്തിന് സംസാരശേഷി ഏതാണ്ട് പൂർണ്ണമായും നഷ്ടപ്പെട്ടു. ഇപ്പോൾ അയാൾക്ക് പറയാൻ കഴിഞ്ഞിരുന്ന ഒരേ ഒരു വാക്ക് രാഷ്ട്രീയം എന്ന വാക്കായിരുന്നു. ആ രാഷ്ട്രീയം എന്ന വാക്ക് പല രീതികളിൽ ഉച്ചരിച്ചുകൊണ്ട് അയാൾക്ക് തൻ്റെ ഭൗതികവും ശൈക്ഷണികവും ആത്മീയവും എല്ലാമായ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റേണ്ടി വന്നു. ചായ തരൂ എന്ന് പറയുന്നതിന് രാഷ്ട്രീയം എന്ന് പറയുക, ഊണ് തരൂ എന്ന് പറയുന്നത് രാഷ്ട്രീയം എന്ന് പറയുക, എനിക്കൊരു പുസ്തകം വായിക്കണം എന്നതിന് രാഷ്ട്രീയം എന്ന് പറയുക, ഇങ്ങനെ ഒരേ വാക്കിനെ പല രീതികളിൽ ഉച്ചരിച്ചുകൊണ്ട്, താൻ ഏറ്റവും വെറുത്തിരുന്ന വാക്കിനെ പല രീതികളിൽ ഉച്ചരിച്ചുകൊണ്ട് തൻ്റെ ശിഷ്ടജീവിതം കഴിക്കേണ്ടി വന്ന ഒരാളുടെ കഥയാണ് അരഗങ് പറയുന്നത്. ഇത് വളരെ പ്രതീകാത്മകമായ ഒരു കഥയാണ്. അരാഷ്ട്രീയരാണ് എന്ന് സ്വയം കരുതുന്ന ധാരാളം ആളുകൾ ഉള്ള നാടാണ് ഒരുപക്ഷെ മറ്റേത് നാടിനെ പോലെയും നമ്മുടെ നാട് പോലും. ഞാൻ പക്ഷം പിടിക്കുന്നില്ല എന്ന് പറയുന്നവരുടെ, ഞാൻ നിഷ്പക്ഷനാണ് എന്ന് പറയുന്നവരുടെ, അല്ലെങ്കിൽ ഇവിടെ സൂചിപ്പിക്കപ്പെട്ട പോലെ ഹമാസിനെയും ഇസ്രായേലിനെയും തുല്യ ദുഷ്ടശക്തികളായി കാണുന്നവരുടെ ഒരു നാട് കൂടിയാണ് കേരളം ഉൾപ്പെടെയുള്ള ഇന്ത്യയിലെ പല പ്രദേശങ്ങളും എന്ന് പറയാം. എന്നാൽ ഇവിടെ വളരെ വ്യക്തമായി പ്രസ്താവിക്കപ്പെട്ട പോലെ നിരന്തരമായി ഒരു ജനതയെ ആക്രമിച്ചുകൊണ്ടിരുന്നാൽ അവരുടെ ഭൂമി നിങ്ങൾ നിരന്തരമായി തട്ടിപ്പറിക്കുകയും അവർ ജീവിച്ചുകൊണ്ടിരുന്ന സ്ഥലം ഓരോ ദിവസവും ചുരുങ്ങി വരികയും അവർക്ക് ശ്വാസം മുട്ടാൻ ആരംഭിക്കുകയും ചെയ്യുന്ന ഒരു സവിശേഷ സന്ദർഭത്തിൽ ഉണ്ടാകുന്ന ഒരു ചെറിയ തിരിച്ചടിയെ, ഒരു ജനതയെ മുഴുവൻ തന്നെ നിസ്സഹായരാക്കുന്ന, ഒരു ജനതയുടെ ഒരു വലിയ വിഭാഗത്തെ മുഴുവൻ തന്നെ കൊന്നുകളയുന്ന
ഒരു യുദ്ധവുമായി താരതമ്യപ്പെടുത്തുക ഒരർത്ഥത്തിലും നീതിപൂർവകമായ ഒരു താരതമ്യമാണ് എന്ന് പറയാൻ കഴിയുകയില്ല. എൻ്റെ വിഷയം നിശ്ചയമായും ഇവിടെ ഇസ്രായേൽ അല്ല. പക്ഷെ ഇസ്രായേൽ ഇന്ന് പ്രതിനിധാനം ചെയ്യുന്നത് ലോക രാഷ്ട്രീയത്തിൻ്റെ തമശക്തികളെ മുഴുവനുമാണ്. കാരണം അതിൽ ഉൾപ്പെട്ടിരിക്കുന്നത് ഇസ്രായേൽ മാത്രമല്ല. ഇവിടെ പ്രഭാത് സൂചിപ്പിച്ചതുപോലെ അനേകം രാജ്യങ്ങൾ, ജർമ്മനിയും ഫ്രാൻസും പോലുള്ള രാജ്യങ്ങൾ ഇസ്രായേലിന് വിരുദ്ധമായ റാലികൾ തടയുന്നു. ഇന്ത്യ പോലും, ഇന്ത്യൻ ഭരണകൂടം ഇസ്രായേലിന് തങ്ങളുടെ പിന്തുണ പ്രഖ്യാപിക്കുന്നു. ഏതാണ്ട് യൂറോപ്പ് മുഴുവനും തന്നെ ഇസ്രായേലിന്റെ കൂടെ നിൽക്കുന്നു. മരിച്ചു വീഴുന്ന മനുഷ്യരെ, രക്തമൊലിക്കുന്ന കുട്ടികളെ, നിസ്സഹായരായി മാറുന്ന അമ്മമാരെ ഇവരാരും തന്നെ കാണുകയോ അവർക്ക് വേണ്ടി ശബ്ദമുയർത്താൻ തങ്ങളുടെ രാഷ്ട്രീയത്തെ, തങ്ങളുടെ വാചാലതയെ ഉപയോഗപ്പെടുത്തുകയോ ചെയ്യുന്നതായി കാണുന്നില്ല. അപ്പോൾ ഇസ്രായേലിനെ രൂപകമായി എടുക്കാമെങ്കിൽ ഒരുപക്ഷെ ഇന്നത്തെ രാഷ്ട്രീയത്തിന്റെ മുഴുവൻ തന്നെ ആന്തരാർത്ഥങ്ങൾ നമുക്ക് വ്യക്തമാകും എന്ന് എനിക്ക് തോന്നുന്നു. ഇന്ത്യ നമുക്കറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നത് പോലെ ഒരുപക്ഷെ ഇതുവരെ സ്വാതന്ത്ര്യാനന്തരം നാം കടന്നു പോന്നിട്ടില്ലാത്ത അങ്ങേയറ്റം ക്രൂരമായ ജനാധിപത്യ വിരുദ്ധതയുടെ ഒരു കാലത്തിലൂടെ കടന്നു പോവുകയാണ്. അതിനെ ഫാഷിസം എന്ന് നേരെ വിളിക്കാൻ മടിയുള്ള ആളുകളുണ്ട്. എന്നാൽ അതിനെ ഫാഷിസം എന്ന് വിളിക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു എന്ന് നമ്മെ ബോധ്യപ്പെടുത്തുന്നതാണ് ഓരോ ദിവസവും ഇന്ത്യയിൽ നടക്കുന്ന സംഭവങ്ങൾ. തീർച്ചയായും അത് സവിശേഷമായ ഒരു ഫാഷിസമാണ്. ഒരുപക്ഷെ ഫലാഞ്ചിസ്റ്റുകൾ, അല്ലെങ്കിൽ സ്പെയിനിലുണ്ടായ ഫാഷിസം പോലെയോ, അല്ലെങ്കിൽ ജർമ്മനിയിലെ നാസിസം പോലെയോ, ഇറ്റലിയിലെ ഫാഷിസം പോലെയോ ഉള്ള ഒരു ഫാഷിസം തന്നെയാണ് അത് എന്ന് ഞാൻ പറയുകയില്ല. എന്നാൽ അതിൻ്റെ അടിസ്ഥാന സ്വഭാവങ്ങളും അതിൻ്റെ അടിത്തറകളും ഏതാണ്ട് ഒന്ന് തന്നെയാണ് എന്ന് ചരിത്രം സൂക്ഷ്മമായി പരിശോധിക്കുന്ന ആർക്കും വ്യക്തമാകും. ഫാഷിസത്തെക്കുറിച്ചുള്ള അനേകം ഗ്രന്ഥങ്ങൾ എഴുതപ്പെട്ടിട്ടുണ്ട്. വിലം റീഹിന്റെ കാലം മുതൽ, റീഹിന്റെയും ടാൽക്കോട്ട് പാഴ്സൺസിന്റെയും ഹന്ന ആരൻഡിന്റെയും ഉംബർട്ടോ ഇക്കോയുടെയും അങ്ങനെ അനേകം ആളുകളുടെ, ബോർദോയുടെയും അനേകം ചിന്തകരുടെ പുസ്തകങ്ങൾ ഫാഷിസത്തിന്റെ സ്വഭാവങ്ങളെ അപഗ്രഥിച്ചുകൊണ്ട് പല കാലങ്ങളിലായി ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അവയ്ക്കെല്ലാം പൊതുവായ ചില സവിശേഷതകളുണ്ട്. ഒന്ന്, ഇവിടെ സൂചിപ്പിച്ചതുപോലെ അതിന് മുതലാളിത്തത്തിന്റെ ശക്തമായ അടിത്തറയുണ്ട്. ആ മുതലാളിത്തത്തിന്റെ സ്വഭാവം മാറുന്നു എന്നേ ഉള്ളൂ. ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഒരു പുതിയ മുതലാളിത്തം, ഒരു കോർപ്പറേറ്റ് മുതലാളിത്തം ശക്തമായി ഉയർന്നു വരുന്ന അഥവാ ഉയർന്നു വന്ന് കഴിഞ്ഞ ഒരു കാലത്തിലൂടെയാണ് ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ കടന്നു പോകുന്നത് എന്ന് നിങ്ങൾക്കറിയാം. ഈ അടിത്തറ എല്ലാ കാലത്തും ഫാഷിസത്തിന് ഉണ്ടായിട്ടുണ്ട്. കാരണം കഠിനമായ സാമ്പത്തിക പ്രതിസന്ധികളിലൂടെ ഒരു രാഷ്ട്രം കടന്നു പോകുമ്പോഴാണ് ദരിദ്രരായ മനുഷ്യർ ഉണർന്നെണീക്കും എന്ന ഭയം ഭരണകൂടങ്ങളെ പിടികൂടുമ്പോഴാണ് അവർ അടിച്ചമർത്തൽ ശക്തമാക്കുകയും ജനങ്ങളുടെ ശബ്ദത്തെ ഞെരുക്കിക്കളയുകയും ചെയ്യുന്നത്. അതുകൊണ്ടാണ് അവരുടെ പിന്തുണ ഏത് തരത്തിലുള്ള ഫാഷിസത്തിനും ആവശ്യമായി വരുന്നത്. അവരുടെ സാമ്പത്തികമായ പിന്തുണ, അവരുടെ ധാർമ്മികമായ അഥവാ ശരിയായി പറഞ്ഞാൽ അധാർമികമായ പിന്തുണ ഫാഷിസങ്ങൾക്ക് ആവശ്യമായി വരുന്നത് ഈ ജനശബ്ദത്തെ അടിച്ചമർത്തേണ്ടത് അത്തരം വേളകളിൽ അനിവാര്യമാകുന്നു എന്നതുകൊണ്ട് ആണ്. എന്താണ് ആ തരത്തിലുള്ള ഒരു ഫാഷിസത്തിന്റെ മറ്റ് പ്രധാനപ്പെട്ട സ്വഭാവങ്ങൾ? ഒന്ന്, അത് പലപ്പോഴും മതം പോലുള്ള സ്ഥിതവ്യവസ്ഥയുടെ ഭാഗങ്ങളായ പ്രത്യയശാസ്ത്രങ്ങളെ തങ്ങൾക്ക് അനുകൂലമായി പ്രയോജനപ്പെടുത്തുന്നു. നമുക്കറിയാവുന്നതുപോലെ ഇന്ത്യയിൽ ഉയർന്നു വരുന്ന ഫാഷിസം ആത്യന്തികമായി ഒരു ഭൂരിപക്ഷ മത ഫാഷിസമാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ഇന്ത്യയെ ഒരു ഹിന്ദു രാഷ്ട്രമാക്കി മാറ്റാനുള്ള ആ ഹിന്ദു രാഷ്ട്രത്തെയാണ് അഥവാ സവർണ രാഷ്ട്രത്തെയാണ് അവർ ഭാരതം എന്ന് വിശേഷിപ്പിക്കുന്നത്. ആ രീതിയിലുള്ളൊരു സവർണ ഇന്ത്യ നിർമ്മിക്കാൻ ഉള്ള ശ്രമത്തിലാണ് ഇന്നത്തെ ഭരണകൂടം ഏർപ്പെട്ടിരിക്കുന്നത് എന്ന് നമുക്കറിയാം. നാം കഴിക്കുന്ന ഭക്ഷണം മുതൽ നമ്മുടെ ചിന്ത വരെ, നമ്മുടെ എഴുത്ത് വരെ, നമ്മുടെ കലാപരമായ ആവിഷ്കാരങ്ങൾ വരെ നിരന്തരം നിരീക്ഷിക്കപ്പെടുകയും അവയ്ക്കെതിരായ നിയമങ്ങൾ ഓരോ ദിവസവും പാസാക്കപ്പെടുകയും ചെയ്യുന്ന ഒരു വ്യവസ്ഥയിലൂടെ നാം ഇന്ന് കടന്നു പോകുന്നു. ഒരു ഭാഗത്ത്
കർഷകരെ മുഴുവൻ തന്നെ കോർപ്പറേറ്റുകളുടെ അടിമകളാക്കി മാറ്റാൻ, അവർക്ക് ആവശ്യമുള്ള ഉൽപ്പന്നങ്ങൾ മാത്രം ഉൽപ്പാദിപ്പിക്കുന്ന ആളുകളാക്കി മാറ്റാനുള്ള നിയമങ്ങൾ വരുന്നു. ആ നിയമങ്ങൾക്കെതിരെയാണ് നിങ്ങൾക്കറിയാവുന്നതുപോലെ ഡൽഹിയിൽ ഉൾപ്പെടെ ഉത്തരേന്ത്യയുടെ പല ഭാഗങ്ങളിലും ഗംഭീരമായ ഒരു സമരം അരങ്ങേറുകയും ഒരുപക്ഷെ ആദ്യമായി മോദി ഗവൺമെന്റിന് അവരുടെ സമരത്തിന് കീഴടങ്ങുകയും ആ നിയമം തൽക്കാലം നടപ്പാക്കേണ്ടതില്ല എന്ന് വെക്കുകയും വേണ്ടി വന്നത്. മറ്റൊരു ഭാഗത്ത് പൗരത്വ നിയമ ഭേദഗതിയിലൂടെ നൂറ്റാണ്ടുകളായി ഇന്ത്യയിൽ ജനിച്ച് ഇന്ത്യയിൽ ജീവിച്ച് ഇന്ത്യയിലെ ജനങ്ങളുടെ ഭാഗമായി തന്നെ കഴിഞ്ഞു പോന്ന ഒരു വിഭാഗം മനുഷ്യരെ മുഴുവൻ തന്നെ അപരവൽക്കരിക്കുന്ന, അന്യരാക്കുന്ന, ഭ്രഷ്ടരാക്കുന്ന, വിദേശീയരാക്കുന്ന നിയമം ഈ പൗരത്വ ഭേദഗതി നിയമത്തിലൂടെ അത്തരമൊരു നിയമം ഇവിടെ പാസാക്കപ്പെടുന്നത് നാം കാണുന്നു. നമ്മുടെ ഭക്ഷണ രീതികൾ ചോദ്യം ചെയ്യപ്പെടുന്നു. എന്ത് തരത്തിലുള്ള ഭക്ഷണമാണ് മനുഷ്യർ കഴിക്കേണ്ടത് എന്ന ചോദ്യം ഇതൊക്കെ വളരെ വളരെ വിശദമായി പറയേണ്ട കാര്യങ്ങളാണ്. കാരണം നമ്മുടെ പുരാണ ഗ്രന്ഥങ്ങളിൽ ഏറ്റവും വിശിഷ്ടരായ അതിഥികൾക്ക് വിളമ്പുന്ന മാംസമായിരുന്നു ഗോമാംസം. ഇത് വെറുതെ പറയുന്നതല്ല, ധാരാളം തെളിവുകളോടുകൂടി നമുക്ക് സ്ഥാപിക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ് ഇത്. എന്നാൽ പെട്ടെന്ന് ഒരു ദിവസം ഈ ഗോമാംസം നിരോധിക്കപ്പെട്ട ഒരു ഭക്ഷണ സമ്പ്രദായമായി മാറുന്നു. ഒരു സസ്യാഹാരിയായിരുന്ന ഗാന്ധി പോലും ആവർത്തിച്ച് പറഞ്ഞ ഒരു കാര്യമുണ്ട്: ഒരു സമുദായം അല്ലെങ്കിൽ ഒരു പ്രത്യേക ജനത ഒരു സവിശേഷമായ ഭക്ഷണ രീതി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ആ ഭക്ഷണ രീതി തുടരുന്നതിനുള്ള സമ്പൂർണമായ അനുവാദം അവർക്ക് ജനാധിപത്യം നൽകിയിരിക്കണം എന്നതാണ് ആ കാര്യം. അതുകൊണ്ട് ഒരു തരത്തിലും ന്യായീകരണമില്ലാത്ത വിധത്തിൽ ഒരു സവിശേഷമായ ഭക്ഷണ സമ്പ്രദായത്തെ നിരോധിക്കുക, പ്രതിപക്ഷത്തെ മുഴുവൻ തന്നെ ശത്രുക്കളായി മുദ്രകുത്തുക, ഇതും ജനാധിപത്യ വിരുദ്ധമായ ഒന്നാണെന്ന് നിങ്ങൾക്കറിയാം. കാരണം ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ പ്രതിപക്ഷമില്ലാതെ, വിയോജിപ്പില്ലാതെ ജനാധിപത്യമില്ല. ജനാധിപത്യത്തെ അത് അർത്ഥവത്താക്കുന്നത് തന്നെ അത് നൽകുന്ന വിയോജിക്കാനുള്ള സ്വാതന്ത്ര്യമാണ്. എന്നാൽ വിയോജിക്കുന്നവരെ മുഴുവൻ തന്നെ ശത്രുക്കളായി, ഗൂഢാലോചനക്കാരായി, ദേശദ്രോഹികളാക്കി മാറ്റുന്ന നിയമങ്ങൾ നിരന്തരമായി പാസാക്കപ്പെടുന്നത്, ആ നിയമങ്ങൾ പരമാവധി ദുരുപയോഗം ചെയ്യപ്പെടുന്നത് നാം എന്നും കണ്ടു നിൽക്കുന്നു. ഇന്ന് ജയിലിൽ കിടക്കുന്ന അനേകം ആളുകൾ, അനേകം ആളുകൾ എൻ്റെ കൂടി സുഹൃത്തുക്കളാണ്, എൻ്റെ വിദ്യാർത്ഥികൾ പോലുമാണ്. അവരിൽ ചിലർ 6 വർഷവും 10 വർഷവുമായി വിചാരണയില്ലാതെ ജയിലിൽ കഴിയുന്ന ആളുകൾ. ഹനി ബാബു എൻ്റെ വിദ്യാർത്ഥിയാണ്, ആനന്ദ് തെൽത്തുംഡെ എൻ്റെ സുഹൃത്താണ്. ഈ രീതിയിലുള്ള ഒരുപാട്, എൻ്റെ സുഹൃത്തായതുകൊണ്ടല്ല, അവർ സത്യം പറഞ്ഞതുകൊണ്ടാണ്. ഈ ഭരണകൂടം ഹിംസാത്മകമായ ഒരു ഭരണകൂടമാണ് എന്ന സത്യം, ഈ ഭരണകൂടം ജനാധിപത്യ വിരുദ്ധമായ ഒരു ഭരണകൂടമാണ് എന്ന സത്യം ഉറക്കെ വിളിച്ചു പറഞ്ഞതുകൊണ്ടാണ് ആ മനുഷ്യർക്ക് ജയിലിൽ കിടക്കേണ്ടി വന്നത്. അതുകൊണ്ട് നാം നിരന്തരം ചോദിച്ചുകൊണ്ടേയിരിക്കേണ്ടതുണ്ട്: ഈ മനുഷ്യർ എവിടെ പോയി? എവിടെ ഉമാർ ഖാലിദ്? എവിടെ ഹനി ബാബു? എവിടെ ആനന്ദ് തെൽത്തുംഡെ? എവിടെ വരവര റാവു? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ. അവരിൽ ചിലർ ജാമ്യം കിട്ടി പുറത്തു വന്നിട്ടുണ്ടെങ്കിൽ പോലും അവരുടെ കേസുകൾ പിൻവലിക്കപ്പെട്ടിട്ടില്ല എന്ന് നിങ്ങൾക്കറിയാം. ഈ ചോദ്യങ്ങൾ നിരന്തരമായി ചോദിക്കേണ്ട ഉത്തരവാദിത്തം നമുക്കുണ്ട്. കാരണം അവർക്ക് വേണ്ടി നാം ഈ ചോദ്യങ്ങൾ ചോദിച്ചില്ലെങ്കിൽ നാം ആ അവസ്ഥയിലാകുമ്പോൾ നമുക്ക് വേണ്ടി ആ ചോദ്യങ്ങൾ ചോദിക്കാൻ മറ്റാരും തന്നെ ബാക്കിയാവുകയില്ല. അതുകൊണ്ട് ഇന്ന് അടിച്ചമർത്തപ്പെട്ട ശബ്ദങ്ങൾക്ക് വേണ്ടി, ഇന്ന് ജയിലിലാക്കപ്പെട്ട മനുഷ്യർക്ക് വേണ്ടി, ഇന്ന് സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ട ജനവിഭാഗങ്ങൾക്ക് വേണ്ടി, ഇന്ന് വിദേശികളും അപരരും അന്യരും ഭ്രഷ്ടരുമായി മുദ്രകുത്തപ്പെട്ട വൻ ജനവിഭാഗങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുകയും ശബ്ദമുയർത്തുകയും ചെയ്യുക എന്നത് ഇന്നത്തെ ഏതൊരു തരത്തിലുള്ള രാഷ്ട്രീയ സ്വഭാവമുള്ള സംഘടനയുടെയും പ്രാഥമികമായ കർത്തവ്യങ്ങളിൽ ഒന്നാണ് എന്ന് ഞാൻ കരുതുന്നു. മറ്റൊരു ഫാഷിസ്റ്റിന്റെ പ്രധാന സ്വഭാവം അന്ധമായ പാരമ്പര്യ ആരാധനയാണ്. പാരമ്പര്യത്തിൽ, എല്ലാ പാരമ്പര്യങ്ങളിലും ഉത്തമങ്ങളായ ചില അംശങ്ങളുണ്ട്, പക്ഷേ വളരെ അധമങ്ങളായ അംശങ്ങളുമുണ്ട്. നമ്മുടെ ജാതി വ്യവസ്ഥ പോലെ അങ്ങേയറ്റം ക്രൂരമായ, അപ്പാർത്തൈറ്റിനേക്കാൾ ക്രൂരം എന്ന് ഗാന്ധിയെ പോലുള്ളവർ പറയുകയും കണ്ടെത്തുകയും ചെയ്തിട്ടുള്ള, അംബേദ്കറിനെ പോലുള്ളവർ ആവർത്തിച്ച് വിമർശിച്ചിട്ടുള്ള ജാതി വ്യവസ്ഥ പോലുള്ള കാര്യങ്ങൾ നമ്മുടെ പാരമ്പര്യത്തിൽ നിശ്ചയമായുമുണ്ട്. അതേസമയം വെളിച്ചത്തിന്റെ, ചൈതന്യത്തിന്റെ ചില അംശങ്ങളും അവയിൽ നമുക്ക് കണ്ടെത്താൻ കഴിയും. എന്നാൽ അതിലെ പ്രകാശമാനമായ
പ്രധാനമായ അംശങ്ങളെ മുഴുവൻ തന്നെ നിശബ്ദമാക്കുകയും അതിൻ്റെ ഏറ്റവും ഇരുണ്ട വശങ്ങളെ മാത്രം ഏറ്റെടുക്കുകയും ചെയ്തുകൊണ്ട് ഒരു സവിശേഷമായ പാരമ്പര്യം നിർമ്മിച്ചെടുക്കുകയും ആ പാരമ്പര്യത്തെ അന്ധമായി പിന്തുടരാൻ നമ്മെ നിർബന്ധിക്കുകയുമാണ് ഇന്നത്തെ ഫാസിസ്റ്റുകൾ പ്രാഥമികമായും ചെയ്യുന്ന കാര്യങ്ങളിൽ ഒന്ന്. അതോടൊപ്പം തന്നെ പറയേണ്ടതാണ് പുരുഷത്വ പ്രകീർത്തനം. നമുക്കറിയാം, നമ്മുടെ പ്രധാനമന്ത്രിയെ കുറിച്ച് സംസാരിക്കുമ്പോഴൊക്കെ അദ്ദേഹത്തിന്റെ നെഞ്ചളവിനെ കുറിച്ചാണ് ആദ്യമായി പറയാറ്. അദ്ദേഹത്തിന്റെ ബുദ്ധിയെക്കുറിച്ചോ ഭാവിയെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ സ്വപ്നത്തെക്കുറിച്ചോ ഇന്ത്യയെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ സങ്കല്പത്തെക്കുറിച്ചോ അല്ല. ഇത് ഈ എല്ലാ ഫാസിസ്റ്റുകളും പുലർത്തുന്ന, പ്രത്യക്ഷമായോ പരോക്ഷമായോ പുലർത്തുന്ന പുരുഷ ശക്തിയിലും പുരുഷാധീശത്വത്തിലുമുള്ള വിശ്വാസത്തിന്റെ ഒരു പ്രകടനം തന്നെയാണ്. ഈ പുരുഷ പ്രകീർത്തനം എല്ലാ ഫാസിസങ്ങളുടെയും ഒരു പ്രധാന സ്വഭാവം ആയിരുന്നിട്ടുണ്ട്. ഹിറ്റ്ലറെ പോലുള്ള ഒരു ചെറിയ മനുഷ്യൻ പോലും അതിശക്തനായ, ലോകത്തെ വിറപ്പിക്കാൻ കഴിയുള്ള ഒരു മനുഷ്യൻ എന്ന നിലയിലാണ് ലോകത്തിന് മുമ്പിൽ അവതരിപ്പിക്കപ്പെട്ടത്. അഥവാ വൈതാളികർ ഹിറ്റ്ലറെ അവതരിപ്പിച്ചത് അങ്ങനെയായിരുന്നു എന്ന് നിങ്ങൾക്ക് അറിയാം. ഇത് ഈ രീതിയിലുള്ള സവിശേഷമായ സ്വഭാവങ്ങൾ, ഒപ്പം തന്നെ മരണത്തോടുള്ള ആരാധന, അതും ഫാസിസത്തിന്റെ ഒരു നിരന്തരമായ സ്വഭാവമാണ്. സ്പാനിഷ് ഫാസിസ്റ്റുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യങ്ങളിൽ ഒന്ന് മരണം ജയിക്കട്ടെ എന്നതായിരുന്നു. വിവാ ലാ മ്യൂർത്തെ, മരണം ജയിക്കട്ടെ. കാരണം എന്തുകൊണ്ട് അവർ മരണം ജയിക്കട്ടെ എന്ന് പറയുന്നു? തങ്ങളുടെ വിശ്വാസത്തിന് വേണ്ടി മരിക്കാൻ തയ്യാറാണെങ്കിൽ തങ്ങളുടെ വിശ്വാസത്തിന് വേണ്ടി മറ്റുള്ളവരെ കൊല്ലാനും അവകാശമുണ്ട് എന്ന ലോജിക്കാണ്, എന്ന യുക്തിയാണ് ആ തരത്തിലുള്ളൊരു മുദ്രാവാക്യത്തെ നയിക്കുന്നത്. ഞങ്ങൾ മരിക്കാൻ തയ്യാറാണ് ഞങ്ങളുടെ വിശ്വാസത്തിന് വേണ്ടി, അതുകൊണ്ട് നിങ്ങളും മരിക്കാൻ തയ്യാറായിക്കൊള്ളുക. ഒന്നുകിൽ ഞങ്ങളുടെ വിശ്വാസത്തിന് വേണ്ടി മരിക്കുക, അല്ലെങ്കിൽ ഞങ്ങളുടെ വിശ്വാസത്തിന് എതിർ നിന്നതുകൊണ്ട് മരിക്കുക. മരണം എന്ന ചോയ്സ്, എന്ന ഒരൊറ്റ തെരഞ്ഞെടുപ്പ് മാത്രമാണ് ഒരുപക്ഷെ ഈ മനുഷ്യരുടെ മുമ്പിൽ, ഈ ഫാസിസത്തെ തുറന്നെതിർക്കുന്ന സത്യസന്ധരായ, എണീറ്റ് നിന്ന് സത്യം പറയുന്ന മനുഷ്യരുടെ മുമ്പിൽ ഉള്ളൂ. ഇതെല്ലാമാണ് ഫാസിസത്തിന്റെ ഏറ്റവും പ്രധാനമായ സവിശേഷതകളായി അനേകം ചിന്തകർ ആവർത്തിച്ചുള്ള അപഗ്രഥനങ്ങളിലൂടെ വ്യക്തമാക്കുന്ന കാര്യങ്ങൾ. ഇവയെല്ലാം തന്നെ സത്യമായി മാറുന്ന ഒരു കാലത്തൂടെയാണ് നാം ഇന്ന് കടന്നു പോകുന്നത്. നമ്മുടെ മാറി മാറി വരുന്ന നിയമങ്ങളെ നോക്കുക. ഞാൻ പറഞ്ഞു പൗരാവകാശ ഭേദഗതി നിയമത്തെക്കുറിച്ച്, കർഷക നിയമത്തെക്കുറിച്ച്, നമ്മുടെ പുതിയ വിദ്യാഭ്യാസ നയം വളരെ ശ്രദ്ധയോടുകൂടി പരിശോധിച്ചിട്ടുള്ള ഒരാൾ എന്ന നിലയിൽ എനിക്ക് നിസ്സംശയമായും പറയാൻ കഴിയും, കോർപ്പറേറ്റുകൾക്ക് ആവശ്യമായ യന്ത്രതുല്യരായ, ചിന്താശൂന്യരായ മനുഷ്യരെ സൃഷ്ടിക്കാൻ വേണ്ടിയുള്ള, കൃത്യമായും അതിനുവേണ്ടി ആസൂത്രണം ചെയ്യപ്പെട്ട ഒരു വിദ്യാഭ്യാസ നയം ആണ് അത് എന്ന് വെറും 16 പേജുകളേ ഉള്ളൂ. നിങ്ങൾക്ക് വായിച്ചു നോക്കിയാൽ വളരെ പെട്ടെന്ന് തന്നെ ബോധ്യമാകുന്ന ഒരു കാര്യമാണ്. അതിൽ വിമർശനത്തിനോ ചിന്തയ്ക്കോ വിജ്ഞാനത്തിനോ അന്വേഷണത്തിനോ യാതൊരു തരത്തിലുള്ള പ്രാധാന്യവും നൽകപ്പെടുന്നില്ല. കോർപ്പറേറ്റുകൾക്ക് ആവശ്യമായ ഏറ്റവും അടിത്തട്ടിലെ ആളുകൾ മുതൽ മേൽത്തട്ടിലെ ആളുകൾ വരെ, പ്യൂൺമാർ മുതൽ മാനേജർമാർ വരെയുള്ള ആളുകളെ ഉൽപ്പാദിപ്പിക്കാനുള്ള, യന്ത്രതുല്യരായ ചിന്താശൂന്യരായ മനുഷ്യരെ ഉൽപ്പാദിപ്പിക്കാനുള്ള ഒരു നയമെന്ന നിലയിലാണ് ഈ വിദ്യാഭ്യാസ നിയമം അവതരിപ്പിക്കപ്പെട്ടത്. അതുപോലെ മനുഷ്യാവകാശങ്ങൾ ഒന്നൊന്നായി ചോർത്തപ്പെടുന്നു. ചോദ്യം ചെയ്യാനുള്ള അവകാശം, വിവരാവകാശ നിയമത്തിൽ എങ്ങനെയാണ് വെള്ളം ചേർക്കപ്പെട്ടുകൊണ്ടിരുന്നത്, ഇപ്പോഴും വെള്ളം ചേർക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്ന് നിങ്ങൾക്കറിയാം. ഒരുപാട് ഭരണത്തിന്റെ ഒരുപാട് വശങ്ങൾ ആ വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ നിന്ന് പുറത്താവുകയും നിങ്ങൾ ചോദിച്ചാലും ആ വിവരങ്ങൾ നൽകേണ്ടതില്ല എന്ന രീതിയിലേക്ക് ആ നിയമം, ഒരുപക്ഷെ ജനാധിപത്യത്തെ സംബന്ധിച്ചിടത്തോളം വളരെ അർത്ഥവത്തായിരുന്ന ആ നിയമം മാറുകയും ചെയ്യുന്നത് നാം കാണുന്നു. ഇങ്ങനെ അതുപോലെ തന്നെയുള്ള ഭീകര അനേക തരത്തിലുള്ള ഭീകര നിയമങ്ങൾ, അത് UAP ആകാം, അല്ലെങ്കിൽ ദേശദ്രോഹ നിയമമാകാം, ഒരുപക്ഷെ കൊളോണിയൽ ഭരണകൂടങ്ങൾ മാത്രം നിലനിർത്തുകയും ഉപയോഗിക്കുകയും വേണ്ട ആ തരത്തിലുള്ള നിയമങ്ങളെ ദുരുപയോഗം ചെയ്യുകയും ദേശഭക്തരായ മനുഷ്യരെ ദേശദ്രോഹികളാക്കി മാറ്റുകയും മനുഷ്യാവകാശത്തിന് വേണ്ടി വാദിക്കുന്ന മനുഷ്യരെ മനുഷ്യദ്രോഹികളും മനുഷ്യ ശത്രുക്കളുമാക്കി മാറ്റുകയും ചെയ്യുന്ന രീതിയിൽ നിയമത്തിന്റെ വ്യാഖ്യാനങ്ങൾ മാറുന്നത് നാം കാണുന്നു. അതായത് ജനാധിപത്യത്തിന്റെ 4 തൂണുകൾക്കും തുരുമ്പ് പിടിച്ചിരിക്കുന്നു എന്ന് ലളിതമായി പറയാം. അത് നിയമം പാസാക്കുന്ന സഭകൾ,
ആ നിയമങ്ങൾ നടപ്പിലാക്കേണ്ട ആളുകൾ അല്ലെങ്കിൽ ആ സംവിധാനങ്ങൾ, ന്യായം നിർവഹിക്കേണ്ട കോടതികൾ എന്ന സംവിധാനം, ഇതിനെയെല്ലാം സത്യസന്ധമായി നിലനിർത്തേണ്ട നാലാമത്തെ എസ്റ്റേറ്റായി പറയാറുള്ള മാധ്യമങ്ങൾ, ഇവ നാലും ക്രമേണ നിശബ്ദമാക്കപ്പെടുന്നത് അഥവാ നിശ്ചലമാക്കപ്പെടുന്നത് നാം തുടർച്ചയായി തന്നെ കണ്ടുകൊണ്ടേയിരിക്കുന്നു. ജുഡീഷ്യറിയിലുള്ള വിശ്വാസം ജനങ്ങൾക്ക് നഷ്ടപ്പെടുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് ആ വിശ്വാസം തിരിച്ചു നൽകുന്ന ഒരു ചന്ദ്രചൂഡോ ഏതെങ്കിലും ഒരു ജഡ്ജി ഒരു ശരിയായ വിധി പാസാക്കി എന്ന് വരാം. പക്ഷേ ഈ കഴിഞ്ഞ വർഷങ്ങളിൽ 2014 മുതലുള്ള വർഷങ്ങളിൽ ഉണ്ടായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിധിന്യായങ്ങൾ, ബാബറി മസ്ജിദിനെ കുറിച്ചുള്ള വിധിന്യായം ഉൾപ്പെടെയുള്ള വിധിന്യായങ്ങൾ പരിശോധിച്ച് നോക്കുക. എത്ര വിചിത്രമായാണ് നിയമങ്ങൾ വ്യാഖ്യാനിക്കപ്പെട്ടത്, എത്ര ഭരണഘടനാ വിരുദ്ധമായാണ് നിയമങ്ങൾ ഉപയോഗിക്കപ്പെട്ടത്, ഏത് രീതിയിലാണ് അവയെല്ലാം തന്നെ ദേശസ്നേഹികളായ മനുഷ്യരെ ദ്രോഹിക്കുന്നതിന് വേണ്ടിയും അന്യവൽക്കരിക്കുന്നതിന് വേണ്ടിയും ഉപയോഗിക്കപ്പെട്ടത് എന്ന് വളരെ പെട്ടെന്ന് തന്നെ ഒരൊറ്റ പരിശോധനയിൽ തന്നെ നിങ്ങൾക്ക് വ്യക്തമാകും. അതോടൊപ്പം തന്നെ മാധ്യമങ്ങളെ വിലക്കെടുക്കുക അല്ലെങ്കിൽ മാധ്യമങ്ങളിലേക്ക് തങ്ങളുടെ പ്രതിനിധികളെ കയറ്റിവിടുക, അങ്ങനെ മാധ്യമങ്ങളെ മുഴുവൻ തന്നെ ഭരണകൂടത്തിന്റെ പ്രചാരണ മാധ്യമങ്ങൾ ആക്കുക. ഭരണകൂടത്തിന്റെ വിമർശനമാണ് മാധ്യമങ്ങളുടെ ഏറ്റവും പ്രാഥമികമായ ധർമ്മങ്ങളിൽ ഒന്ന്. അതിനു പകരം ഭരണകൂടത്തിന്റെ വൈതാളികരായി അവരുടെ പ്രചാരണ പദ്ധതികൾ, അവർ പ്രചരിപ്പിക്കുന്ന നുണകൾ കൂടുതൽ ജനങ്ങളിൽ എത്തിക്കുന്നതിനായി മാധ്യമങ്ങൾ നിരന്തരം ഉപയോഗിക്കപ്പെടുന്നത് നാം കാണുന്നു. നമുക്കറിയാം, നമ്മുടെ ടെലിവിഷൻ ചാനലുകൾ CTV പോലുള്ള, CTV 102-ലേറെ ചാനലുകളുണ്ട്. വടക്കേ ഇന്ത്യയിൽ മുഴുവൻ തന്നെ ആളുകൾ കാണുന്ന ചാനലുകളാണ്. അതുപോലെ ദൈനിക് ജാഗരൺ പോലുള്ള ഹിന്ദിയിലുള്ള പത്രങ്ങളുണ്ട്, കോടിക്കണക്കിന് ആളുകൾ വായിക്കുന്ന പത്രങ്ങൾ. ഇവയുടെ എല്ലാം സമ്പൂർണമായ നിയന്ത്രണം ഇന്ന് ഭരണം കൈയാളുന്ന ആളുകളുടെ കയ്യിലാണ്. അങ്ങനെ സമ്പൂർണ്ണ നിയന്ത്രണം ഇല്ലാത്തിടത്ത് പോലും തങ്ങളുടെ നിയന്ത്രണം കൂടുതലായി കൊണ്ടുവരുന്നതിന് വേണ്ടി അവർക്ക് പരസ്യങ്ങൾ നിഷേധിക്കുക, അല്ലെങ്കിൽ തങ്ങളുടെ ആളുകളെ അവയിൽ നിയമിക്കാൻ നിർബന്ധിക്കുക മുതലായ നയങ്ങൾ നിരന്തരമായി ഈ ഭരണകൂടം പിന്തുടരുന്നത് നാം കാണുന്നു. കാരണം നുണകളിലൂടെയാണ് ഈ ഫാസിസ്റ്റ് ഭരണകൂടങ്ങൾ എല്ലാ കാലത്തും നിലനിർത്തപ്പെട്ടിട്ടുള്ളത്. അതിനെക്കുറിച്ചുള്ള വലിയ അപഗ്രഥനങ്ങളുണ്ട്. ആദ്യം നുണ സൃഷ്ടിക്കുക, പിന്നെ നുണ ആവർത്തിക്കുക, പിന്നെ അത് കൂടുതൽ ജനങ്ങളിലേക്ക് പരത്തുക, അങ്ങനെ നുണ സത്യമാണെന്ന് വരുത്തി തീർക്കുക. അത് സത്യമാണ് എന്ന് ആളുകൾ വിശ്വസിച്ചു കഴിഞ്ഞാൽ അടുത്ത നുണയുടെ പ്രചാരണം ആരംഭിക്കുക. അതിനുവേണ്ടി എല്ലാ സാങ്കേതിക വിദ്യകളും ഉപയോഗിക്കുക. സാങ്കേതിക വിദ്യകൾ സ്വയം നല്ലതോ ചീത്തയോ അല്ല എന്ന് നമുക്കറിയാം. എന്നാൽ ഇന്ന് എങ്ങനെയാണ് അവ ഉപയോഗിക്കപ്പെടുന്നത്? സൈബർ സാങ്കേതിക വിദ്യകൾ എങ്ങനെയാണ് ഫേസ്ബുക്ക് പോലുള്ള മാധ്യമങ്ങൾ അല്ലെങ്കിൽ എക്സ് പോലുള്ള മാധ്യമങ്ങൾ ഉപയോഗിക്കപ്പെടുന്നത്? എങ്ങനെയാണ്, എന്തിന് വാട്സപ്പ് പോലുള്ള എല്ലാ മനുഷ്യരും സാധാരണമായി ഉപയോഗിക്കുന്ന മാധ്യമങ്ങൾ പോലും എങ്ങനെ ഉപയോഗിക്കപ്പെടുന്നു? ഏതെല്ലാം രീതിയിൽ നുണകൾ പറയുന്നതിനും നുണകൾ പ്രചരിപ്പിക്കുന്നതിനും വേണ്ടി അവ ഉപയോഗിക്കപ്പെടുന്നു എന്ന് വളരെ പ്രത്യക്ഷമായ ഒരു പരിശോധനയിൽ പോലും നമുക്ക് വ്യക്തമാകും. ഇങ്ങനെ ഒരു ഭാഗത്ത് സാങ്കേതിക വിദ്യയെ ഉപയോഗിക്കുക, അതേ സമയത്ത് തന്നെ ഈ സാങ്കേതിക വിദ്യകളുടെ എല്ലാം അടിസ്ഥാനമായ ശാസ്ത്രത്തെ, ശാസ്ത്രീയമായ വീക്ഷണത്തെ, ശാസ്ത്രീയമായ സ്വതന്ത്ര വിചാരത്തെ തടവിലിടുകയും ചെയ്യുക. ഇതും ഫാസിസത്തിന്റെ ഒരു സാധാരണ സ്വഭാവമാണ്. ശാസ്ത്രീയമായ സമീപനം അവർക്ക് ആവശ്യമില്ല. വസ്തുനിഷ്ഠമായി കാര്യങ്ങളെ സമീപിക്കുന്ന ഒരു സമ്പ്രദായം, അപഗ്രഥനപരമായ സമീപനം അവർക്ക് ആവശ്യമില്ല. അതേസമയം ശാസ്ത്രത്തിന്റെ ഉൽപ്പന്നങ്ങൾ, സാങ്കേതികമായ ഉൽപ്പന്നങ്ങൾ അവർക്ക് ആവശ്യമുണ്ട്. പലപ്പോഴും അതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ടെക്നോ ഫാസിസം എന്ന വാക്ക് ഉപയോഗിക്കാറുണ്ട്. സാങ്കേതിക വിദ്യകളിലൂടെ വളരുന്ന ഒരു ഫാസിസം, സാങ്കേതിക വിദ്യകളെ തങ്ങളുടെ ഭരണത്തിന് അനുകൂലമായ അഭിപ്രായങ്ങൾ സൃഷ്ടിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഫാസിസം എന്ന അർത്ഥത്തിൽ ഇങ്ങനെ ശാസ്ത്രത്തെ ഇല്ലാതാക്കുക, ശാസ്ത്രത്തെ മിത്തുകളാക്കി മാറ്റുകയും മിത്തുകളെ ശാസ്ത്രമാക്കി മാറ്റുകയും ചെയ്യുക. ഇതിനൊക്കെയുള്ള ഉദാഹരണങ്ങൾ പ്രധാനമന്ത്രിയുടെ പ്രസ്താവങ്ങൾ മുതൽ ആ വിഭാഗത്തിൽപ്പെട്ട അനേകം ആളുകളുടെ പ്രസംഗങ്ങൾ വരെ നമ്മുടെ മുമ്പിലുണ്ട്. എങ്ങനെയാണ് അവർ വെറും പുരാണ കഥകളെ ശാസ്ത്രീയ സത്യങ്ങൾ എന്ന നിലയിൽ അവതരിപ്പിക്കുന്നത്? എങ്ങനെയാണ് മനുഷ്യരെ വിഭജിക്കുന്നതിനുള്ള ഓരോ അവസരവും അവർ നിരന്തരമായി പ്രയോജനപ്പെടുത്തുന്നത് എന്ന് നാം എല്ലാ ദിവസവും എന്ന
പോലെ കണ്ടു നിൽക്കുന്നു. മനുഷ്യരെ വിഭജിക്കാനുള്ള ഒരു അവസരം എവിടെ ലഭിക്കുന്നുവോ അവിടെ ചാടിക്കയറുകയും ആ വിഭജനത്തിനെ ആഴം കൂട്ടുന്നതിന് വേണ്ടി തങ്ങളുടെ പ്രചാരണ പദ്ധതികൾ ഉപയോഗിക്കുകയും ചെയ്യുക എന്നത് ഇന്നത്തെ ഭരണകൂടത്തിന്റെയും അതിന്റെ വൈതാളികരുടെയും അതിനെ പിന്തുണയ്ക്കുന്നവരുടെയും ഏറ്റവും പ്രധാനപ്പെട്ട സ്വഭാവങ്ങളിൽ ഒന്നായിട്ടുണ്ട്. അങ്ങനെയാണ് ഇന്ത്യയിലെ മതന്യൂനപക്ഷങ്ങളെ മുഴുവൻ തന്നെ അവർക്ക് ഭ്രഷ്ട് കൽപ്പിക്കുകയും അവരെ അന്യരാക്കുകയും ചെയ്യുന്ന നിയമങ്ങൾ പാസാക്കപ്പെട്ടതും ഓരോ സ്ഥലങ്ങളിലും മതലഹളകൾ ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ അവർ നടത്തുകയും ചെയ്യുന്നു. മുസാഫർപൂർ മുതലുള്ള ഒരു ദീർഘമായ ചരിത്രമുണ്ട്. 2014 ശേഷവും അതിന് തൊട്ട് മുമ്പുമൊക്കെയായി നടന്നിട്ടുള്ള മതലഹളകൾ എന്ന് നിർമ്മിക്കപ്പെട്ട മാനുഫാക്ചേർഡ് ആയ മതവൈരങ്ങളുടെ മതയുദ്ധങ്ങളുടെ കഥകൾ അത് മിക്കവാറും ഈ ഹമാസിനെയും ഇസ്രായേലിനെയും കുറിച്ച് പറഞ്ഞ പോലെ ഏകപക്ഷീയമായ ആക്രമണങ്ങൾ ആയിരുന്നിട്ടുണ്ട്. അതിനെക്കുറിച്ചുള്ള യഥാർത്ഥ റിപ്പോർട്ടുകളെല്ലാം തന്നെ പറയുന്നത് പലപ്പോഴും അത് ഏകപക്ഷീയമായ ആക്രമണങ്ങളെ, ഏകപക്ഷീയമായ ഗുജറാത്തിൽ നടന്ന പോലുള്ള വംശഹത്യകളെ വലിയ ലഹളകളുടെ ഫലമായിരുന്നു ആ കൊലപാതകങ്ങൾ എന്ന് വരുത്തുന്ന രീതിയിൽ വ്യാഖ്യാനിക്കുന്നതും ഫാസിസത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്വഭാവങ്ങളിൽ ഒന്നാണ്. അപ്പൊ ഇങ്ങനെ പല രീതികളിൽ ഫാസിസം വളർന്നു വരുന്ന ജനാധിപത്യത്തിന്റെ ഓരോ തത്വവും നിരന്തരമായി വെല്ലുവിളിക്കപ്പെടുന്ന നിയമ വ്യവസ്ഥിതി പോലും എന്നും ദുർബലമാക്കപ്പെടുന്ന ഒരു സമൂഹത്തിൽ ജീവിക്കുന്ന മനുഷ്യർ എന്ന നിലയിലാണ് ഇന്ന് നാം ജീവിക്കുകയും പ്രവർത്തിക്കുകയും നാം അംഗങ്ങളായ സംഘടനകളെ ഉപയോഗിക്കുകയും ചെയ്യേണ്ടത്. ഇതിനെതിരെ മതേതരമായ ഒരു സമുദായത്തിന്റെ സൃഷ്ടിക്ക് വേണ്ടി, അല്ലെങ്കിൽ അംബേദ്കർ പറഞ്ഞ പോലെ ജാതി ഉന്മൂലനം, അംബേദ്കർ ആവർത്തിച്ച് പറയുന്ന കാര്യങ്ങളിൽ ഒന്ന് ജാതി നിലനിൽക്കുന്ന ഒരു സമുദായത്തിൽ ജനാധിപത്യം സാധ്യമല്ല എന്നതാണ്. കാരണം ജാതി എന്നതൊരു ശ്രേണീക്രമമാണ്. മുകളിലും താഴെയുമുള്ളവരായി മനുഷ്യരെ അടുക്കി വയ്ക്കുന്ന ഒരു ക്രമമാണ് ജാതി. അതുകൊണ്ട് ജാതി വ്യവസ്ഥ നിലനിൽക്കുന്ന ഒരു രാജ്യത്തും ജനാധിപത്യം തന്നെ സാധ്യമല്ല എന്ന് അംബേദ്കർ ആവർത്തിച്ച് പറയുന്നുണ്ട്. അപ്പൊ ഈ ജാതി രഹിതമായ മതം ആത്മീയത നഷ്ടപ്പെട്ട് കേവലം വർഗീയതയായി മാറാത്ത സർവമത സഹഭാവം എന്ന ഗാന്ധിയുടെ ആശയം നടപ്പിലാക്കാൻ തയ്യാറുള്ള, അവിടെ സർവമത സഹഭാവം എന്ന് പറയുമ്പോൾ മതങ്ങൾ തമ്മിലുള്ള സൗഹാർദ്ദം മാത്രമല്ല, മതങ്ങളിൽ വിശ്വസിക്കാത്തവരും മതങ്ങളിൽ വിശ്വസിക്കുന്നവരും തമ്മിലുള്ള സൗഹാർദ്ദം കൂടി ധ്വനിപ്പിക്കപ്പെടുക മാത്രമല്ല, ഗാന്ധി അതേക്കുറിച്ച് ആവർത്തിച്ച് പറയുന്നുമുണ്ട്. ആ തരത്തിലുള്ള പലതരത്തിലുള്ള അഭിപ്രായങ്ങളുള്ള ആളുകൾക്ക് ഒന്നിച്ച് ജീവിക്കാവുന്ന ഒരു സമുദായം, ഏകശിലാരൂപമല്ലാത്ത ബഹുസ്വരമായ ഒരു ഇന്ത്യ അതായിരുന്നിട്ടുണ്ട് എല്ലാ കാലത്തും. ഇന്ത്യ ഇവിടെ സൂചിപ്പിക്കപ്പെട്ട പോലെ അനേകം പ്രാദേശിക സംസ്കാരങ്ങൾ, അനേകം ഭാഷകൾ, അനേകം ജീവിത സമീപനങ്ങൾ, അനേക തരത്തിലുള്ള ഉത്സവങ്ങളും ആചാരങ്ങളും മതങ്ങളും പല തരത്തിലുള്ള ചിന്താ സമ്പ്രദായങ്ങളും ഇവയുടെ എല്ലാം ബഹുലത കൊണ്ട്, അതുകൊണ്ടാണ് ഇന്ത്യൻ സംസ്കാരം ഇത്രയേറെ സമൃദ്ധമായത്. അത് ഏതെങ്കിലും ഒരു മതത്തിന്റെ സൃഷ്ടി മാത്രമായിരുന്നെങ്കിൽ അത് വളരെ ചുരുങ്ങിയ ഏകശിലാരൂപമായ ഒരു സംസ്കാരമായി മാറിപ്പോകുമായിരുന്നു. എന്നാൽ ഇന്ത്യൻ സംസ്കാരം ഈ രീതിയിലുള്ള ഒരു സമൃദ്ധമായ സംസ്കാരമായി മാറിയത് അതിലേക്ക് അനേകം മതങ്ങളുടെയും ഭാഷകളുടെയും പ്രദേശങ്ങളുടെയും ഒക്കെ തന്നെ സംഭാവനകൾ വന്ന് നിറഞ്ഞതുകൊണ്ടാണ്. ആ ബഹുസ്വരതയെ നിലനിർത്തുക എന്നത് ഇന്ത്യയെ ഒരു തരത്തിലും ഏകശിലാരൂപമായ അല്ലെങ്കിൽ ഏകമത അടിസ്ഥാനമുള്ള ഒരു രാഷ്ട്രമായി മാറാൻ അനുവദിക്കാതിരിക്കുക എന്നത് നമ്മുടെ ജനാധിപത്യത്തിൽ ജീവിക്കുന്ന ജനങ്ങൾ എന്ന നിലയിൽ തന്നെ നമ്മുടെ പ്രാഥമികമായ കർത്തവ്യങ്ങളിൽ ഒന്നാണ് എന്ന് ഞാനും കരുതുന്നു. ഇങ്ങനെ നമ്മുടെ സ്വപ്നത്തിലുള്ള മതേതരമായ ഒരു ഇന്ത്യയെ, സാമൂഹ്യ സമത്വം നിലനിൽക്കുന്ന ഒരു ഇന്ത്യയെ, ജാതി വ്യവസ്ഥ ഉന്മൂലനം ചെയ്യപ്പെട്ട ഒരു ഇന്ത്യയെ, വർഗീയതയിൽ നിന്ന് മുക്തമായ ഒരു ഇന്ത്യയെ സൃഷ്ടിക്കാനുള്ള ഒരു മഹാപരിശ്രമത്തിൽ അംഗങ്ങളാവുക എന്നതാണ് ഒരുപക്ഷെ ഇന്ന് ഏതൊരു തൊഴിലാളികളുടെയും ഉദ്യോഗസ്ഥരുടെയും സംഘടനയുടെ ഏറ്റവും പ്രാഥമികമായ ധർമ്മം എന്ന് ഞാൻ കരുതുന്നു. ആ ധർമ്മം നിർവഹിക്കാൻ NGO യൂണിയന് കഴിയട്ടെ. കൂടുതൽ ശക്തമായ രീതിയിൽ വർത്തമാന ഇന്ത്യയെ മനസ്സിലാക്കാനും അതിനെ അപഗ്രഥിക്കാനും അതിൻ്റെ സ്ഥിതി മാറ്റുന്നതിന് വേണ്ടിയുള്ള പരിശ്രമങ്ങളിലും സമരങ്ങളിലും ഏർപ്പെടാനും ഉള്ള ധീരതയും
നിർഭയതയും നിങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. പണ്ട് നാസി ജർമ്മനി സന്ദർശിച്ച ഒരു വിദേശ ടൂറിസ്റ്റിനോട് ആരാണ് ജർമ്മനി ഭരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞത് ഭയമാണ് ജർമ്മനി ഭരിക്കുന്നത് എന്ന്. ഒരുപക്ഷെ ഇന്നത്തെ ഇന്ത്യയിൽ സന്ദർശനം നടത്തുന്ന ഒരാളോട് ആ ചോദ്യം ചോദിച്ചാൽ കിട്ടുന്ന ഉത്തരവും വളരെ ഒന്നും വ്യത്യസ്തമായിരിക്കുകയില്ല. ഭയമാണ് ഭരിക്കുന്നത്. അതുകൊണ്ട് ഈ ഭയത്തെ ഇല്ലാതാക്കാനും നിർഭയമായി ചോദ്യങ്ങൾ ചോദിക്കാനും പ്രവർത്തിക്കാനും ജനാധിപത്യത്തിലുള്ള സത്യസന്ധമായ വിശ്വാസം ആവിഷ്കരിക്കാനുമുള്ള ധീരത നേടുക എന്നത് എനിക്ക് തോന്നുന്നു NGO യൂണിയൻ ഉൾപ്പെടെയുള്ള കർമ്മചാരികൾ പ്രവർത്തകരായ ആളുകളുടെ മുഴുവൻ തന്നെ അതീവ പ്രധാനമായ പ്രാഥമികമായ കർത്തവ്യങ്ങളിൽ ഒന്നാണ്. എല്ലാ കാലത്തും അത്തരം സംഘടനകൾക്ക് രാഷ്ട്രീയ ദൗത്യങ്ങൾ നിറവേറ്റാറുണ്ട്. എന്നാൽ നമ്മുടെ ഈ കാലത്ത് അതിൻ്റെ പ്രാഥമികമായ ദൗത്യം തന്നെ ഈ രീതിയിലുള്ള ഒരു രാഷ്ട്രീയ ദൗത്യമാണ് എന്ന് ഞാൻ കരുതുന്നു. അത് നിർവഹിക്കാനുള്ള ധീരതയും സത്യസന്ധതയും ഈ NGO യൂണിയൻ അത്തരത്തിലുള്ള മറ്റു സംഘടനകൾക്കും എല്ലാം തന്നെ ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. നിങ്ങൾക്ക് നന്ദി. പ്രിയപ്പെട്ടവരെ, പ്രൗഢഗംഭീരവും അക്കാദമികവുമായ 3 പ്രഭാഷണങ്ങൾ ശ്രവിച്ചു കഴിഞ്ഞു. ഇനി ഒരു അധ്യക്ഷ പ്രസംഗത്തിൻ്റെ പ്രസക്തി തീരെയില്ല എന്ന് കരുതുന്നു. ഒറ്റ കാര്യം മാത്രം സൂചിപ്പിച്ച് നിർത്തുകയാണ്. അത് മറ്റൊന്നുമല്ല, ജീവനക്കാർക്കിടയിൽ നാം ഇന്ന് 60 വീട് താക്കോൽ കൈമാറുമ്പോൾ ചിലരെങ്കിലും സംശയിക്കുന്നു, എന്തിനാണ് NGO യൂണിയൻ വീടെടുത്ത് നൽകാൻ പോകുന്നത്? എന്തിനാണ് NGO യൂണിയൻ ആംബുലൻസ് വാങ്ങിക്കൊടുക്കുന്നത്? എന്തിനാണ് NGO യൂണിയൻ സർവീസ് സെന്ററുകൾ തുടങ്ങുന്നത്? ക്ഷാമത്തെക്കുറിച്ച് സംസാരിച്ചാൽ പോരെ? പെൻഷനെ കുറിച്ച് പ്രക്ഷോഭം നടത്തിയാൽ പോരെ? അതല്ലേ നടത്തേണ്ടത് എന്ന് ചിലരെങ്കിലും, ഏറ്റവും ചുരുങ്ങിയ പക്ഷം നവമാധ്യമങ്ങളിൽ മാത്രം ലോകത്തെ കാണുന്നവർ എങ്കിലും ചോദിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾ കാണാതിരുന്നുകൂടാ എന്നതാണ്. എന്നാൽ എന്തിനാണ് NGO യൂണിയൻ വീടെടുത്ത് കൊടുക്കുന്നത് എന്ന് ചോദിക്കുന്നതിന് ഒറ്റ ഉത്തരേ ഉള്ളൂ. NGO യൂണിയൻ ഈ നാട്ടിലാണ് ജീവിക്കുന്നത്. NGO യൂണിയന്റെ പ്രവർത്തകരും ജീവനക്കാരും ഈ സമൂഹത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ടാണ് ഈ സമൂഹത്തിലെ ആവശ്യമായ കാര്യങ്ങളിലും ഈ സാമൂഹ്യ പ്രതിബദ്ധതയിലൂന്നിയ വിഷയങ്ങളിലും ഞങ്ങൾ ഇടപെടുന്നത് എന്നതാണ്. അതിന് വരും കാലങ്ങൾ എല്ലാ ഘട്ടത്തിലും കേരള NGO യൂണിയൻ ഈ പ്രവർത്തനം ഏറ്റെടുത്ത് നടത്തിയിട്ടുണ്ട് എന്നതാണ്. അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് ഇന്നലെ രാവിലെ 9 മണിക്ക് ഞങ്ങൾ 15 ആംബുലൻസുകൾ, പാലിയേറ്റീവ് പ്രവർത്തനത്തിന് വേണ്ടി 15 ആംബുലൻസുകൾ കൈമാറുകയുണ്ടായി. അത് കഴിഞ്ഞ്, അതൊരു സാമൂഹ്യ പ്രതിബദ്ധതയുള്ള പ്രവർത്തനമാണ്. അത് കഴിഞ്ഞ് ജീവനക്കാർ ഓഫീസുകളിലേക്ക് കയറി ചെല്ലുകയാണ്. അവർ അവരുടെ തൊഴിൽപരമായ കടമ നിർവഹിക്കുകയാണ്. വൈകുന്നേരം യാത്രയയപ്പ് പരിപാടികളാണ്. ദില്ലി മാർച്ചിന് പോകുന്ന ജീവനക്കാർക്കുള്ള സമര പോരാളികൾക്കുള്ള യാത്രയയപ്പ് പരിപാടിയായിരുന്നു. അത് അവകാശ സമരമായിരുന്നു. ഒരു ദിവസം തന്നെ 3 പ്രത്യേക ഉത്തരവാദിത്തങ്ങളാണ് കേരള NGO യൂണിയനും അതിന്റെ ജീവനക്കാരും ഏറ്റെടുക്കുന്നത്. രാവിലെ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള പ്രവർത്തനം ഏറ്റെടുത്താൽ ഉച്ചയ്ക്ക് വൈകുന്നേരം വരെ തൊഴിൽപരമായ കടമ നിർവഹിച്ചു. വൈകുന്നേരം അവകാശ സമരത്തിന് വേണ്ടി നിലകൊള്ളുന്നു. അതാണ് കേരള NGO യൂണിയൻ ജീവനക്കാർക്കിടയിൽ പ്രവർത്തിക്കുന്നതും പ്രചരിപ്പിക്കുന്നതും എന്നതാണ്. അവകാശ സമരത്തെ ഇന്നലെ അതാണെങ്കിൽ ഇന്ന് 60 വീടുകൾ കൈമാറുന്ന ഏറ്റവും ഉജ്ജ്വലമായ സാമൂഹ്യ ഉത്തരവാദിത്തമാണ് നിർവഹിക്കുന്നത്. ഈ അടുത്ത ദിവസം നവംബർ 3-ാം തീയതി, അടുത്ത വെള്ളിയാഴ്ച, ആയിരക്കണക്കിന് ജീവനക്കാർ ദില്ലി മാർച്ച് സംഘടിപ്പിക്കുകയാണ്. കേരളത്തിൽ നിന്നും 2000-ഓളം ജീവനക്കാർ അവരുടെ പെൻഷൻ, ജീവിത സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട്, അവകാശ സമരത്തിന് വേണ്ടിയിട്ട് ദില്ലി മാർച്ച് സംഘടിപ്പിക്കുകയാണ്. അങ്ങനെ ഏതെങ്കിലും ഒരു പ്രവർത്തനത്തിന് അവധി കൊടുത്തുകൊണ്ടല്ല മറ്റൊരു പ്രവർത്തനം ഏറ്റെടുത്ത് നടത്തുന്നത്. എല്ലാ പ്രവർത്തനങ്ങളെയും ഒരു ചരടില് മുത്തുമണി പോലെ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് സമര സംഘടനാ പ്രവർത്തനം കേരള NGO യൂണിയൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ അവകാശ
സമരത്തെക്കുറിച്ച് ചിലരൊക്കെ പറയുന്നത്, അവകാശ സമരം ഇന്ന് ജീവനക്കാർ അനുഭവിക്കുന്ന, അവർ നട്ടെല്ല് നിവർത്തി അഭിമാനത്തോടുകൂടി തല ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അവന്റെ ക്ഷാമബത്തെക്കുറിച്ചും പെൻഷനെ കുറിച്ചും സംസാരിക്കുകയും ആ അവകാശങ്ങൾ നേടിയിട്ടുണ്ടെങ്കിൽ അത് ഏതെങ്കിലും ഒരു ഭരണാധികാരിയുടെയോ ഏതെങ്കിലും ഒരു നീതിപീഠത്തിന്റെയോ ഔദാര്യത്തിന്റെ ഭാഗമായി ലഭിച്ചതല്ല. നിരന്തരവും നിരവധിയുമായ ഉജ്ജ്വലമായ സമര പോരാട്ടങ്ങളിലൂടെയാണ് ഇന്ന് ജീവനക്കാരൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ ആനുകൂല്യങ്ങളും അവകാശങ്ങളും. ഈ സമര പോരാട്ടങ്ങളിലെല്ലാം കേരള എൻ.ജി.ഒ യൂണിയന്റെ കയ്യൊപ്പ് ചാർത്താത്ത ഒരു സമര പോരാട്ടവും ഉണ്ടായിട്ടില്ല. എന്റെ മുന്നിൽ ഇതിന് പൂർവ്വസൂരികളായ നിരവധി സഖാക്കൾ ഇരിക്കുന്നുണ്ട്. നിരവധി ഒട്ടനവധി ത്യാഗപൂർണമായ സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്തവരാണ് ഈ പൂർവ്വസൂരികളായ സഖാക്കളൊക്കെ. അങ്ങനെ ഇന്ന് ജീവനക്കാരൻ അനുഭവിക്കുന്ന ഓരോ ആനുകൂല്യത്തിന്റെയും അവകാശത്തിന്റെയും പോരാട്ടങ്ങളിൽ കേരള എൻ.ജി.ഒ യൂണിയന്റെ കയ്യൊപ്പ് ചാർത്തിയിട്ടുണ്ട് എന്ന് അഭിമാനത്തോടെ പറയാൻ സാധിക്കും. അതാണ് കേരള എൻ.ജി.ഒ യൂണിയൻ അവകാശ സമരത്തിന് കൊടുക്കുന്നത്. അതുപോലെ തന്നെയാണ് ഞങ്ങൾ ഈ ജൂബിലിയുമായി ബന്ധപ്പെട്ടിട്ട്, ആഘോഷവുമായി ബന്ധപ്പെട്ട് ജൂബിലി സമ്മേളനത്തിന്റെ മുന്നോടിയായി പത്രസമ്മേളനം നടത്തി. പത്രസമ്മേളനം നടത്തിയപ്പോൾ പത്രക്കാർ ചോദിച്ചു, ഞങ്ങൾ ഏറ്റെടുത്ത് നടത്താൻ പോകുന്ന ഓരോ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ പത്രക്കാർ ചോദിച്ചു, എവിടുന്നാണ് ഇത്രയും കാശ് നിങ്ങൾക്ക് ലഭിക്കുക? 60 വീട്, 15 ആംബുലൻസ്, തിരുവനന്തപുരത്ത് സർവീസ് സെന്റർ, 2000-ഓളം പാലിയേറ്റീവ് വളണ്ടിയർമാർ, പാലിയേറ്റീവ് ഉപകരണങ്ങൾ വാങ്ങിച്ചു കൊടുക്കുന്നു. എവിടുന്നാണ് ഇത്രയും കാശ്? വളരെ അഭിമാനത്തോടെ ഞങ്ങൾ പറഞ്ഞു, ഈ കാശ് ഞങ്ങൾ സംഭരിക്കുന്നത്, ശേഖരിക്കുന്നത് ഓരോ ജീവനക്കാരനും അവൻ പണിയെടുത്ത് കിട്ടുന്ന കൂലിയുടെ ഒരു വിഹിതം ഭാഗമായിട്ടാണ്, മേടിച്ചുകൊണ്ടാണ്. ഒരു പൈസ പോലും പുറമെ നിന്നും അനർഹമായി കൈപ്പറ്റാതെ അവന്റെ അധ്വാനത്തിന്റെ വിഹിതം ശേഖരിച്ചു കൊണ്ടാണ് ഞങ്ങൾ ഈ പ്രവൃത്തികളൊക്കെ, ഇവിടെ പ്രഖ്യാപിച്ച പ്രവൃത്തികളൊക്കെ പൂർത്തിയാക്കി മുന്നോട്ട് പോയിട്ടുള്ളത്. അതുകൊണ്ട് അഭിമാനത്തോടെ പറയും, ഇവിടെ സൂചിപ്പിച്ചതുപോലെ പാലസ്തീനിൽ ഒരു ഷെല്ലാക്രമണത്തിൽ ഒരു കുട്ടിയുടെ മുഖത്ത് ചോര കനിയുന്നുണ്ടെങ്കിൽ ആ ചോര ഇവിടുത്തെ പണിയെടുക്കുന്നവന്റെയും ഇവിടുത്തെ ജീവനക്കാരന്റെയും മുഖത്താണ് പതിക്കുന്നത് എന്ന തിരിച്ചറിവുണ്ടാകുന്നതും, ഈ യോഗത്തിൽ പാലസ്തീനിലെ പാവപ്പെട്ടവനെയും കെടുതികൾ അനുഭവിക്കുന്നവന്റെയും വിചാരങ്ങളും ചർച്ച ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ അതാണ് കേരള എൻ.ജി.ഒ യൂണിയന്റെ ജീവനക്കാരും പ്രവർത്തകരും. അതുകൊണ്ട് ലോകത്തെവിടെയും പണിയെടുക്കുന്നവന്റെയും പാവപ്പെട്ടവന്റെയും വിചാരങ്ങൾ ഉൾക്കൊള്ളുവാനുള്ള ശേഷിയും ഉയർന്ന തൊഴിലാളി വർഗ ബോധവും പുലർത്തുന്നവരാണ് കേരളത്തിലെ സർക്കാർ ജീവനക്കാരും. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, ഇനിയുള്ള കാലങ്ങളിലും ഏറ്റവും ഉത്തരവാദിത്വത്തോടുകൂടി മുന്നോട്ട് പോകുന്നതിന് വേണ്ടി ഈ സമൂഹത്തിന്റെ ആകെ പിന്തുണ ഞങ്ങൾക്കുണ്ടാകുമെന്ന ഉത്തമ വിശ്വാസത്തോടുകൂടി മുഴുവൻ ആളുകളെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ ചടങ്ങിന് നന്ദി രേഖപ്പെടുത്തുന്നതിന് വേണ്ടി യൂണിയന്റെ സംസ്ഥാന ട്രഷറർ സഖാവ് വി.കെ. ഷീജയെ ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ, സംഘടനയുടെ വജ്രജൂബിലി സമ്മേളനം ഏറ്റെടുത്ത പ്രവർത്തനങ്ങൾ അതിൻ്റെ പൂർത്തീകരണം നടക്കുന്ന അതിൻ്റെ സമ്മേളനമാണ് ഇവിടെ നടക്കുന്നത്. ഇവിടെ പ്രസിഡന്റ് പറഞ്ഞ് അവസാനിപ്പിച്ചതുപോലെ തികഞ്ഞ ചാരിതാർത്ഥ്യത്തോടു കൂടിയാണ് സംഘടനയെ സ്നേഹിക്കുന്ന എല്ലാവരും ഈ പ്രവർത്തനത്തെ നോക്കിക്കാണുന്നത്. സംഘടനയുടെ 60 വർഷക്കാല ചരിത്രം പരിശോധിക്കുമ്പോൾ ഓരോ ഘട്ടത്തിലും അതത് ഘട്ടങ്ങളിൽ നിലനിൽക്കുന്ന പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാ ഘട്ടങ്ങളിലും ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ടാണ് സംഘടന മുന്നോട്ട് പോയിട്ടുള്ളത്. ഇവിടെ വജ്രജൂബിലി സമ്മേളനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ പ്രവർത്തനങ്ങൾ ആലോചിക്കുന്ന വേളയിൽ സംഘടനാപരമായ ഉത്തരവാദിത്വത്തോടൊപ്പം സാമൂഹ്യപരമായ ഉത്തരവാദിത്വവും ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകണം എന്ന് വളരെ ഗൗരവത്തോടു കൂടി ചർച്ച ചെയ്യുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അതിന്റെ പ്രവർത്തനങ്ങൾക്ക് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അതിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്യുന്ന ഘട്ടത്തിൽ നമ്മുടെ സംഘടനയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ പ്രസിഡന്റ് പറഞ്ഞ പോലെ പണം സംഘടന ജീവനക്കാരിൽ നിന്ന് മാത്രം സ്വരൂപിക്കുക എന്നതോടൊപ്പം എന്നാണ് പ്രവർത്തനം തുടങ്ങുന്നത് എന്ന് മാത്രമല്ല, എന്നാണ് പ്രവർത്തനം അവസാനിപ്പിക്കുന്നത് എന്നുള്ളതും നല്ല നിശ്ചയദാർഢ്യത്തോടു കൂടി ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള പ്രവർത്തനങ്ങളാണ് ഏറ്റെടുക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് സമയബന്ധിതമായി നമ്മുടെ വീടുകൾ പൂർത്തിയാക്കുവാൻ, ആംബുലൻസ് വാങ്ങി നൽകുവാൻ, ഷോർട്ട് സ്റ്റേ ഹോം അതിന്റെ പണി പൂർത്തിയാക്കുവാൻ, സർവീസ് സെന്ററുകൾ അതിന്റെ പ്രവർത്തനം ആരംഭിക്കുവാൻ, തുടർ പ്രവർത്തനം എന്ന നിലയിൽ പാലിയേറ്റീവ് രംഗത്ത് ഇടപെടുവാനെല്ലാം നമ്മുടെ സംഘടന അതിന്റെ ഭാഗമായി നിലകൊണ്ടിട്ടുള്ളത്. കൂടുതൽ വിശദമായ ഒരു സംഭാഷണത്തിലോട്ടൊന്നും ഞാൻ കടക്കുന്നില്ല. വൈകിയ വേളയിൽ ഞാൻ എൻ്റെ കടമയിലേക്ക് കടക്കുകയാണ്.
നമ്മുടെ ഈ വജ്ര ജൂബിലി സമ്മേളനം അത് ഉദ്ഘാടനം ചെയ്തത് പ്രൊഫസർ പ്രഭാത് പട്നായിക്കാണ്. ഏറെ സന്തോഷത്തോടുകൂടി വർത്തമാനകാല ഇന്ത്യയെ വരച്ചു കാട്ടിക്കൊണ്ടാണ് സാർ ഇവിടെ ഉദ്ഘാടന പ്രസംഗം നടത്തിയത്. എൻ ജി യൂണിയന്റെ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം, ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം ആശയപരമായി ആയുധമണിയുന്നതിന് എല്ലാ കാലഘട്ടത്തിലും സാറിന്റെ എഴുത്തുകൾ നമുക്ക് എല്ലാ കാലഘട്ടത്തിലും മുതൽക്കൂട്ടായി മാറിയിട്ടുണ്ട് എന്നുള്ളത് നിസ്തർക്കമാണ്. ഇവിടെ വളരെ നല്ല രീതിയിൽ ഈ മഹാസമ്മേളനത്തെ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ധന്യമാക്കിയ സാറിന് ഏറെ സന്തോഷത്തോടുകൂടി കേരള യൂണിയൻ സംസ്ഥാന കമ്മിറ്റിയുടെ പേരിൽ നന്ദി അറിയിക്കുകയാണ്. 60 വീടുകളുടെ കൈമാറ്റം നടത്തിക്കൊണ്ട് ബഹുമാനപ്പെട്ട കേരള നിയമസഭാ സ്പീക്കർ ശ്രീ എം ഷംസീർ ഇവിടെ സംസാരിക്കുകയുണ്ടായി. എന്താണ് രാഷ്ട്രീയം? അത് കക്ഷി രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് നിലനിൽപ്പിന്റെ രാഷ്ട്രീയം ചോദ്യം ചെയ്യുന്നവരെ എന്താണ് അതുമായി ബന്ധപ്പെട്ട നിലപാടുകൾ സ്വീകരിക്കേണ്ടതെന്നാണ് സഖാവുടെ ചുരുക്കം ചില വാക്കുകളിൽ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടത്. അത്തരത്തിൽ നമ്മുടെ 60 വീടുകളുടെ താക്കോൽ കൈമാറ്റം നടത്തുമ്പോൾ ഇതിനു മുൻപ് ഏറ്റെടുത്തിട്ടുള്ള പ്രവർത്തനങ്ങളുടെ തുടർച്ചയായി നമുക്ക് ഇപ്പോഴും അതും പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. തുടക്കത്തിൽ കേരളം 2016 ശേഷം സമാനതകളില്ലാത്ത പ്രതിസന്ധി അഭിമുഖീകരിക്കുമ്പോൾ മണ്ണത്തലയിൽ ഫ്ളാറ്റ് നിർമ്മിച്ചു നൽകുമ്പോൾ, പേരൂർക്കട വില്ലേജ് ഓഫീസ് നിർമ്മിച്ചു നൽകുമ്പോൾ അതിന്റെ തുടർച്ചയായി ഇവിടെ നവകേരളം കെട്ടിപ്പടുക്കുവാൻ കേരളത്തിലെ ബദൽ നയങ്ങളുടെ രാഷ്ട്രീയം സംരക്ഷിച്ചുകൊണ്ടൊരു സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോകുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് വന്ന അപ്പീലിന്റെ ഭാഗമായി 60 വീടുകൾ വജ്ര ജൂബിലി സമ്മേളനത്തിൽ പൂർത്തിയാക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച ബഹുമാനപ്പെട്ട നിയമസഭാ സ്പീക്കർ ശ്രീ എൻ ഷംസീറിന് കേരള യൂണിയൻ സംസ്ഥാന കമ്മിറ്റിയുടെ പേരിൽ നന്ദി അറിയിക്കുകയാണ്. സംഘടന ചരിത്ര പ്രദർശനത്തിന്റെ ഡിജിറ്റൽ ഡോക്യുമെന്റേഷൻ ബഹുമാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി നിർവഹിച്ചു. വരാൻ കഴിയില്ലാത്ത സാഹചര്യത്തിൽ ഓൺലൈനിൽ കൂടി ആണെങ്കിലും നമ്മുടെ ഈ സമ്മേളനം ധന്യമാക്കുന്നതിന് നടത്തിയ പ്രഭാഷണവും ഇടപെടലും കേരള യൂണിയൻ സംസ്ഥാന കമ്മിറ്റിയുടെ പേരിൽ ബഹുമാനപ്പെട്ട മന്ത്രിക്ക് വളരെ സന്തോഷത്തോടു കൂടി നന്ദി അറിയിക്കുകയാണ്. ശ്രീ കെ സച്ചിദാനന്ദൻ പ്രസിഡന്റ്, കേരള സാഹിത്യ അക്കാദമിയുടെ പ്രസിഡന്റ് സാറിന് കേരള സർവീസിനോടൊപ്പമാണ് സാറിന്റെയും യാത്ര. നമ്മുടെ കേരള സർവീസ് അറിയാവുന്ന എല്ലാവർക്കും മാഷിനെയും നന്നായി അറിയാം. അത്തരത്തിൽ ഇവിടെ നല്ലൊരു പ്രഭാഷണം സംഘടിപ്പിച്ചുകൊണ്ട് കേരള സർവീസ് മാസിക ഡിജിറ്റൽ പതിപ്പും സോഫ്റ്റ്വെയറിന്റെയും പ്രകാശനം, കാലഘട്ടത്തിനനുസരിച്ച് മാസികയുടെ നവീകരണം, അത് ഏറ്റെടുക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ, അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുമ്പോൾ അത് ഉദ്ഘാടനം ചെയ്യുന്ന അതിന്റെ പ്രകാശനം നിർവഹിക്കുന്നതിന് വന്ന് സഹകരിക്കുകയും അതിൽ പ്രകാശനം നിർവഹിക്കുകയും ചെയ്ത ശ്രീ കെ സച്ചിദാനന്ദ സാറിന് കേരള യൂണിയൻ സംസ്ഥാന കമ്മിറ്റിയുടെ പേരിൽ നന്ദി അറിയിക്കുകയാണ്. ഒപ്പം ഇവിടെ ഒട്ടേറെ പൂർവ്വ സൂരികളായ നേതാക്കന്മാർ പങ്കെടുക്കുന്നുണ്ട്. പലരും ശാരീരിക അവശതകൾ കൊണ്ടും മറ്റു ചില കാരണങ്ങൾ കൊണ്ടും വരാൻ കഴിയില്ല എന്നും അറിയിച്ചിട്ടുണ്ട്. നമ്മുടെ സമ്മേളനങ്ങളും പ്രവർത്തനങ്ങളുമൊക്കെ മുതൽക്കൂട്ടാകുന്നത് ഇത്തരത്തിൽ പൂർവ്വസൂരികളായ നേതാക്കൾ അവരുടെ അഭിപ്രായങ്ങൾ, വിമർശനങ്ങൾ എല്ലാ കാലഘട്ടത്തിലും നമ്മൾക്ക് അത് ഊർജം പകരുന്ന തരത്തിലേക്ക് മാറിയിട്ടുണ്ട്. ഏത് പ്രവർത്തനങ്ങളോ നമ്മളോടൊപ്പം നിൽക്കാൻ, അത് കേരള യൂണിയന്റെ സ്വകാര്യ അഹങ്കാരമായി, സ്വകാര്യ സ്വത്തായി മറ്റാർക്കും അവകാശപ്പെടാനില്ലാത്ത തരത്തിലേക്ക് ശാരീരിക അവശതകളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളിലും പങ്കെടുക്കുന്നുണ്ട്. എല്ലാവരെയും കേരള യൂണിയൻ സംസ്ഥാന കമ്മിറ്റിയുടെ നന്ദി അറിയിക്കുന്നതോടൊപ്പം നമ്മുടെ ഈ പ്രവർത്തനങ്ങൾ ഇന്നിവിടെ പ്രസംഗത്തിൽ അപ്പുറത്തേക്ക് ഡിജിറ്റൽ എന്ന രൂപത്തിലേക്ക് ഈ സമ്മേളനത്തിനെ മാറ്റിയെടുക്കുവാൻ ഈ പൂർവ്വസൂരികളായ നേതാക്കന്മാർ പ്രഥമ പങ്കുവഹിച്ചുകൊണ്ടാണ് ശ്രീ ആനന്ദക്കുട്ടൻ സഖാവ് അടക്കം ഇവിടെ ഇതിന്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തത്. സഖാവ് സമ്മേളനത്തിന്റെ ഡിജിറ്റൽ ഡോക്യുമെന്റേഷനുമായി ബന്ധപ്പെട്ട് ഇന്ന് ഇതിന്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് വളരെയധികം ത്യാഗപൂർണമായ പ്രവർത്തനം ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ പുതിയ പ്രവർത്തകരിലാകെ അത് പകർന്നു കൊടുക്കുന്നതിനെല്ലാമുള്ള ഇടപെടൽ നടത്തിയിട്ടുണ്ട്. ഏറെ സന്തോഷത്തോടുകൂടി എല്ലാവർക്കും കേരള യൂണിയൻ സംസ്ഥാന കമ്മിറ്റിയുടെ നന്ദി അറിയിക്കുകയാണ്. ഇവിടെ കേന്ദ്ര സിവിൽ സർവീസ് മേഖലയിൽ സർവീസ് മേഖല ജനറൽ സെക്രട്ടറി ശ്രീകുമാർ സാഹു ഇവിടെ ആദ്യാവസാനം പങ്കെടുത്താണ്. കേന്ദ്ര സിവിൽ സർവീസ് മേഖലയിലെ സംഘടനകളുടെ നേതാക്കളും പ്രവർത്തകരുമെല്ലാം ഇതിൽ പങ്കെടുത്തിട്ടുണ്ട്. FSCTയുടെ നേതാക്കളും പ്രവർത്തകരുമെല്ലാം ഇതിൽ പങ്കെടുത്തിട്ടുണ്ട്. സംസ്ഥാനത്തുടനീളമുള്ള എൻ യൂണിയന്റെ ഭാരവാഹികൾ, പ്രവർത്തകർ, നേതാക്കൾ എല്ലാവരും ഇതിൽ പങ്കെടുത്തിട്ടുണ്ട്. എല്ലാവരെയും ഒറ്റവാക്കിൽ കേരള യൂണിയൻ സംസ്ഥാന കമ്മിറ്റിയുടെ നന്ദി അറിയിക്കുന്നു. ഔപചാരികതയുടെ പേരിൽ സംഘടനയുടെ ജനറൽ സെക്രട്ടറിക്കും പ്രസിഡന്റിനും നന്ദി അറിയിക്കുകയാണ്. ഒപ്പം നമ്മുടെ ഈ പ്രവർത്തനങ്ങളാകെ റിപ്പോർട്ട് ചെയ്യാനെത്തിയിട്ടുള്ള മാധ്യമ സുഹൃത്തുക്കൾ, സംസ്ഥാന കമ്മിറ്റിയുടെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. എല്ലാറ്റിലും ഉപരി ഇവിടെ ഈ സമ്മേളനത്തെ ധന്യമാക്കുവാൻ എത്തിയിട്ടുള്ള ജീവനക്കാർ ഇന്നിപ്പോ നമ്മുടെ ഇവിടെ സാന്നിധ്യം കൊണ്ടൊപ്പം നമ്മുടെ ഫേസ്ബുക്കിലൂടെയും നിരവധിയായ ജീവനക്കാർ ഇതുമായി ബന്ധപ്പെട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. സംഘടന അഭിപ്രായ വ്യത്യാസമുള്ളപ്പോഴും
സംഘടനയിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് നമ്മൾ ഏറ്റെടുക്കുന്ന പ്രവർത്തനങ്ങൾ ഇവിടെ പ്രസിഡന്റ് പറഞ്ഞ് അവസാനിപ്പിച്ച പോലെ സമയബന്ധിതമായി തീർക്കുവാൻ പണം അതിൻ്റെ ഒരു സമ്പത്താണ്. കേരള യൂണിയൻ അതിന് മൂലധന സ്വരൂപണം നടത്തുമ്പോൾ അതിങ്ങനെ മിച്ചം വയ്ക്കുന്നതിന് വേണ്ടി സ്വരൂപിക്കല്ല, മറിച്ച് അതത് ഘട്ടത്തിൽ ആവശ്യങ്ങൾക്കനുസരിച്ച് പണം സ്വരൂപിക്കുകയും അത് ചെലവഴിക്കുകയും അത് ജീവനക്കാരുടെ മുന്നിലേക്ക് കൃത്യമായി കണക്കുകളിലൂടെ അവതരിപ്പിച്ചുകൊണ്ട് ജീവനക്കാരുടെ വിശ്വാസ്യത ആർജിച്ചുകൊണ്ടാണ് നാളിതുവരെയും മുന്നോട്ട് പോയത്. അത്തരത്തിൽ സംഘടനാ വ്യത്യാസങ്ങൾക്ക് അപ്പുറത്തേക്ക് നിന്നുകൊണ്ട് എല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് ഏറ്റെടുത്തുള്ള പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് നമുക്ക് ഈ പ്രവർത്തനങ്ങളെല്ലാം പൂർത്തീകരിക്കുവാൻ സാധിച്ചിട്ടുള്ളത്. അതിൽ ഏറ്റവും താഴെത്തട്ടിലെ ആഫീസിലെ പാർട്ട് ടൈം സ്വീപ്പർ മുതൽ എല്ലാവരും അവരുടെ കൂലിയുടെ ഒരു അംശം നമ്മുടെ ഈ പ്രവർത്തനത്തിന്റെ എല്ലാം ഭാഗമായി നൽകിയിട്ടുണ്ട്. എല്ലാവരെയും ഏറെ സന്തോഷത്തോടു കൂടി ഇപ്പോൾ നന്ദി അറിയിക്കുന്നതോടൊപ്പം തുടർന്നും നമ്മുടെ സംഘടന എടുക്കുന്ന അനുകരണീയമായ മാതൃകൾക്ക് നിങ്ങളും നമ്മളോടൊപ്പം എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളും മറന്നുകൊണ്ട് സംഘടനയുടെ നിലപാടുകൾക്കൊപ്പം നിൽക്കണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് കേരള യൂണിയൻ സംസ്ഥാന കമ്മിറ്റിയുടെ ഊഷ്മളമായ നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുകയാണ്. ഈ പരിപാടി അവസാനിച്ചതായി അറിയിക്കും.